ഹലോ, ഗുഡ് ഈവനിങ് എവ്രി വൺ. എന്തൊക്കെയുണ്ട്? നമ്മൾ യൂണിക് ടോക്ക് 21 ആണല്ലോ ഇന്ന് ചിലപ്പോൾ ചിലർക്ക് ബിസി ആയതുകൊണ്ടായിരിക്കും, പക്ഷെ നമ്മളിന്ന് മിസ് ചെയ്യണ്ടല്ലോ എന്ന് കരുതി ഇന്നെ സെഷൻ വെച്ചതാണ് കേട്ടോ. അടുത്ത വീക്ക് തൊട്ട് നമ്മളെ ടൈം മാറ്റും. അതിനെക്കുറിച്ച് അഫ്സൽ സാർ പറയും എന്തായാലും, നോമ്പും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ. അപ്പോൾ നമ്മളെ ഫസ്റ്റ് നോമ്പിന് മാസം കണ്ടെന്നുള്ള ന്യൂസ് കുറച്ച് മുന്നേ ഔട്ടായില്ലേ. നമ്മളൊക്കെ നോമ്പിന് വേണ്ടി മറ്റേ നനച്ചുള്ളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മൾ ആ ഒരു വിവാദത്തിലേക്ക് കടക്കാൻ വേണ്ടി കാത്തിരിക്കല്ലേ. ആ ഒരു സമയത്ത് എന്തൊക്കെ ഹാബിറ്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ ഉള്ളിൽ ഉള്ള ചില കറകൾ റിമൂവ് ചെയ്യാനും, അതുപോലെ ഏതൊക്കെ ചാരിറ്റി പ്രവർത്തനങ്ങളാവട്ടെ മറ്റ് സ്പിരിച്വൽ ലെവലിലാവട്ടെ എന്തൊക്കെ അപ്ഗ്രേഡിങ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളെ കൂടെ തന്നെ നമ്മളും ചേർന്നിരുന്ന് ഡിസ്കസ് ചെയ്ത് നമ്മളെ ലൈഫിക്കും ഗ്രോത്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒക്കെ ഹെൽപ്പ് ആവുന്ന ഒരു സെഷൻ തന്നെ ആയിരിക്കും ഇന്നുണ്ട്. അപ്പൊ സിൽസർ കൂടുതലായിട്ട് അതിനെ കുറിച്ച് പറയും. പിന്നെ നമ്മൾ എല്ലാ ക്ലാസ്സിലും പറയുന്ന പോലെ പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വരും കേട്ടോ. പുറത്തുള്ളവരല്ലാതെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല എങ്കിൽ നമ്മൾ വളരെ ഇൻഫോർമൽ ആയിട്ട് തന്നെയാണ് ക്ലാസ് എടുക്കാറ്. പിന്നെ എല്ലാ ഇൻസ്ട്രക്ഷൻ പറയുന്ന പോലെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കും നമ്മളും പറഞ്ഞിരുന്നുണ്ടാവുക. പക്ഷേ ചിലപ്പം പുതിയ രീതിയിലോ അല്ലെങ്കിൽ പുതിയൊരു കുഞ്ഞു കാര്യം ഉണ്ടാവും. അപ്പോൾ ആ ഒരു നിറഞ്ഞ കപ്പ എനിക്കെല്ലാം അറിയും എന്നുള്ള ഭാവം ഒഴിവാക്കിയിട്ട് സിമ്പിൾ ആയിട്ടിരിക്കുക, എന്തോ ഒരു പുതിയ കാര്യം എനിക്ക് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിന് ജോയിൻ ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള ഒരു ഇന്റൻഷൻ വെച്ചിട്ടിരിക്കുക. ഇനി ഞാൻ കുറേ പറയുന്നില്ല, അഫ്സൽ സാറിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഷെയർ പറഞ്ഞു തരൂട്ടാ. അഫ്സൽ സാറിന്റെ സെഷനിലേക്ക് വെൽക്കം ചെയ്യണം. താങ്ക് യു മിസ്ന, താങ്ക് യു സോ മച്ച്. മിസ്ന ശ്രദ്ധിക്കണേ, മ്യൂട്ടോള് കൊടുക്കാൻ പറ്റുമെങ്കിൽ ചെയ്തോളൂ. നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. കണ്ടില്ലല്ലോ. നമ്മളുടെ ആ പാർട്ടിസിപ്പൻസിന്റെ ലിസ്റ്റിന്റെ താഴെ തന്നെ ഉണ്ടാവും. ഓക്കെ അല്ലേ? ഓക്കെ. എന്നെങ്കിലും മ്യൂട്ട് ചെയ്താലേ. ഏതായാലും പുതിയ പുതിയ ആളുകളൊക്കെ കാണുന്നുണ്ട്. എനിവേ, ഓരോരുത്തരുടെയും തിരക്കുകൾ മാറ്റി വെച്ച് സെഷനിൽ ജോയിൻ ചെയ്തതിന് ഒരുപാട് ഒരുപാട് ഹൃദയം നിറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് അറിയിക്കുകയാണ്. എല്ലാവരും ഒരു എന്താ പറയുക, ഒരു സ്പെഷ്യൽ മന്തിലേക്ക് കിടക്കുകയാണ്. അപ്പൊ ഇന്ന് മുതൽ നമ്മൾ വേറെ തന്നെ ഹാബിറ്റുകളും ഡെയിലി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ചേഞ്ചുകൾ ഉണ്ടാവും. ഭക്ഷണ രീതി ആയിക്കോട്ടെ, നമ്മളുടെ ചിന്താരീതി ആയിക്കോട്ടെ, നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചില മറ്റുള്ള ആക്ടിവിറ്റീസിലൊക്കെ ചെറിയ ടൈമുകൾ മാറുകയും ഒക്കെ സംഭവിക്കാൻ പോവാണ്. അപ്പൊ എനിക്ക് ജസ്റ്റ് ഫസ്റ്റ് എനിക്ക് ഓരോരുത്തരും ഇപ്പം ഇന്ന് ഇപ്പം ഇവിടെ ഇപ്പോ 20 ആൾക്കാരാണ് കാണുന്നത്. ഓരോരുത്തരും ഏത് ഡിസ്ട്രിക്റ്റ് നിന്നാണെന്ന് ഒന്ന് ജസ്റ്റ് ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യാൻ പറ്റുമോ? നമ്മൾ എല്ലാ സെഷന്റെ മുന്നേ ചോദിക്കാറുണ്ട്. ജസ്റ്റ് പറ്റുന്നവരൊക്കെ ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്താൽ ഓരോരുത്തർ ആരൊക്കെയാണെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. മുർഷി യാസിർ മലപ്പുറം, നുസൈഫ മലപ്പുറം, കെൻസ് കണ്ണൂർ, ഷഹദ ഷെറിൻ മലപ്പുറം, ഫാഹിമ ഇൻസ്പേസ് അക്കാഡമി കണ്ണൂർ, അഖിൽ ആക്കി ബാംഗ്ലൂർ, സഹല ബീഗം മലപ്പുറം, വഫ കണ്ണൂർ. ഈ ആൾക്കാരുണ്ടല്ലോ. പറ്റുന്നവരൊക്കെ ഒന്ന് കമന്റിൽ മെൻഷൻ ചെയ്യണേ. ഏത് ഡിസ്ട്രിക്റ്റ് എന്നാണ് ജസ്റ്റ് പറഞ്ഞത്, സ്ഥലം ഒന്നും പറയണമെന്നില്ല, ജസ്റ്റ് ഒന്ന്. ഖദീജ ബഷീർ കാലിക്കറ്റ്. വേറെ ഉണ്ടല്ലോ ആൾക്കാര്, ചിലപ്പം എന്തെങ്കിലും തിരക്കിലായിരിക്കും. ഓക്കെ, ഏതായാലും റെസ്പോണ്ട് ചെയ്തവരോട് താങ്ക് യു സോ മച്ച്. നമ്മൾ എല്ലാ വീക്കിലും സംസാരിക്കാറ് ഓരോ ഹാബിറ്റുകൾ നമ്മളുടെ ലൈഫിൽ ഇമ്പ്രൂവ്മെന്റ് കൊണ്ടുവരാനുള്ള ഓരോ ഹാബിറ്റുകൾ എങ്ങനെയാണ് ലൈഫിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യുക, അതെങ്ങനെയാണ് കൺസിസ്റ്റന്റ് ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തൊക്കെ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക എന്നൊക്കെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഓരോരോ വീക്കിലും സംസാരിക്കുക. അപ്പൊ കഴിഞ്ഞ 2 വീക്കിലൊക്കെ നമ്മളുടെ 2 ഗസ്റ്റ് ടോക്കുകളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് നമ്മുടെ ഹിബ ആയിരുന്നു, ഒന്ന് നമ്മുടെ നേഹ മാം ആയിരുന്നു ഒന്നുണ്ടായിരുന്നത്. അതേപോലെ ഒരാളും കൂടെ ഇവിടെ റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട്, മൊയ്തീൻ കുട്ടി സാർ മലപ്പുറം. എനിക്ക് നാളെ ആദ്യമായിട്ട് ജോയിൻ ചെയ്യാൻ തോന്നുന്നു. ഏതായാലും താങ്ക് യു സോ മച്ച്. ഇന്ന് നമ്മൾ ഫസ്റ്റ് ചെറിയൊരു മെഡിറ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ പ്രൊലോങ് ആയിട്ട് പോകുന്നില്ല. നമ്മളൊരു നല്ലൊരു മാസം തുടങ്ങുന്നതായതുകൊണ്ട് ചെറിയൊരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷനിൽ സ്റ്റാർട്ട് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത്. നമ്മുടെ അഫർമേഷൻസും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നതിന് പകരം ഞാൻ ആദ്യമായിട്ടാണ് സാറിന് ക്ലാസ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഇനി ഒരുപാട് ക്ലാസ്സുകളിൽ വരാൻ പറ്റട്ടെ ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ, ഏതായാലും എല്ലാവരും ഒന്ന് ഒന്ന് കാമായിട്ടിരിക്കുക. ദാറ്റ് മീൻസ് ഭയങ്കര ഒരു
ഹൈ ക്ലാസ് മെഡിറ്റേഷൻ അങ്ങനൊന്നല്ല, പക്ഷെ നമുക്ക് അറിയുന്ന രീതിയിൽ ചെറിയ രീതിയിലുള്ള ഒരു മെഡിറ്റേഷൻ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് ഒന്ന് കഴിയുന്നതും ഒന്ന് ഈ വലത്തെ കൈ ഇടത്തെ കൈയിന്റെ മുകളിൽ വെച്ചിട്ട് തള്ളവിരൽ കൂട്ടി മുട്ടിച്ചിട്ട് ഇരിക്കാൻ ശ്രമിക്കാം കേട്ടോ. ചെറിയൊരു ഓഡിയോ പ്ലേ ചെയ്യാം. മ്യൂസിക് ഓക്കെ ആണോ? കണ്ണുകൾ അടച്ച് സ്വസ്ഥമായിരിക്കാം. ഇടതു കൈക്ക് മുകളിൽ വലതു കൈ ചേർത്ത് വെച്ച് തള്ളവിരൽ കൂട്ടിമുട്ടിച്ച് ഒരു ഊർജബന്ധം സ്ഥാപിക്കാം. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ശ്വാസത്തിലേക്ക് കൊണ്ടുപോകും. നിങ്ങൾക്കിപ്പോൾ ദീർഘശ്വാസം എടുത്തു വിടാവുന്നതാണ്. Breathe, hold on and breathe out. Breathe in, hold on and breathe out. Breathe in, hold on and breathe out. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ വിശ്രമത്തിലാണ്. മെല്ലെ നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിലേക്ക് കൊണ്ടുപോവുക. ആദ്യമായി ഇന്ന് നിങ്ങൾ കിടന്നുറങ്ങിയ ബെഡിന് നന്ദി പറയൂ. നിങ്ങൾ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കണം. നിങ്ങളുടെ എല്ലാ പഞ്ചേന്ദ്രിയങ്ങളും ഒരു തടസ്സവുമില്ലാതെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നിങ്ങളുടെ കാണാനുള്ള കഴിവിനും കേൾക്കാനുള്ള കഴിവിനും ശ്വസിക്കാനുള്ള കഴിവിനും രുചിക്കാനുള്ള കഴിവിനും കാര്യങ്ങൾ തൊട്ടു മനസ്സിലാക്കാനുള്ള കഴിവിനും നന്ദി പറയൂ. നിങ്ങളുടെ ശരീരത്തിലെ എല്ലാ അവയവങ്ങൾക്കും നിങ്ങൾ നന്ദി പറയും. നിങ്ങളുടെ തലമുടി മുതൽ കാലിലെ നഖം വരെയുള്ള എല്ലാ അവയവങ്ങളും, കൈകൾ, കാലുകൾ, തല, വയറ് തുടങ്ങിയ എല്ലാ അവയവങ്ങൾക്കും നന്ദി പറയും. നിങ്ങളുടെ ആന്തരിക അവയവങ്ങളായ തലച്ചോറ്, ഹൃദയം, കിഡ്നി, ലങ്സ്, വൻകുടൽ, ചെറുകുടൽ,
നിങ്ങളുടെ ശരീരത്തിലെ രക്തഞരമ്പുകൾ, അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന രക്തം എല്ലാത്തിനും ഒരു തടസ്സവുമില്ലാതെ ആ രക്തസഞ്ചാരത്തിനും ശ്വസനത്തിനും കേൾവിശക്തിക്കും തുടങ്ങി എല്ലാ അനുഗ്രഹങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി നമ്മളുടെ സൃഷ്ടാവിനോട് അറിയിക്കുക. നിങ്ങളുടെ ശരീരത്തിലൂടെ ഇപ്പോൾ കേറിയ ആ ഒരു വിറയൽ, ആ ഒരു കൃതജ്ഞതയെ കുറിച്ച് ആലോചിച്ചപ്പോൾ 1,00,000 കിലോമീറ്ററിലധികം ദൂരമുള്ള ആ രക്തഞരമ്പുകളിലൂടെ എത്ര ലിറ്റർ രക്തമായിരിക്കും സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്നൊന്ന് ചിന്തിച്ചു നോക്കും. ഒരു ബ്ലോക്കുമില്ലാതെ, ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ബന്ധങ്ങളിലേക്കും ആദ്യമായി നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നന്ദി പറയൂ. നിങ്ങളുടെ ഭാര്യ, ഭർത്താവ്, മക്കൾ, സഹോദരി, സഹോദരന്മാർ, എല്ലാവർക്കും നിങ്ങൾ നന്ദി പറയും. നിങ്ങളുടെ എല്ലാ കുടുംബക്കാർക്കും, കൂട്ടുകാർക്കും, കൂടെ ജോലി ചെയ്യുന്നവർ, കൂടെ ബിസിനസ് ചെയ്യുന്നവർ, കൂടെ പഠിക്കുന്ന ടീച്ചേഴ്സിനും ജീവിതത്തിലെ മെന്റേഴ്സിനും പല സാഹചര്യങ്ങളിലും നിങ്ങളെ പ്രോത്സാഹിപ്പിച്ച, നല്ലതിലേക്ക് നയിച്ച മനുഷ്യരുണ്ട്. ഒന്നും എക്സ്പെക്ട് ചെയ്യാതെ നിങ്ങളുടെ നന്മ മാത്രം കണ്ടിരുന്ന മനുഷ്യരുമുണ്ട്. ആ മനുഷ്യർക്കെല്ലാം നന്ദി പറയൂ. ഇതേപോലെ നമ്മുടെ ജീവിതത്തിൽ പല വേദനകളും പല ഹാർഡ്ഷിപ്പുകളിലേക്കും നമ്മളെ തള്ളിയിട്ട മനുഷ്യരുമുണ്ട്. ആ മനുഷ്യരോടും നിങ്ങൾ നിങ്ങളുടെ മനസ്സിലെ ആ വെറുപ്പ്, ആ ദേഷ്യം, ആ റിവെഞ്ച്, അത് നിങ്ങളുടെ ഹൃദയം തുറന്ന് പ്രകാശത്തിലൂടെ അത് നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന്, നിങ്ങളുടെ മനസ്സിൽ നിന്ന്, നിങ്ങളുടെ തലച്ചോറിൽ നിന്ന് പുറന്തള്ളുകയാണ്. ഒരു പ്രകാശമായി, ഒരു കറുത്ത പ്രകാശമായി അത് പുറത്തേക്ക് പോവുകയാണ്. ആരോടും ഒരു ദേഷ്യമോ വിദ്വേഷമോ അസൂയയോ അഹങ്കാരമോ ഒന്നുമില്ലാത്ത, ജനിച്ച സമയത്ത് എത്രത്തോളം നല്ല ഹൃദയമായിരുന്നു നമ്മൾക്കുണ്ടായിരുന്നത്, ആ ഒരു ഹൃദയത്തിലേക്ക് പ്രകാശിക്കുന്ന, കറകളില്ലാത്ത നല്ല ഒരു ഹൃദയത്തിലേക്ക് നമ്മൾ ആകർഷിക്കുകയാണ്. ആ ഹൃദയത്തിലേക്ക് നമ്മുടെ സൃഷ്ടാവിൽ നിന്നുള്ള വെളിച്ചം ആഴ്ന്നിറങ്ങുകയാണ്. നമ്മുടെ ശരീരത്തിൽ നമ്മൾക്ക് ആ ഒരു വെളിച്ചം ഫീൽ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓരോ നിമിഷത്തിലും നമ്മൾ നേർമാർഗത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്ന, നല്ല ഗൈഡൻസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നല്ല വ്യക്തിത്വത്തിന്, നല്ല ക്യാരക്ടറിന്, നല്ല സ്വഭാവ ഗുണമുള്ള ഒരു മനുഷ്യനായി ഒരുപാട് മനുഷ്യരുടെ ജീവിതത്തിലേക്ക് വെളിച്ചമാകാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു മനസ്ഥിതി
മൈൻഡ് സെറ്റ് നമ്മളിൽ ആയി നിറങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ഇന്ന് കിടന്നുറങ്ങിയ നിങ്ങളുടെ വീടിന്, നിങ്ങളുടെ താമസ സ്ഥലത്തിന് നിങ്ങൾ എൻ്റെ ജീവിതത്തിൽ എനിക്കുള്ള, നിങ്ങൾക്ക് ഓരോരുത്തർക്കുമുള്ള വിദ്യാഭ്യാസത്തിന് നിങ്ങൾ നന്ദി പറയുക. നിങ്ങൾ ചെയ്ത ജോലികൾ, ബിസിനസ്സുകൾ, എല്ലാത്തിനും നന്ദി പറയുക. നിങ്ങളുടെ വീട്ടിലെ വാഹനങ്ങൾക്ക് നന്ദി പറയുക. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് യാത്രകൾ ചെയ്യാൻ പറ്റും. ആ യാത്രകൾക്ക് ഞാൻ നന്ദി പറയുന്നു. ജീവിതത്തിൽ ഇത്രയും കാലത്തിനിടയിൽ ഇപ്പോൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതും ഉപയോഗിച്ചൊഴിവാക്കിയതുമായ എല്ലാ വസ്ത്രങ്ങൾക്കും, പാദരക്ഷകൾക്കും, മറ്റുള്ള ആക്സസറീസിനും, വാച്ച്, ഓർണമെന്റ്സ് തുടങ്ങിയ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾ നന്ദി പറയും. നമ്മൾ ഇപ്പോൾ നമ്മുടെ ചിന്തയിലേക്ക് കൊണ്ടുവന്ന എല്ലാ കാര്യങ്ങളും, ചെറിയ ശ്വസനം മുതൽ കുടിക്കാനുള്ള വെള്ളം മുതൽ ഭക്ഷണം മുതൽ മറ്റുള്ള എല്ലാ സൗകര്യങ്ങളും പല മനുഷ്യരുടെയും, ലക്ഷക്കണക്കിന് മനുഷ്യരുടെ സ്വപ്നങ്ങളാണ് നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത്, ജീവിതത്തിൽ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചിന്തിക്കുമ്പോൾ ഹൃദയം തുറന്ന്, ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങളുടെ സൃഷ്ടാവിലേക്ക് അറിയിക്കും. എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, സാമ്പത്തികമോ മാനസികമോ ശാരീരികമോ കുടുംബ പ്രശ്നങ്ങളോ എന്ത് തന്നെ പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ നിമിഷത്തിലും എൻ്റെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങൾ എനിക്ക് ഓരോ നിമിഷത്തിലും കിട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്ന് അറിയുമ്പോൾ, ആ ചെറിയ ഇല്ലായ്മയിലേക്ക് നോക്കുന്നതിന് പകരം ഉള്ളതിലേക്ക് നോക്കി തുടങ്ങുമ്പോൾ എൻ്റെ ജീവിതം തൃപ്തിയിലേക്ക്, സന്തോഷത്തിലേക്ക്, സമാധാനത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എനിക്ക് കാണാൻ പറ്റുന്നു. എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും പല മനുഷ്യരുടെയും സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്നതിലൂടെ ഞാൻ കൂടുതൽ സന്തോഷമുള്ളയാളാകുന്നു. എനിക്ക് എൻ്റെ ജീവിതത്തിൽ പരിപൂർണ തൃപ്തി അനുഭവപ്പെടുന്നു. മെല്ലെ നിങ്ങൾക്ക് തിരിച്ചു വരാം. ഒരു ദീർഘശ്വാസം എടുത്തുവിട്ട് ചെറു പുഞ്ചിരിയോടെ താങ്ക് യു എവരി വൺ. വേറെയും കുറച്ച് ആൾക്കാർ, പുതിയ ആൾക്കാരും ജോയിൻ ചെയ്തിട്ടുണ്ട്. നമ്മൾ ചെറിയൊരു മെഡിറ്റേഷൻ, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ആയിരുന്നു മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത്. നമ്മൾ നല്ലൊരു മാസത്തിലേക്ക് പോകുമ്പോൾ നമ്മളുടെ പ്രശ്നങ്ങളിലേക്ക് മാത്രം ചിന്ത കേന്ദ്രീകരിക്കുന്നതിന് പകരം നല്ല കാര്യങ്ങളിലേക്കും നമ്മുടെ ജീവിതത്തിലെ അനുഗ്രഹങ്ങളിലേക്കും ഒന്ന് ചിന്ത കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മെഡിറ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതിൽ ആദ്യമായിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ?
എന്തെങ്കിലും എക്സ്പീരിയൻസോ എന്തെങ്കിലും കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നോ, അല്ലെങ്കിൽ ഒരു അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു? മുർഷി യാസർ ആദ്യമായിട്ടായിരുന്നു അല്ലെ? നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റിയിരുന്നോ? ഒന്ന് വോയിസിൽ പറയാൻ പറ്റുമോ? എന്തെങ്കിലും എക്സ്പീരിയൻസോ എന്തെങ്കിലും ഫീൽ ചെയ്തോ? ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് പറഞ്ഞോളൂ, പറയാൻ ഓക്കെ ആണെങ്കിൽ. അടിപൊളിയായിരുന്നു ഇപ്പൊ സാർ. ഈ ലോകത്ത് തന്നെ വേറെ മാറി നിന്ന പോലെയാണ് തോന്നിയത്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഏതായാലും ഈ ഇങ്ങനെയുള്ള മെഡിറ്റേഷൻസ് എല്ലാ ദിവസവും ഫോളോ ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റട്ടെ. ആ ഒരു ഞാൻ ചിന്ത ഇൻസ്റ്റയിലാണ് സാറിന്റെ വീഡിയോ ആദ്യമായിട്ട് ഞാൻ കണ്ടത്. അങ്ങനെയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തിരുന്നു. ഓക്കെ, ഇപ്പൊ ഇന്ന് ഇങ്ങനെ ക്ലാസ് ഉണ്ട് എന്ന് പറഞ്ഞപ്പോ വളരെ സന്തോഷം. ഓക്കെ, താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. വേറെ ആരെങ്കിലും എന്തെങ്കിലും പറയണ്ടോ? മൊയ്തീൻ സാർ, നിങ്ങൾ ആദ്യമായിട്ടാണോ മെഡിറ്റേഷൻ, അല്ലെ സാറിന് ചെയ്യാറുണ്ടോ? ഹലോ, നമസ്കാരം. സാർ പറഞ്ഞോളൂ. ഞാൻ സാധാരണ ചെയ്യാറുണ്ട്, ഉണ്ട് അല്ലേ? ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ, താങ്ക് യു സാർ, താങ്ക് യു സോ മച്ച്. ഏതായാലും ഇന്ന് വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഫീഡ്ബാക്ക് ഉണ്ടോ? മെഡിറ്റേഷനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും ഇപ്പൊ പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, പിന്നെ കുറച്ച് ആളുകളൊക്കെ നമ്മൾ ഓൾറെഡി നമ്മളുടെ ആൾക്കാർ ഇവിടെ കാണുന്നുണ്ട്. ഷെമി മാമിനെയും ഖദീജ മാമിനെയും കുറച്ച് ആൾക്കാർ ഓൾറെഡി പരിചയമുള്ള ആളുകളെ ഇവിടെ കാണുന്നുണ്ട്. അതായത് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇന്ന് നമ്മൾ മെയിൻ ആയിട്ട് ഫോക്കസ് കൊടുത്തിരുന്നത് റമദാൻ അല്ലെങ്കിൽ പാപമോചനത്തിന്റെ ഒരു മാസമാണ്, അല്ലെങ്കിൽ നമ്മളുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു മാസത്തിലേക്കാണ് നമ്മൾ ഇനി ഇപ്പം ഈ നിമിഷം മുതൽ നമ്മൾ കിടക്കാൻ പോകുന്നത്. നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഈ ഒരുപാട് സമയം ഭക്ഷണം കഴിക്കാതെ ഇരിക്കുക എന്നുള്ള മാത്രമല്ല, നമ്മൾ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ്. ശരിക്കും ഇതിങ്ങനെ പറഞ്ഞ സമയത്തെ ഞാൻ ഒരു ചെറിയൊരു കഥയിൽ തുടങ്ങാം. ഞാൻ ഒരു സ്ഥലത്ത് കേട്ടൊരു കഥയാണ്. എന്താ സംഭവം എന്ന് വെച്ചാല്, ഒരിക്കലൊരു റിപ്പോർട്ടർ, ന്യൂസ് ചാനലിലൊക്കെ റിപ്പോർട്ടർ ഒരിക്കലും ഗാസയിൽ പോകണ്ടായി, ഫലസ്തീനിൽ ഗാസയിൽ പോകണ്ടായി. അപ്പൊ അവിടെ പോയ സമയത്ത് റമദാന്റെ ടൈമിലായിരുന്നു പോയത്. റമദാന്റെ ടൈമിൽ പോയ സമയത്ത് അവരിങ്ങനെ കാണാണ്, അവിടെയുള്ള ആളുകൾ ഓൾറെഡി ഒരു ഭക്ഷണവും വെള്ളവും ഒരു വീടൊക്കെ നശിച്ച് ചെറിയ കുടിലൊക്കെ താമസിക്കുന്നത്. അപ്പൊ അവരും ഇപ്പൊ നോമ്പിനെ കുറിച്ച് ചോദിച്ച സമയത്ത് ഞാൻ നോമ്പ് എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു അവര്, ആ വീട്ടിലെ ലേഡി. ഇതുവരെ ലേഡി തന്നെയാണ് റിപ്പോർട്ടർ. അപ്പം ഞാൻ നോമ്പെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പം റിപ്പോർട്ടർ ചോദിച്ചു, നിങ്ങൾക്ക് ഭക്ഷണവും കാര്യങ്ങളും, നിങ്ങളെ ഫ്രിഡ്ജൊക്കെ ഫുള്ളാണോ? നിങ്ങൾ എന്തിനാ ഓൾറെഡി നിങ്ങൾ എല്ലാ സമയത്തും ഭക്ഷണം ഇല്ലാതെ നടക്കുന്ന ആളാണ്, അപ്പൊ വീണ്ടും നിങ്ങൾ എന്തിനാണ് ഇങ്ങനത്തെ ഒരു സമയത്ത് നോമ്പും കൂടെ എടുക്കുന്നത് എന്നുള്ള രീതിയിൽ സംസാരിച്ച സമയത്ത് അവര് പറഞ്ഞത് എന്താ അറിയോ? ഞങ്ങളെക്കാട്ടിലും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മനുഷ്യന്മാർ ഈ ലോകത്ത് ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾക്ക് ഇപ്പം ഒരു തുള്ളി വെള്ളമെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അതുപോലും കിട്ടാത്ത മനുഷ്യന്മാർ ഈ ലോകത്തുള്ള സമയത്ത് ആ ഒരു വിശപ്പിന്റെ കാഠിന്യം കൂടെ ഞങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനും നമ്മളുടെ പടച്ചോൻ നമ്മളെ പരീക്ഷിക്കുകയാണ് എന്നുള്ള ആ ഒരു ചിന്ത, ഏത് പരീക്ഷണങ്ങളിലും നമ്മൾക്ക് ഫർളായിട്ടുള്ള കാര്യങ്ങൾ അപ്പോഴും ആ വാല്യൂസ് അല്ലെങ്കിൽ ആ ഈമാൻ ഫോളോ ചെയ്ത് തന്നെ മുന്നോട്ട് പോകും എന്നുള്ള ആ ഒരു ചിന്താഗതിയായിരുന്നു അവിടെ ആ റിപ്പോർട്ടറോട് അവിടെ ഉണ്ടായിരുന്ന ഒരു ആള് ഷെയർ ചെയ്തിരുന്നത്. മീൻസ് അവിടുത്തെ ഒരു ലേഡി ഷെയർ. അപ്പൊ നമ്മളൊക്കെ നമ്മൾക്ക് അറിയാം എന്ത്, നോമ്പിന്റെ ആ സമയം കഴിഞ്ഞാൽ ആവശ്യമുള്ള അത്ര ഭക്ഷണം കഴിക്കാൻ മാത്രം ഒരുവിധം ആളുകളുടെ വീട്ടിലൊക്കെ ആ ഒരു നല്ല രീതിയിൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉള്ള ആളുകളായിരിക്കും. ചുരുക്കം ആൾക്കാർ മാത്രം ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ, ഞാൻ ഉദ്ദേശിച്ചു എല്ലാവരും ഭയങ്കര സെറ്റപ്പ് എന്നല്ല, എന്നാലും നമ്മൾക്ക് വയറ് നിറയ്ക്കാൻ മാത്രമുള്ള ഒരു ഭക്ഷണം എങ്ങനെങ്കിലുമൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോ ഈ ഒരു കേസിൽ നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുകയാണ്. നമ്മളുടെ നീയത്താണ് ഫസ്റ്റ് ഓഫ് ഓൾ ഇമ്പോർട്ടന്റ്. എല്ലാവർക്കും അറിയില്ല, ഇന്നമല്ല അമാല ബിൻ നിയ്യ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എന്ത് നീയത്തോട് കൂടിയിട്ടാണോ നമ്മൾ ആ നോമ്പിലേക്ക് കിടക്കുന്നത്, നമ്മൾ ആ ഒരു നോമ്പിന്റെ മാസം മാത്രം നന്നാവുക എന്നൊരു ചിന്താഗതിയോട് കൂടിയിട്ടാണോ, അല്ലെങ്കിൽ ആ നോമ്പ് കഴിയുന്നോട് കൂടിയിട്ട് ഈ മാസം അവസാനിക്കുന്നോട് കൂടിയിട്ട് ഞാൻ പുതിയൊരു മനുഷ്യനായിട്ട് മാറാൻ പോവുകയാണോ? അത് ഇപ്പം ചില ആളുകൾ കാണാം, അപ്പോ നോമ്പായി കഴിഞ്ഞാലൊക്കെ
പള്ളിയിൽ പോവുക, ആ സമയത്ത് മാത്രം പള്ളിയിൽ പോവുക, അല്ലെങ്കിൽ ഇപ്പം ഹിജാബ് ഒക്കെ കാര്യം ഒന്നും കൂടെ പ്രോപ്പർ ആക്കുന്നതൊക്കെ കാണാം. അപ്പൊ ചില ആൾക്കാർ കളിയാക്കുന്നത് കാണാം. അപ്പം അങ്ങനെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, അങ്ങനെ ഒരിക്കലും ഒരു മനുഷ്യനെ നമ്മൾ കളിയാക്കാൻ പാടില്ല. നമ്മളിപ്പം അല്ലാത്ത സമയത്തും നല്ല രീതിയിൽ നടക്കുന്ന മനുഷ്യരാണെങ്കിൽ പോലും നമ്മളെ ഉള്ളില് എവിടെങ്കിലും ഒരു ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവം ഉള്ളിൽ വന്നു കഴിഞ്ഞാണ്ടല്ലോ, ഞാൻ അവനെക്കാട്ടിലും ഉഷാറാണ്. അതുകൊണ്ടാണല്ലോ അപ്പം നമ്മളുടെ ഉള്ളിൽ തോന്നുകയാണ് എന്ത്, ഞാൻ ഓൾറെഡി എല്ലാ സമയത്തും പള്ളിയിലൊക്കെ പോണ ആളാണ്, അല്ലെ ഞാൻ എല്ലാ സമയത്തും ഹിജാബ് ഇടുന്ന ആളാണ്. അപ്പൊ ഇവരിപ്പം നോമ്പിന് മാത്രം വന്ന് ഹിജാബ് ഇടുന്നത് കൊണ്ട് അവരെ ഒരു കുറഞ്ഞ രീതിയിൽ ദീനിന്റെ കാര്യത്തിൽ, അല്ലെ നമ്മളുടെ റിലീജിയസ് തോട്ട്സ് പ്രകാരം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാണ്ടല്ലോ, നമ്മളുടെ എന്തൊക്കെ അമലുകൾ നമ്മൾ ചെയ്തിട്ടുണ്ടോ, മീൻസ് അവരെ നമ്മൾ ക്രിട്ടിസൈസ് ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട എന്ത് അമലുകൾ നമ്മൾ ചെയ്തു, അതിന്റെ ഒക്കെ കൂലി നേരെ ട്രാൻസ്ഫർ ആയിട്ട് പോവുക ചെയ്യാം. നമ്മൾക്ക് ഒരിക്കൽ പോലും ജഡ്ജ്മെന്റ് എന്ന് പറഞ്ഞ സംഭവത്തിന് ഒരു അധികാരവും പടച്ചോൻ തന്നിട്ടില്ല. ഇറ്റ്സ് ഓൺലി ഇൻ ദ ഹാൻഡ്സ് ഓഫ് അവർ ക്രിയേറ്റർ, അവർ സൃഷ്ടാവ്. അതെപ്പോഴും മൈൻഡിൽ വെക്കുക. പിന്നെ ഒരു കാര്യം, ഫോർഗിവ്നെസിന്റെ മാസമാണ് അല്ലെങ്കിൽ ഇത് പാപമോചനത്തിന്റെ മാസമാണെന്നൊക്കെ നമുക്കറിയാം. നമ്മൾ എന്നിട്ട് നല്ല രീതിയിൽ ഇപ്പം നമുക്ക് ഈ ദിക്കറുകളും കാര്യങ്ങളൊക്കെ ആദ്യത്തെ പത്തില് അള്ളാഹുമ്മ റഹംനി യാ അർഹമർ റഹീമീൻ എന്ന് പറഞ്ഞ നമ്മുടെ പാപമോചനത്തിന് പാട്ട്, രണ്ടാമത്തിൽ അള്ളാഹുമ്മ ഇഗ്ഫിർലി ദുനൂബി യാ റബ്ബൽ ആലമീൻ, മൂന്നാമത്തതിൽ അള്ളാഹുമ്മ ഇന്നക അഫ്വൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി. കാര്യങ്ങളൊക്കെ നമ്മൾ ചൊല്ലുന്നൊക്കെ ഉണ്ടാവും, എല്ലാ കറക്റ്റ് സമയത്തൊക്കെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ചെല്ലുന്നൊക്കെ ഉണ്ടെങ്കിൽ പോലും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ അറിയോ, നമ്മൾക്ക് പടച്ചോനെ പുറത്തു തരണമെങ്കിൽ നമ്മൾ ആദ്യം പുറത്തു കൊടുത്തിട്ടുണ്ടോ എന്ന് ആലോചിക്കാം. നമ്മളെ മനസ്സിൽ ഇപ്പോഴും പല മനുഷ്യന്മാരോടും ദേഷ്യമോ വിദ്വേഷമോ പകയോ അസൂയയോ അങ്ങനെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഫീലിംഗ് നമ്മൾ ഇപ്പോഴും നമ്മളുടെ ഹൃദയത്തിൽ വെച്ചുകൊണ്ടാണ് നമ്മൾ പടച്ചവനോട് പ്രാർത്ഥിക്കുന്നതെങ്കിൽ, എൻ്റെ പാപങ്ങൾ പുറത്തു തരണമെന്ന് പറയുമ്പോൾ ആദ്യം നമ്മളുടെ ഉള്ളിൽ പാപങ്ങൾ പൊറുക്കപ്പെടിക്കേണ്ടതായിട്ടുള്ളതും പുറത്ത് കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ആദ്യം ക്ലിയർ ചെയ്യണം. അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്നറിയോ, പടച്ചവൻ പറയുന്നുണ്ട് എന്ത് തെറ്റ് ചെയ്താലും ഇങ്ങോട്ട് പോരി, ഞാൻ പുറത്തുതരാം, ഞാൻ പുറത്തു തരാണ് നമ്മളുടെ സൃഷ്ടാവ് നമുക്ക് വാക്ക് തന്നിട്ടുള്ളപ്പോൾ നമ്മളുടെ ഉള്ളിലെ പാപങ്ങൾ പുറത്തു കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത് അറിയോ, നമ്മൾ ഓട്ടോമാറ്റിക്കലി പടച്ചോനെക്കാട്ട് മുകളിലേക്ക് ചിന്ത പോണ്. നമ്മളുടെ ഈഗോ എന്ന് പറഞ്ഞ സാധനം, അതാണല്ലോ ഈ അഹങ്കാരം. ഒരു അണുമണി തൂക്കം അഹങ്കാരം അല്ലെങ്കിൽ കിബിർ മനസ്സിലുള്ളവൻ എവിടേക്ക് പോകൂല, സ്വർഗത്തിൽ അല്ലെങ്കിൽ ഹെവനിലേക്ക് എത്തൂല എന്നുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോ നമ്മൾ പുറത്ത് ആരോടെങ്കിലും ഇപ്പോഴും ദേഷ്യവും വിദ്വേഷവും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകൾ ആരെങ്കിലും ചിലപ്പോൾ നമ്മളെ പലരെ മുന്നിലിട്ട് കളിയാക്കിയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവും. ഈയൊക്കെ എന്തിനു പറ്റടാ, എന്നെ കൊണ്ടൊന്നും നടക്കുമോ, അങ്ങനെ ഇൻസൾട്ട് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരോടൊക്കെ നമ്മളുടെ ഉള്ളിലുണ്ടാവും ചിലപ്പോൾ അവന്റെ ഒക്കെ മുന്നിൽ കൂടെ ഞാനൊന്ന് സക്സസ്ഫുൾ ആയിട്ട് കാണിച്ചു കൊടുക്കും. ഓന്റെ മുന്നിൽ കൂടെ ഞാൻ റോൾസ് റോയ്സിൽ വന്ന് ഇറങ്ങും, അല്ലെ റേഞ്ച് റോവറിൽ വന്ന് ഇറങ്ങും, അല്ലെങ്കിൽ ആ സെറ്റപ്പിലേക്ക് ഞാൻ എത്തുന്നൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവും. അങ്ങനെ ചിന്തിക്കുന്നതിന് പകരം നമ്മൾ ആരെയും കാണിക്കാൻ വേണ്ടിയിട്ടല്ല, അങ്ങനത്തെ ഒരു റിവെഞ്ചോട് കൂടിയിട്ട് നമ്മൾ ഏത് സക്സസിൽ എത്തിയാലും എന്താ സംഭവിക്കുക അറിയോ, ആ ലെവൽ എത്തിക്കഴിഞ്ഞാൽ പോലും നമ്മൾ വിചാരിക്കും ആ ഒരു കാണിച്ചു കൊടുക്കുന്നതോട് കൂടിയിട്ട് നമുക്ക് സന്തോഷവും സമാധാനം കിട്ടും. പക്ഷെ അവിടെയും നമുക്ക് സന്തോഷവും സമാധാനം എന്ന് പറഞ്ഞ സംഭവം കിട്ടൂല. എന്ത് വലിയ അച്ചീവ്മെന്റിലേക്ക് എത്തിപ്പെടാൻ പറ്റിയാൽ പോലും നമ്മൾ അപ്പോഴും പിന്നെയും തേടും, ഇതല്ലല്ലോ, ഈ കാറല്ലല്ലോ എൻ്റെ ഹാപ്പിനെസ്, ഇത് നേടിക്കഴിഞ്ഞപ്പോഴും എനിക്ക് ചിലപ്പോൾ കുറച്ച് സമയം ഒരു സന്തോഷമൊക്കെ ഉണ്ടാവും, ആ ഒരു ആഗ്രഹം നേടിയെടുത്തത്. പക്ഷെ ഇത് തന്നെയാണോ എൻ്റെ എയിം, എൻ്റെ ഗോള്? ഇപ്പൊ ഈ ഗോള് കിട്ടിയപ്പോഴും എനിക്ക് ആ ഒരു ഉള്ളിൽ സന്തോഷം വരുന്നില്ലല്ലോ. മീൻസ് നമ്മൾക്കറിയാം, നമ്മൾക്ക് ഈ സമാധാനം എന്ന് പറഞ്ഞ സംഭവം കിട്ടണമെങ്കിൽ ഒറ്റൊരു കാര്യമാണ്, നമ്മളുടെ മൈൻഡിൽ എപ്പോഴും നമ്മളുടെ ക്രിയേറ്ററിലേക്കുള്ള ഒരു ചിന്ത എല്ലാ സമയത്തും വേണം. ഏത് ലെവലിലേക്ക് എത്തിപ്പെട്ടാലും നമ്മൾ ഈ ലോകത്തേക്കല്ല. ഇപ്പം ഫോർഗീവ്നെസ്സിന് തേടുക എന്ന് പറയുന്നതും നമ്മൾ ഈ ലോകത്തിൽ വലിയ സക്സസ്ഫുൾ ആയിട്ട് കാണാൻ വേണ്ടിയിട്ടല്ല. ചിലപ്പോൾ ഇവിടെ നമുക്കൊന്നും നേടിയെടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ പോലും ഇയർ ആഫ്റ്റർ അല്ലെങ്കിൽ ദുനിയാവിന് ശേഷമുള്ള ഒരു ജീവിതം ഉണ്ടല്ലോ, ആ ജീവിതത്തിലേക്ക് ഫോക്കസ് ചെയ്ത് പോകുന്ന ആൾക്കാരാണെങ്കിൽ അവർക്ക് ഇവിടുത്തെ എന്ത് തന്നെ കിട്ടിക്കഴിഞ്ഞാലും അവർക്ക് എന്താ തോന്നുക, ഒരു സന്തോഷം, ഉള്ളിലൊരു സന്തോഷമൊക്കെ ഉണ്ടായേക്കാം. പക്ഷെ ഞാൻ പറയുന്നത്
അതായിരിക്കില്ല അവളുടെ മെയിൻ ഗോൾ ഉണ്ടാവുക. എന്ത് തന്നെ പ്രവർത്തനങ്ങൾ അവൾ ജീവിതത്തിൽ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്താ ഉണ്ടാവുക, ഇവിടെ അല്ല, ഇവിടെ ഇപ്പൊ ഞാൻ എന്നെപ്പോ ആര് പൊക്കി പറഞ്ഞിട്ടും കാര്യമില്ല, ഞാനല്ല അത് പറയുന്നത്, ഞാൻ വെറും സീറോ ആണ്. ആ സീറോ നമ്മളുടെ മനസ്സിൽ നമ്മൾ സീറോ ആവുമ്പം ഓട്ടോമാറ്റിക്കലി അവിടേക്കുള്ള റാങ്ക് മീൻസ് അവിടേക്കുള്ള റാങ്ക് കൂടെ എങ്ങനെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കിബിർ എന്ന് പറഞ്ഞ സംഭവം ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചെറുതായി ചെറുതായി പോകും. അപ്പൊ നമ്മൾ കിബിർ കുറയുമ്പോൾ കുറഞ്ഞു വരുമ്പോ എന്താ സംഭവിക്കുക, നമ്മളുടെ റാങ്ക് അവിടേക്കുള്ള ഹിയറാഫ്റ്ററിലേക്കുള്ള റാങ്ക് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വർദ്ധിച്ചു. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്, മനസ്സിൽ ആവശ്യമില്ലാത്ത വിദ്വേഷവും ദേഷ്യവും അഹങ്കാരവും അസൂയയും അത്യാർത്തിയും തുടങ്ങിയിട്ടുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ലൈഫിൽ നിന്ന് ഒഴിവാക്കണം എന്ന് പറയുന്നത്. അത് ഞാൻ ജസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്ത് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാവർക്കും അറിയുന്ന, ഇപ്പൊ ആർക്കും അറിയാത്ത കാര്യങ്ങളൊന്നും അല്ല, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷെ ഒന്ന് റിമൈൻഡർ കൊടുക്കുക എന്ന് മാത്രം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, നമ്മൾക്ക് എല്ലാവർക്കും ഇപ്പം ഒരുപാട് ഇപ്പം കത്ത് ഓതി തീർക്കണം, മീൻസ് ഖുറാൻ ഫുള്ളൊക്കെ ഓതി തീർക്കണം നോമ്പിൽ എന്നൊക്കെയുള്ള ഇന്റൻഷൻ ഒക്കെ ഉണ്ടാവും. അതൊക്കെ ബ്രേക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഹാബിറ്റ് എന്താണെന്നറിയോ, സോഷ്യൽ മീഡിയ. നമ്മളുടെ ഭക്ഷണവും വെള്ളവും ഒക്കെ വർജിക്കുന്നതിന്റെ കൂടെ സോഷ്യൽ മീഡിയ ഫാസ്റ്റിങ്ങും കൂടെ നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു കാര്യവും നടത്തും. ചിലപ്പോൾ നമ്മൾ പട്ടിണി കിടക്കും, 30 ദിവസം പട്ടിണി കിടന്നിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഒന്നും നമുക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റൂല. ഞാനും സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന ആളാണ്, പക്ഷെ നോമ്പാകുമ്പോൾ കുറച്ചൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്ത് നമ്മൾ അതിന് കറക്റ്റ് ഒരു ചെറിയൊരു ടൈം മാത്രം കണ്ടെത്തി അതിനനുസരിച്ച് നീങ്ങിയിട്ടില്ലെങ്കിൽ ഖുറാനോത്ത് നടക്കൂല, നിസ്കാരം നടക്കൂല, തറാവി നടക്കൂല, ഒരു പരിപാടി നടക്കൂല. തഹജ്ജുദ് ഖിയാമുൽ ഒരു പരിപാടിക്ക് നമുക്ക് ടൈമും ഉണ്ടാവില്ല, നമ്മൾക്ക് മനസ്സും വരൂല. ഇപ്പം അഥവാ ഇപ്പം നിസ്കാരത്തിന് ടൈം ആയാൽ പോലും പള്ളിയിലേക്ക് പോകുന്നതിന്റെ മുന്നേ ഇപ്പൊ നമ്മളിങ്ങനെ ജസ്റ്റ് ഫോണൊന്നും ഇങ്ങനെ എടുത്തു കഴിഞ്ഞാണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിലങ്ങ് എൻഗേജ്ഡ് ആയി പോകും. എന്താ സംഭവം എന്ന് പറയുക, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞത് ഇബിലീസിന്റെ ഏറ്റവും ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റ് വന്നിട്ടുള്ള ഒരു ടൂളാണ്. അത് നിങ്ങൾ മൈൻഡിൽ വെക്കുക. നിങ്ങൾ അതിലേക്ക് അഡിക്റ്റഡ് ആയി പോകുന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ അണ്ടർ ദ കൺട്രോൾ ഓഫ് ഷൈത്താൻ, ദ ഇബ്ലീസ്. അത് മനസ്സിലാക്കുക. നിങ്ങൾ അതിന്റെ കൺട്രോൾ, നിങ്ങൾ ഇപ്പം നമ്മൾക്കറിയാം പ്രാർത്ഥനന്റെ ഇപ്പം ബാങ്ക് കൊടുത്താൽ പള്ളിയിലേക്ക് പോകും, ആണുങ്ങളാണെങ്കിൽ പള്ളിയിലേക്ക് പോകും, അല്ലെങ്കിൽ ലേഡീസ് ആണെങ്കിൽ കൈ നോക്കും പെട്ടെന്ന് നിസ്കാരത്തിലേക്ക് പോവാന്നുള്ളതാണ്. ഇപ്പം ഈ ശാരീരിക ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ നിസ്കാരത്തിലേക്ക് പോകാനാണ് നമ്മൾ കഴിയുന്നപ്പോൾ അടുത്ത നിമിഷം, ഇപ്പം ഞാൻ ഈ നിമിഷം എന്ന് പറഞ്ഞതിന്റെ അടുത്ത നിമിഷം ഞാൻ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. അത് മീൻസ് 8:37 ഞാനിപ്പോ ഇവിടെ ഉണ്ട്, 8:38 ഞാനിപ്പോ ഇവിടെ നിലത്ത് കിടക്കുകയാണോ അല്ലെ എന്റെ മുകളിൽ നിന്നോ വന്ന് വിൽക്കുമോ ഒന്നും എനിക്ക് അറിയില്ല. അപ്പോ നമ്മളിങ്ങനെ ചില ആൾക്കാർ ചെയ്യുന്നത് കാണാം, ളുഹുറും അസുറും ഒക്കെ അടുപ്പിച്ച് കൊണ്ടുപോയിട്ട് ഇങ്ങനെ അസറിന്റെ സമയത്തേക്ക് അടുപ്പിച്ചിട്ട് ഒരു ഓത് എടുത്താൽ മതിയല്ലോ, എന്നിട്ട് ളുഹുറ് നിസ്കരിച്ചിട്ട് അസറും കൂടി നിസ്കരിക്കും. ഒരു 10 മിനിറ്റ് പ്രശ്നമല്ലേ ഉള്ളൂ, ഓരോ ഒതൂല് കാര്യങ്ങൾ നടക്കും. അങ്ങനെ ഡിലേഡ് ആയിട്ട് കൊണ്ടുപോകുന്നതിന് പകരം കഴിയുന്നോ പെട്ടെന്ന് തന്നെ നിസ്കാരവും കാര്യങ്ങളൊക്കെ ഒന്ന് ആ ഒരു ടൈമിൽ ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലെ സോഷ്യൽ മീഡിയ ഒന്ന് ആ ഒരു ഡീറ്റോക്സ്, അല്ലെങ്കിൽ അത് സോഷ്യൽ മീഡിയന്റെ ഫാസ്റ്റിങ്, ഈ ഒരു ഇന്റൻഷൻ മാത്രം വെച്ച് കിട്ടിയാൽ മതി. ഈ നോമ്പ് എന്ന് പറഞ്ഞാല് നമ്മളുടെ ഭക്ഷണവും വെള്ളവും മാത്രമല്ല, നമ്മൾ സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ് കൂടെ ഈ പ്രാവശ്യത്തെ നോമ്പിൽ നമ്മൾ ശ്രദ്ധിക്കും എന്നുള്ള ഒരു സംഭവം നമ്മൾ മൈൻഡിൽ വെച്ച് കഴിഞ്ഞാണ്ടല്ലോ ഒരുപാട് അമലുകളും ഒരുപാട് കാര്യങ്ങളും ആക്ടിവിറ്റീസ് നമുക്ക്. കാരണം എന്താ, നമ്മൾ 1 രൂപ ചാരിറ്റി കൊടുക്കുകയാണെങ്കിൽ 70 ഇരട്ടിയാണ് കൂലി. മീൻസ് 70 ഇരട്ടി 1 രൂപക്ക് കിട്ടുന്ന 1000 റുപ്യ എടുത്താല് 70,000 ഇതേപോലെ നമുക്ക് എന്ത് അമലുകൾ ചെയ്യുമ്പോഴും അത്രയും ഇരട്ടി അത്രയും 70 ടൈംസ് ഒക്കെ ബെനിഫിറ്റ്സ് ആണ് ഓരോന്നിനും കിട്ടുന്നത്. അപ്പോ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാല് ഇന്റൻഷനലി ട്ടോ, നമ്പർ അല്ല, 33 പ്രാവശ്യം നമ്മൾ ഓരോ നിസ്കാരത്തിന് ശേഷവും സുബ്ഹാനല്ലാഹ് അൽഹംദുലില്ലാഹ് അല്ലാഹു അക്ബറും അസ്തഗ്ഫിറുല്ലാഹ് 100 പ്രാവശ്യം നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത് എന്തിനു പറയുന്നു എന്നുള്ള ഇന്റൻഷനോട് കൂടിയിട്ട് അൽഹംദുലില്ലാഹ് ഒക്കെ പറയുമ്പോൾ അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ പറയാൻ പറ്റണം. ദാറ്റ് മീൻസ് അൽഹംദുലില്ലാഹ് 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 മറ്റേ ഇതുണ്ടല്ലോ കൗണ്ടർ വെച്ചിട്ട് ഇങ്ങനെ അൽഹംദുലില്ലാഹ് അങ്ങനെ പോണതിന് പകരം ഒന്ന് നമ്മൾ എന്താണ് പറയുന്നത്. ഇപ്പൊ നിസ്കാരത്തിലാണെങ്കിലും ഈ ഒരു ഇതിൽ ഞാൻ കേട്ടിരിക്കുന്നത്, ഇപ്പം നമ്മൾ പല സമയത്തും നിസ്കരിക്കുന്ന സമയത്ത് അറിയാണ്ട് നമ്മളെ ചിന്തകൾ വേറെ എവിടേക്കോ, നമ്മളെ ഹൃദയം നിസ്കാരത്തിൽ ഉണ്ടാവില്ല, ഹൃദയം എവിടെയോ ആയിരിക്കും,
ഏതോ നാട്ടിലോ ഏതോ കടത്തിന് കാര്യങ്ങളോ കുടുംബക്കാരെ പ്രശ്നങ്ങളോ നാട്ടിലെ പ്രശ്നങ്ങളോ എന്തിലോ ആയിരിക്കും. അപ്പൊ ശരിക്കും പടച്ചോൻ നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് പോലും. അലൈഹിസ്ലാം ഒരു ഹദീസിൽ വായിച്ചാണ്, നിങ്ങൾ എന്തിലേക്കാണ് എന്നേക്കാൾ കൂടുതൽ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? മീൻസ് ഞാന് ഇപ്പൊ നിസ്കാരം എന്ന് പറഞ്ഞാൽ നമ്മൾ പടച്ചോന്റെ മുന്നിലാണ് നിൽക്കണത്. പടച്ചോൻ നമ്മളെ മുന്നിലുണ്ട് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ നിസ്കരിക്കുന്നത്. നമ്മൾ പടച്ചോനോട് സംസാരിക്കുകയാണ് എല്ലാ കാര്യങ്ങളും. നമ്മുടെ ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, എന്നെ നേർമാർഗത്തിലാക്കി തരണം. നമ്മൾ തുടങ്ങുന്ന തന്നെ എവിടാ? അൽഹംദുലില്ലാ. ബിസ്മി കഴിഞ്ഞാല് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വജ്ജത്തോ കഴിഞ്ഞിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ സുന്നത്ത് നിസ്കാരം കുട്ടിയാ നിങ്ങള്. അപ്പൊ ബിസ്മി കഴിഞ്ഞാല് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറയുമ്പോ ശരീരം കൊണ്ട് തരിക്കണം. പടച്ചോനെ, ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദിയുണ്ട് പടച്ചോനെ, പറഞ്ഞാൽ തീരാത്ത അത്രയും. കണ്ണിന്റെ പവറിന് മാത്രം ഞാൻ നന്ദി പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിൽ തീരൂല. ഞാൻ എൻ്റെ ജനിച്ച സമയം തൊട്ട് മരിക്കുന്ന സമയം വരെ ഞാൻ അൽഹംദുലില്ലാ ഇന്റൻഷനലി പറഞ്ഞുകൊണ്ടിരുന്നാൽ പോലും എൻ്റെ കണ്ണിന് മാത്രമുള്ള പവറിനുള്ള അൽഹംദുലില്ലാ ആയിട്ട് തീരൂല. വേറൊന്നും ചെയ്യാണ്ട് അത് മാത്രം ചെയ്താൽ തന്നെ അത് ആ ലെവലിലേക്ക് എത്തൂല. കണ്ണിന്റെ മാത്രം ഇട്ടോ, ബാക്കി കുറേ ശരീരങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ആ രീതിയിൽ ഇപ്പൊ നിസ്കാരത്തിലാണെങ്കിലും ആ അർത്ഥം മനസ്സിലാക്കി. ഇപ്പൊ ഈ പ്രാവശ്യം ഖുർആൻ ഓതുന്ന സമയത്ത് നിങ്ങൾ പറ്റുമെങ്കിൽ ഖുർആൻ ഓതി തീർക്കുക എന്നുള്ള ഇന്റൻഷൻ വെക്കുന്നതിന് പകരം അർത്ഥം കൂടി ഒന്ന്, മലയാളത്തിലുള്ള അർത്ഥം ഇംഗ്ലീഷോ ഏത് ലാംഗ്വേജ് ആണോ നിങ്ങൾക്ക് ഒന്ന് കണക്ട് ആവാൻ പറ്റുന്നത്, ആ അർത്ഥം കൂടി ഒന്ന് വായിച്ചുകൊണ്ട് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വായിക്കുമ്പോൾ സർവ്വസ്തുതിയും സർവ്വരക്ഷിതാവായ അള്ളാഹുവിനാകുന്നു എന്നുള്ള രീതിയിൽ അതും കൂടി ഒന്ന് വായിച്ചിട്ട് ഇങ്ങനെ പോകാൻ പറ്റിക്കഴിഞ്ഞാണല്ലോ, ഒരുപാട് അറിവുകളല്ല, ഒരുപാട് തിരിച്ചറിവുകൾ കിട്ടും. ഒറ്റൊരു ഇപ്പം നമ്മൾ ബക്കറ സൂറത്തൊക്കെ കഴിയുമ്പോഴത്തേന്, ബക്കറ എന്ന് പറഞ്ഞാൽ പശു എന്നാണ് അതിന്റെ അർത്ഥം. മീൻസ് ആ ഒരു സൂറത്തൊക്കെ കഴിയുമ്പോഴേക്ക് തന്നെ നമ്മളെ ജീവിതത്തിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ പ്രശ്നങ്ങളുടെ ആൻസറൊക്കെ ഇങ്ങനെ വായിക്കാം. അതെന്തുകൊണ്ടാണെന്നറിയോ? ഖുറാൻ ഈസ് ദ ബുക്ക് ഓഫ് സയൻസ്. അടയാളങ്ങളുടെ പുസ്തകമാണ്. എന്ത് കാര്യം, ഹെൽത്ത്, വെൽത്ത്, റിലേഷൻഷിപ്പ്, സ്പിരിച്വാലിറ്റി തുടങ്ങി എല്ലാ ഡയമെൻഷനെയും കണക്ട് ചെയ്യുന്ന അടയാളങ്ങൾ ഫുള്ളില്ല. എല്ലാം ഫുൾ. ചില കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, ചില കാര്യങ്ങൾ ഹദീസിലാണ് ബാക്കിയുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന് ജീവിച്ച് കാണിച്ചു തന്ന സംഭവം ഉണ്ടല്ലോ, അതാണ് പിന്നീട് 23 വർഷത്തെ ആ ഒരു യാത്രയാണ് പിന്നെ ഖുറാനിൽ അത് എക്സ്പ്ലനേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോ അങ്ങനെ ആ അർത്ഥം പഠിച്ചുകൊണ്ട് ഖുറാൻ ഓതുക എന്നുള്ള, ഈ ഖുറാൻ തൊട്ടിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഭയങ്കര ഒരു ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് കാര്യങ്ങളാണ്. അതിലൊന്നാണ് എന്ത്? ഇപ്പൊ ലൈലത്തുൽ ഖദർ. ഖുറാൻ ഇറങ്ങിയിട്ടുള്ള നമ്മള് എന്താ ആ ഒരു നിമിഷത്തിലേക്ക് നമ്മളുടെ ചിന്ത പോകുന്ന സമയത്തുണ്ടല്ലോ, ഓട്ടോമാറ്റിക്കലി ഖുറാനെ വായിച്ച് അതിന്റെ അർത്ഥം മനസ്സിലാക്കി അത് ജീവിതത്തിൽ പുലർത്തുന്ന ഒരു ഹാബിറ്റ് നമ്മളുടെ ലൈഫിൽ ഓട്ടോമാറ്റിക്കലി വരാൻ തുടങ്ങും. ഇത് അർത്ഥം അറിഞ്ഞ് പഠിക്കുക എന്ന് പറയുന്ന സമയത്ത്. അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് ഇപ്പം ഈ കാലഘട്ടത്തിൽ ചിലപ്പോൾ ഹാഫിളുകൾ കുറെ ആൾക്കാരുണ്ട്. ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നല്ല കേട്ടോ, ഹാഫിളുകൾ തന്നെ ചില ആൾക്കാർ ചിലപ്പോൾ അതിന്റെ അർത്ഥം തികച്ചൊന്നും അറിഞ്ഞോളുന്നില്ല. പക്ഷെ ചില ആൾക്കാർ ചിലപ്പോൾ അറബിക് വാക്കുകൾ അറിയുന്നുണ്ടാവില്ല, പക്ഷെ അവർ ജീവിതത്തിൽ ഖുറാൻ ഫോളോ ചെയ്യുന്ന ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. രണ്ടും ഉള്ള ആൾക്കാരും ഉണ്ട് കേട്ടോ. അർത്ഥം അറിഞ്ഞുകൊണ്ട് അത് ഫോളോ ചെയ്ത് ജീവിക്കുന്ന ആൾക്കാരും ഉണ്ട്, അർത്ഥം അറിയാതെ ഹാഫിൾ ആവണം എന്ന രീതിയിൽ വാക്കുകൾ മാത്രം. അതിനും അത്രയും കൂടിയുള്ള കാര്യം കേട്ടോ. സ്വർഗത്തിലേക്ക് അത്രയും ഹയസ്റ്റ് റാങ്കുള്ള ആൾക്കാർ തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അർത്ഥം കൂടി അറിഞ്ഞ് പഠിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി എന്താ സംഭവിക്കുക? ആ മനുഷ്യന്മാരുടെ ജീവിതത്തിൽ ഒരു വെളിച്ചം ഉണ്ടാവും. ആ അർത്ഥം അറിഞ്ഞ് ജീവിക്കുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ആരെങ്കിലും വന്ന് തൊട്ടാണ്ടല്ലോ, ദാറ്റ് മീൻസ് ആ ആളുടെ ജീവിതത്തിലേക്ക് ആരെങ്കിലും കണക്ഷൻ കൊണ്ടുവന്നാൽ ആ ആളിലും കണക്ഷൻ കൊണ്ടുവന്ന ആളിലും എന്തൊക്കെയോ വെളിച്ചം ഇങ്ങനെ കാണാൻ പറ്റും. വളരെ ഞാനിപ്പോ ഏറ്റവും എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നൗമാൻ അലി ഖാൻ എന്ന് പറയുന്ന ആളുണ്ട്, ഒരു സ്കോളറാണ്. അയാളുടെ അയാളെ നാം പറയാൻ പറ്റില്ല, അത്രയും റെസ്പെക്ട് ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അത്രയും അറിവ് എന്ന് പറഞ്ഞാൽ ഒരു എന്താ ഖുറാനിലെ ഓരോ ആയത്തൊക്കെ മണിക്കൂറുകളോട് സംസാരിക്കും. മീൻസ് അത്രയും അറിവുണ്ട്. അതിന്റെ ഹിസ്റ്ററി എന്താണ്, ഏത് സമയത്താണ്, ഏത് സന്ദർഭത്തിലാണ് ആയത്ത് ഇറങ്ങിയിട്ടുള്ളത് എന്ന് തുടങ്ങിയിട്ട് എല്ലാ കാര്യങ്ങളും അറിയും. അവരുടെ ഒരു ബയ്യീന TV എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പ് ഉണ്ട്.
ആ ആപ്പ് കയറി കഴിഞ്ഞാൽ നമ്മൾ ഓരോ സൂറത്തിന്റെയും കറക്റ്റ് ദാറ്റ് മീൻസ് എന്താണോ അതിൽ ഖുറാനും ഹദീസും വെച്ച് ടച്ച് ചെയ്തിട്ട് അത് മൊത്തം പഠിച്ചിട്ട് ആളുടെ ഇപ്പം ഞാൻ ഉദ്ദേശിച്ച 100% കറക്റ്റ് ആയിട്ടൊന്നല്ല, എന്നാലും ഇപ്പം ജീവിച്ചിരിപ്പുള്ള ഈ സ്കോളേഴ്സ് ഉണ്ടല്ലോ അതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ആണ് ആള്. ഞാൻ മനസ്സിലാക്കി കൊടുത്തത് ഞാൻ ഒരുപാട് ആൾക്കാരോട് ഇങ്ങനെ ചോദിക്കാറുണ്ട് ഈ ആളെ കുറിച്ച്. അതേപോലെ ഇപ്പൊ ഏത് ഇതിൽ സെർച്ച് എഞ്ചിനിൽ പോയി നമ്മൾ ചെക്ക് ചെയ്താലും ആള് മനസ്സിലാക്കാൻ പറ്റൂ. ഇപ്പോഴത്തെ ജനറേഷനും കൂടെ ഞാൻ അവിടെ ടൈപ്പ് ചെയ്ത് തരാം. നൗമാൻ അലി ഖാൻ ഇതാണ് പേര്. TV ഇതാണ് ആളുടെ. യെസ്, ദ ബെസ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ലേണിംഗ് ഖുറാൻ. യെസ്, ആ ഖുറാനെ കറക്റ്റ് അർത്ഥം വരെ മനസ്സിലാക്കിയിട്ടാണ് ആള് പഠിപ്പിക്കുക. അത്രയും അടിപൊളിയായിട്ട് അത്രയും അറിവ് ശേഖരിച്ചിട്ടുള്ള മനുഷ്യനാണ്. അപ്പോ ആളുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കാൻ പറ്റുമെങ്കിൽ ഒന്ന് ഇപ്പം ഡ്രൈവിങ്ങിൽ ഇപ്പൊ ഇംഗ്ലീഷൊക്കെ ഓക്കെ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് കേൾക്കാൻ ശ്രമിക്കുക. അപ്പം നല്ല യൂസ്ഫുൾ ആണ്. നല്ല രീതിയിൽ നമുക്ക് ഒരുപാട് അറിവുകൾ ശേഖരിക്കാൻ പറ്റും. പിന്നെ അതേപോലെ ഇന്നത്തെ ഒരു പ്രത്യേകത ഉണ്ട്. ഇന്നിപ്പം നമ്മൾ അടുത്ത ദിവസം നോമ്പാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് നമുക്ക് ഓതാൻ പറ്റിയിട്ടുള്ള ഒരു സൂറത്താണ് അൽ ഫതഹ് എന്ന് പറയും. അൽ ഫതഹ് സൂറത്ത് ശരിക്കും എന്താ സംഭവം എന്നറിയോ? ദുനിയാവിലും ആഖിറത്തിലും വിജയം കിട്ടാനുള്ള സൂറത്താണ്. ഒരു 511 പേജിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അപ്പോ അത് ശരിക്കും ഡെയിലി ഒരു നമ്മളുടെ ഒരു യാസീനൊക്കെ ഓതും പോലെ ഒരു ഡെയിലി നമുക്ക് അത് ഓതാൻ പറ്റിക്കഴിഞ്ഞാൽ എന്ത് കാര്യത്തിൽ നമ്മൾ പോയി ഇൻവോൾവ് ആയാലും അതിൽ നമുക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് ഫീൽ ചെയ്യും. പടച്ചവന്റെ ഒരു സപ്പോർട്ട് നമ്മൾ എന്തെന്നെ ചെയ്താലും, നമ്മളിപ്പോ എവിടെ പോയി സംസാരിക്കായിക്കോട്ടെ, അല്ലെങ്കിൽ ആരോടെങ്കിലും പോയിട്ട് പെരുമാറായിക്കോട്ടെ, അല്ലെങ്കിൽ വേറെന്തെങ്കിലും ഒരു കാര്യം ചെയ്യായിക്കോട്ടെ, എല്ലാത്തിലും ഒരു ഗൈഡൻസ് ഇങ്ങനെ ഫീൽ ചെയ്യും നമുക്ക്. അൽ ഫതഹ് സൂറത്ത് ഭയങ്കര കണക്ഷൻ കിട്ടുന്ന സൂറത്താണ്. നമ്മൾ ആ ഒരു അർത്ഥം കൂടി മനസ്സിലാക്കിയിട്ട് ഇങ്ങനെ പഠിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഇതേപോലെ അൽ മുൽക്ക് സൂറത്ത് ശരിക്കും രാത്രി എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. മുൽക്ക് സൂറത്ത് ഓതിക്കഴിഞ്ഞാൽ നമ്മുടെ ഖബറിലെ ശിക്ഷകളിൽ നിന്ന് രക്ഷ കിട്ടുന്ന ഒരു സൂറത്താണ്. അതേപോലെ ദുഹാൻ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട്. ആ ദുഹാൻ എന്ന് പറഞ്ഞിട്ട് ആ സൂറത്തൊക്കെ ശരിക്കും രാത്രി കിടക്കുന്ന സമയത്ത് നമ്മൾ ഇശാക്ക് ശേഷമോ അല്ലെങ്കിൽ മഗ്‌രിബിന് ശേഷം അങ്ങനത്തെ സമയത്തൊക്കെ ഉറങ്ങുന്നതിന് മുന്നേ ഓതിക്കഴിഞ്ഞാൽ 70,000 മലക്കുകള് നമ്മളുടെ ചെറിയ പാപങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തു തരാൻ വേണ്ടി നമ്മൾ എണീക്കുന്നവരെ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും പോലും. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ അതിൽ സംശയം തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിട്ടോ. ഞാൻ മനസ്സിലാക്കിയിടത്തോളം അങ്ങനെയാണ്, ഇതിന്റെ വിശ്വാസപ്രകാരം അങ്ങനെയാണ്. ആ ദുഹാൻ എന്ന് പറയും. യാസീന്റെ ഒക്കെ കുറച്ച് മുന്നുള്ള സൂറത്താണ്. അല്ല 490 ചില്ല പേജിലാണ്, 493 അങ്ങനാണ്. ഞാൻ ഉദ്ദേശിച്ച സ്റ്റാൻഡേർഡ് ഖുറാന്റെ പേജ് നമ്പർ ആട്ടോ പറയുന്നത്. അപ്പൊ ഇതേപോലെ പിന്നെ നമ്മള് ഫോർഗീവ്നെസിനെ പറ്റി പറഞ്ഞ്, ചാരിറ്റിന്റെ പറഞ്ഞ്, സൂറത്തിന്റെ പറഞ്ഞ്, വേറൊരു കാര്യം, നമ്മൾ സാധാരണ പ്രാർത്ഥിക്കുന്നത് ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഭയങ്കര മറ്റേ മൊയ്ലിയാരോ അല്ലെങ്കിൽ ഭയങ്കര സ്കോളറുമായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്. എനിക്ക് അറിയുന്ന ഒരു കാര്യം റമദാൻ ആയതുകൊണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് മാത്രം കേട്ടോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആഡ് ഓൺ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറയാൻ പറ്റും. ഒരു കാര്യം കൂടെ പ്രത്യേകം മൈൻഡിൽ വെക്കേണ്ടത്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിൽ പോലും ഒന്നും കൂടെ പറയാണ്. നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാൻ ഭയങ്കര ഫാസ്റ്റ് ആക്കണമെങ്കിൽ ഒരു കാര്യം ചെയ്യാൻ പറ്റും. എന്തെന്നറിയോ? നമ്മൾ എന്താണോ നമ്മളുടെ ലൈഫിൽ ആഗ്രഹിക്കുന്നത് അതേ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന മറ്റുള്ള മനുഷ്യന്മാരുണ്ടാവും. ആ മറ്റൊരു മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹൃദയം നിറഞ്ഞ് പ്രാർത്ഥിക്കുക. അപ്പൊ ഇതൊരു ഷോർട്ട് ടേം ഒരു ടെക്നിക്കാണ് കേട്ടോ. ഞാൻ പറഞ്ഞുതരാം എന്താ സംഭവം. നമ്മളത് ഹൃദയം മീൻസ് നമ്മളിത് എന്തായാലും നടന്നു കിട്ടണം എന്നുള്ള ഇന്റൻഷൻ അല്ല, അവരത് പടച്ചോനെ ആ ബുദ്ധിമുട്ട് ഇവൻ അനുഭവിക്കുന്നുണ്ട്, അത് പടച്ചോനെ ഒന്ന് റെഡിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതൊന്ന് സോൾവ് ചെയ്ത് കൊടുക്കണം. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കണോ, നമ്മളുടെ നീയത്ത് കറക്റ്റ് ആണെങ്കിൽ ആ പ്രാർത്ഥനയുടെ സമയത്ത് തന്നെ മലക്കുകള് നമുക്ക് വേണ്ടി എന്താ പ്രാർത്ഥിക്കുക അറിയോ?
പടച്ചോനെ ഓന് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഓൻ അതിലും ഇരട്ടി കൊടുക്കണേ പടച്ചോനെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും. അപ്പൊ എന്താ സംഭവം? നമ്മളുടെ പ്രാർത്ഥന ആണോ മലക്കുകളുടെ പ്രാർത്ഥന ആണോ പടച്ചോൻ ആദ്യം കേൾക്കുക? ദാറ്റ് മീൻസ് പടച്ചോൻ സെലക്ട് ചെയ്തിട്ടുള്ള മലക്കുകളല്ലേ നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുള്ളൂ. മലക്കുകളുടെ പ്രാർത്ഥന ആകുമ്പോൾ നമ്മളുടെ പ്രാർത്ഥനയെക്കാട്ടും ഇമ്പോർട്ടൻസ് കിട്ടും അവിടെ. പടച്ചോന്റെ അടുത്ത് അങ്ങനെയല്ലേ വരിക? നമ്മളൊന്ന് ലോജിക്കലി ചിന്തിക്കാം. ലോജിക്ക് വലിയ പ്രവർത്തിക്കില്ല, എന്നാലും ഞാൻ പറയാണ്. അപ്പൊ എന്ത് ചെയ്യാ, മറ്റുള്ള മനുഷ്യന്മാരുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ശീലം, അതൊരു ഇപ്പം റമദാനിൽ മാത്രമല്ല, എന്താ സംഭവിക്കുക അറിയോ? റമദാനിൽ അങ്ങനെ പ്രാർത്ഥിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി 70 ഇരട്ടി ഉണ്ട്. അതിന്റെ മുകളിലേക്ക് ഈ മലക്കുകളെ പ്രാർത്ഥനയും കൂടി കയറുമ്പോ ×2 അടിക്കും അല്ലെ, ×3 അടിക്കും പിന്നെ വേറെ. അപ്പൊ അങ്ങനെ ചിന്തിച്ചു കഴിയുമ്പോൾ കിട്ടിയൊരു ഐഡിയ കേട്ടോ. അതൊരു ഐഡിയ ആയിട്ടല്ല, നിങ്ങൾ ആ നീയത്തോട് കൂടിയിട്ട് മറ്റുള്ള മനുഷ്യന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മളിപ്പോ സോഷ്യൽ മീഡിയനെ കൺട്രോൾ ചെയ്യുക, സോഷ്യൽ മീഡിയ ഫാസ്റ്റിംഗ് കൂടെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ പ്രേ ഫോർ അതേഴ്സ് എന്നുള്ള സംഭവം കൂടെ ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത്. പിന്നെ അതേപോലെ നമ്മൾ ശരിക്കും ആദ്യം നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി സംസാരിച്ചല്ലോ. അപ്പോൾ നമുക്ക് ഇപ്പൊ ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറയുന്ന സമയത്ത് നമ്മളുടെ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തന്നിട്ടുള്ള ഒരു കാര്യമാണ്. ഒരു ഹദീസ് നമ്മൾ വായിച്ചിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയൊക്കെ കാല് ഈ നീര് കെട്ടിയാൽ പോലും നിസ്കാരം നിർത്താണ്ട് പിന്നെയും നിസ്കരിക്കുക ചെയ്യാം. മീൻസ് ചില സൂറത്തുകളൊക്കെ ഫുള്ള് ഓതി തീർക്കും. ചിലപ്പോൾ ഒരു ഖുറാന്റെ ഒരു ജുസോ ഓതി തീർക്കുന്ന രീതിയിലൊക്കെ നിന്നിട്ട് അത് നിസ്കരിക്കുക ചെയ്യും. അപ്പോ ഒരു ചോദ്യം നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവും. വൈഫ് ചോദിക്കുന്ന സമയത്ത് പറഞ്ഞൊരു കാര്യം എന്താ പറഞ്ഞത്? അത് ആരാ നിസ്കരിക്കുന്നത് നോക്കണേ, കഴിഞ്ഞ കാലഘട്ടത്തിലുള്ള പാപങ്ങളും വരാൻ പോകുന്ന പാപങ്ങളും, ദാറ്റ് മീൻസ് ഫ്യൂച്ചറിലെയും ഫ്യൂച്ചറിലെയും പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടുള്ള, സ്വർഗം ഉറപ്പിച്ചിട്ടുള്ള ഒരാളാ പറയുന്നത്. എന്തെന്നറിയോ? ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേ, ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും എന്ന് പറയുന്നതിന്റെ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ആയിട്ട് നമുക്ക് മൈൻഡിൽ ആണി അടിച്ച് കയറ്റിടാൻ പറ്റുന്ന ഒരു സംഭവമാണിത്. ആ മനുഷ്യന് പറയുന്നത് എന്താണ്? അപ്പോഴും എൻ്റെ ജീവിതത്തിൽ എനിക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് ഞാൻ നന്ദി കാണിക്കണ്ടേ പടച്ചോനോട്. അത് മീൻസ് ഒന്നുമില്ല കേട്ടോ, എല്ലാം ഇറേസ് ചെയ്തപ്പെട്ടാണ്, ഒരു പാപം പൊറുക്കാനും ഒന്നുമില്ല. എന്നിട്ടും അപ്പൊ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, നമ്മളൊക്കെ നന്ദിയുള്ള മനുഷ്യന്മാരാണോ? നമ്മൾ എവിടെങ്കിലും നന്ദി കാണിക്കുന്നുണ്ടോ? നമ്മൾ ഇഫ് യു ആർ ഗ്രേറ്റ്ഫുൾ ഐ വിൽ ഗിവ് യു മോർ. നിങ്ങൾ നന്ദിയുള്ള ആൾക്കാരാണെങ്കിൽ ഞാൻ വീണ്ടും വീണ്ടും ഏറ്റി തരും, വർദ്ധിപ്പിച്ചു തരും. ബട്ട് ഇഫ് യു ആർ അൺഗ്രേറ്റ്ഫുൾ മൈ പണിഷ്മെന്റ് വിൽ ബി സിവിയർ. നന്ദിയില്ലാത്തൊരടിമയാണെങ്കിൽ എൻ്റെ ശിക്ഷ ഭയങ്കര ഭയാനകമായിരിക്കും, ക്രൂരമായിരിക്കും. അത് പ്രത്യേകം പറഞ്ഞിരിക്കുന്നു. കാരണം എന്തോ അത് ആദ്യമേ പറഞ്ഞു തന്നിട്ടുണ്ട്. മീൻസ് ആ റഹ്മാനു റഹീമാണ് പറയുന്നത്. എന്ത്? പരമകാരുണികനും കരുണാനിധിയുമായിട്ട് എല്ലാ തെറ്റുകളും പുറത്തു തരാൻ റെഡിയുള്ള ആളാണ് പറയുന്നത്. നന്ദികേട് കാണിച്ചാൽ ഞാൻ ശിക്ഷിക്കുന്നു. പക്ഷെ അപ്പോഴും ഒരു ക്ലോസ് അപ്പുറത്തുണ്ട്. നന്ദികേട് കാണിച്ചതിന് പാപമോചനം തേടിയാൽ ഞാൻ വീണ്ടും പുറത്തുതരും. നന്ദികേട് കാണിച്ചു പോയിട്ടുണ്ടാവും അറിവില്ലായ്മ കൊണ്ട്. പക്ഷെ ആ അറിവില്ലായ്മ മനസ്സിലാക്കി നെക്സ്റ്റ് നിമിഷത്തില് മനസ്സറിഞ്ഞ് ഒരു തൗബ ചെയ്ത് ഒരു അസ്തഗ്ഫിറുള്ള പറഞ്ഞു കഴിഞ്ഞാല് തീർന്ന്. അതോട് കൂടിയിട്ട് പോലും പോലെ വാ, നീ വീണ്ടും വാ, ഞാൻ എനിക്ക് വർദ്ധിപ്പിച്ചു തരാം, അൽഹംദുലില്ലാ പറഞ്ഞോ. നല്ല കാര്യങ്ങൾക്ക്, ഈ മോശം കാര്യങ്ങളായിട്ടുള്ള ജീവിതത്തിലെ ബുദ്ധിമുട്ടുകളിലേക്കും പ്രയാസങ്ങളിലേക്കും മാത്രം ചിന്തിക്കുന്നതിന് പകരം നന്മയുള്ള കാര്യങ്ങൾ, ജീവിതത്തിൽ ഹൈറുള്ള കാര്യങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ, എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും കുറെ കാര്യങ്ങൾ നല്ലത് നടക്കുന്നുണ്ട്. ആ നല്ലതിലേക്ക് നോക്കി നീ നല്ലത് പറഞ്ഞോ, നന്മ പറഞ്ഞോ, അൽഹംദുലില്ലാ പറഞ്ഞോ, ശുക്ർ പറഞ്ഞോ, താങ്ക് യു ഗോഡ് പറഞ്ഞോ, ഞാൻ വർദ്ധിപ്പിച്ചുതരാം എന്നുള്ള ഒരു സംഭവം ആര് പറഞ്ഞിട്ടുണ്ട്? നമ്മളുടെ എല്ലാവരുടെയും അണുവിൽ നിന്ന്, ദാറ്റ് മീൻസ് സെല്ലുലാർ ലെവൽ മുതൽ എല്ലാ കാര്യങ്ങളും നമ്മളുടെ ഫുൾ യൂണിവേഴ്സ് കൺട്രോൾ ചെയ്യുന്ന ആളാണ് പറഞ്ഞത്, ഐ വിൽ ഫോർഗിവ് യു, ബി ഗ്രേറ്റ്ഫുൾ ടു. നിസ്കരിക്കുന്ന സമയത്തൊക്കെ എന്നെ പറ്റി ചിന്തിക്കുക, ഹൃദയത്തിൽ ഞാൻ വരട്ടെ, ഹൃദയത്തിൽ വേറെന്തോ കൊണ്ടുവച്ചിട്ട് ഇതിനെക്കാട്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള എന്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഉള്ളതെന്നാണ് പടച്ചോൻ ചോദിക്കാന്ന് പറയാ. പടച്ചോനെ മുമ്പിൽ നിൽക്കല്ലേ. മീൻസ് നിങ്ങളിപ്പോ ഇനി അത് പോയിട്ട് പടച്ചോൻ അങ്ങനെ ചോദിച്ചിരിക്കുന്ന ആരാ പറഞ്ഞതെന്ന് ചോദിക്കരുത് കേട്ടോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ കേട്ടത്. പഠിച്ചൊരു കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ മനസ്സിലാക്കാം.
മീൻസ് എന്തിലേക്കാണ് നിങ്ങൾ ചിന്തിക്കുന്നത്? പഠിച്ചോനെക്കാട്ടും വലിയൊരു എന്നെക്കാട്ടും വലിയൊരു സംഭവം നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ് അവിടെ വരിക എന്നാണ് പഠിച്ചിട്ടുള്ളത്. പിന്നെ പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു സ്വഭാവമാണ് നമ്മൾ ഈ ഫ്രീ, ചിലപ്പം ഈ നോമ്പിന് കുറച്ചും കൂടി ഫ്രീ ടൈം ഒക്കെ കിട്ടും. ചിലപ്പോൾ ഉച്ചക്കത്തെ ഭക്ഷണം ഒന്നും ഉണ്ടാക്കണ്ട, അങ്ങനത്തെ ഒരു അപ്പം ആണുങ്ങളാണെങ്കിൽ ചിലപ്പോൾ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ജോലിക്ക് പോവുക. അപ്പൊ അങ്ങനത്തെ ചില ചെറിയ ചെറിയ ചേഞ്ചുകളൊക്കെ ഉണ്ടാവും. കുറച്ചുകൂടി ഫ്രീ ടൈം കിട്ടുന്ന സമയത്ത് സോഷ്യൽ മീഡിയ പോലെ തന്നെ ചില ആൾക്കാർ ഫോൺ ചെയ്യും. അല്ലേ? എന്നിട്ട് തുടങ്ങിയാല് ചിലപ്പം പറഞ്ഞ് എങ്ങോട്ടാ പോവാന്നറിയോ? ആരോ കുറ്റങ്ങളൊക്കെ പറഞ്ഞിട്ട് നോമ്പിന് ഇങ്ങനെ വലിച്ചൂരി അങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ ഇപ്പുറത്ത് പട്ടിണി കിടക്കുന്നുണ്ടാവും, മറ്റേ അസ്തഫുറുള്ള പറയുന്നുണ്ടാവും, അല്ലാഹുമ്മ റഹ്മനി യാ അർഹമർ റഹീമീൻ പറയുന്നുണ്ടാവും. അതിങ്ങനെ ഉള്ളിക്ക് വരാണ്ട് അത് ആർക്കോ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങനെ നടക്കും. കുറ്റം ഇങ്ങനെ പറഞ്ഞിട്ട് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഇവനാരാ? അല്ലെങ്കിൽ ഒരാളെ ജഡ്ജ് ചെയ്താലും മതി. ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മളെക്കാൾ എൻ്റെ അത്ര അറിവൊന്നും അവനില്ലല്ലോ, ഞാൻ അത്യാവശ്യം തരക്കേടില്ലാത്ത ആളാണല്ലോ എന്നുള്ളൊരു തോട്ട് മതിയാവും ചിലപ്പോ. അപ്പോ ചിന്തകളിലും സംസാരത്തിലും കേൾക്കുന്നതിലും കാണുന്നതിലും ഒക്കെ എന്ത് കൊണ്ടുവരിക? നല്ല കാര്യങ്ങൾ കൊണ്ടുവരിക. ഗോസിപ്പ് എന്ന് പറയുന്ന സംഭവം ഒഴിവാക്കാൻ ശ്രമിക്കുക മാക്സിമം. അത് ഒഴിവാക്കിയാൽ തന്നെ കുറെ, നമ്മൾ ഒരുപാട് അമലുകൾ ചെയ്യുന്ന മനുഷ്യന്മാരുണ്ടാവും കേട്ടോ, കുറ്റം പറഞ്ഞിട്ട് മൊത്തം നശിപ്പിച്ചാളും. അത്രയും കഷ്ടപ്പെട്ട് മൊത്തം ഖുറാനൊക്കെ ഓതി തീർത്തിണ്ടാവും, ഹജ്ജ് ചെയ്തിട്ടുണ്ടാവും, ഉംറ ചെയ്തിട്ടുണ്ടാവും. പിന്നെ വന്നിട്ടും കവലയിൽ പോയിരിക്കും, അല്ലെ ഫ്രണ്ട്സിന്റെ ഇടയിൽ പോയിരിക്കും, എല്ലാവരും കോള് ചെയ്തിട്ട് ഒറ്റ കോളിൽ മൊത്തം അടുത്ത് തീർത്താളും. വേറൊന്നുണ്ട്, കുറ്റം പറഞ്ഞാൽ മാത്രമല്ല, ഞാനൊരു ഹജ്ജൊക്കെ ചെയ്ത ആളാണ്, ഞാനൊരു ഹാജിയാരാണ്, അപ്പൊ എനിക്കൊരു ഹാജിയാർ എന്നുള്ളൊരു റെസ്പെക്ട് എനിക്ക് കിട്ടണം. ഞാനൊരു സ്ഥലത്ത് കയറി ചെല്ലുമ്പോൾ ഞാനൊരു ഹാജിയാരാണ്, അപ്പൊ എനിക്കൊരു ഹാജിയാർ എന്നുള്ളൊരു മുന്നിൽ സീറ്റ് കിട്ടണം എന്നൊക്കെ ഒരു ചിന്ത വന്നാൽ തന്നെ ആ ഹാജിയാരുടെ ഇവിടെ ഉള്ള ചിലപ്പോൾ വില ചിലപ്പോൾ ആൾക്കാർ ആ ഹാജിയാരെ കിട്ടും. അത് ചിലപ്പോൾ ഉള്ളിൽ അയാൾക്ക് തോന്നിപ്പോവാണ് ഞാനൊരു ഹാജിയാരാണ്, അല്ലെങ്കിൽ ഞാനൊരു ഹജ്ജുമാണ്. അപ്പൊ എനിക്ക് ആ ഒരു ഹജ്ജൊക്കെ ചെയ്ത ഒരാളുടെ ഒരു സ്പിരിച്വലി ഞാൻ കുറച്ച് അത്യാവശ്യം തരക്കേടില്ലാത്ത ആളാണെന്നുള്ള തോന്നൽ വന്നത് എപ്പോഴാണോ അന്ന് മുതൽ വീണ്ടും ഹജ്ജ് ചെയ്യാനുള്ള ടൈമായി. അത് അത് മറ്റേത് ഇറേസ് ചെയ്തു പോയി. അതും കൂടെ മൈൻഡിൽ വെക്കണം. ഞാനും ആരെയും ജഡ്ജ് ചെയ്യൊന്നല്ല കേട്ടോ, ഞാൻ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഞാൻ നബി മറ്റേ ഈ മറ്റേ ആലിമീങ്ങളാണെന്നല്ല കേട്ടോ ഞാൻ പറയുന്നത്. ഞാനിങ്ങനെ മനസ്സിലാക്കി നോട്ട് ചെയ്ത കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്ന, ഞാനും തെറ്റുകളൊക്കെ ചെയ്യുന്ന, ഇപ്പോഴും തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പൊ ഒരിക്കലും കഴിയുന്നിടത്തോളം തെറ്റുകൾ കുറച്ച് കൊണ്ടുവരാൻ ഒരു ആഗ്രഹമുണ്ട് ഇൻഷാ അള്ളാ. എന്നാലും ചില ചില കാര്യങ്ങൾ ഇപ്പോഴും ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പൊ റെഡി വരും ഇൻഷാ അള്ളാ. പിന്നെ നമുക്കിപ്പോ നമ്മൾ ഫോർഗിവ്നെസ്സിനെ പറ്റി പറഞ്ഞ്, ഗ്രാറ്റിറ്റ്യൂഡിനെ പറ്റി പറഞ്ഞ്, അൺകണ്ടീഷണലോ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാല് 70 ഇരട്ടിയും ഒരുപാട് ഇരട്ടിയും കൂലി കിട്ടുന്ന ഒരു സമയം കൂടിയാണ്. അപ്പം ചാരിറ്റി കൊടുക്കുന്ന സമയത്ത് പോലും ആ കഴിയുന്നു കൊടുക്കുന്ന സമയത്ത് നമ്മളുടെ മനസ്സിലിപ്പോ ആ കൊടുക്കുന്ന ആളുടെ ഒരു ചിരി പോലും എക്സ്പെക്ടേഷൻ കാണരുത്. ദാറ്റ് മീൻസ് ഞാൻ അവന് പൈസ കൊടുത്തില്ലേ, അപ്പൊ ഓനൊന്നും എന്നോട് ചിരിച്ചൂടെ? ആ ചിരി എന്ന് പറഞ്ഞ സംഭവം പോലും എക്സ്പെക്ടേഷൻ റിമൂവ് ദി എന്താ പറയാ ബെനിഫിറ്റ്. എക്സ്പെക്ടേഷൻ റിമൂവ്സ് ദി ബെനിഫിറ്റ് ഓഫ് ഗിവിങ് ചാരിറ്റി. സെന്റൻസ് ഓക്കെ ആണോ എന്ന് അറിയില്ല, ഒപ്പിച്ചാണ്. അപ്പോ ആ ഒരു എക്സ്പെക്ടേഷൻ ഇല്ലാതെ ഞാൻ ഇപ്പൊ വേറൊന്നുണ്ട്. ഇപ്പൊ നമ്മളിപ്പോ അരി കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇപ്പം ചിലപ്പം സാമ്പത്തികമായിട്ട് സഹായിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. ഇപ്പൊ നമ്മൾ ചിലപ്പോൾ എക്സ്പെക്ടേഷൻ ഒന്നും ഇല്ലാണ്ട് കൊടുക്കും, പക്ഷെ നമ്മുടെ മനസ്സിൽ വേറൊരു കാര്യം ഉണ്ടാവും കേട്ടോ. ആ പിന്നീട് ഒരിക്കലും ഓരെങ്ങനെ കാണുമ്പോ നമ്മളെ മനസ്സിൽ തോന്നും, അവനെ അരിയൊക്കെ കൊടുത്ത് പൈസയൊക്കെ കൊടുക്കുന്ന ആളാ, ഓനെ കാണുമ്പോൾ ചിലപ്പോ ഒന്ന് റെസ്പെക്ട് ചെയ്യാൻ മതിയില്ലേ. ആ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടല്ലോ, പിന്നീട് കാണുന്ന സമയത്ത് നമ്മളുടെ മൈൻഡിൽ ഓന്റെ ഒരു റെസ്പെക്ട് എനിക്ക് കിട്ടും. ഒരു കല്യാണ വീട്ടിലൊക്കെ പോകുമ്പോ കൈ താത്തേ അങ്ങനെ സാധിച്ചു ആ ഒരു ചില ആൾക്കാർ എക്സ്പെക്ട് ചെയ്യും അത്. ഞാൻ എനിക്ക് പൈസ സക്കാത്തൊക്കെ തരുന്നതല്ലേ. ഇപ്പൊ നമ്മളെ വിചാരം എന്താ അറിയോ, സക്കാത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ ഔദാര്യം കൊടുക്കുക എന്നാണ്. നമ്മളുടെ ജീവിതത്തിലെ കറകൾ അല്ലെങ്കിൽ നമ്മളുടെ മണി ഹലാലാക്കാൻ വേണ്ടിയിട്ട് മാൻഡേറ്ററി ആയിട്ടൊരു കാര്യം അങ്ങോട്ട് കൊടുക്കേണ്ടത് അവരുടെ അധികാരമാണത്. അല്ലാണ്ട് നമ്മൾ കൊടുക്കുന്ന ഔദാര്യമല്ല സക്കാത്ത്. അത് മനസ്സിലാക്കുക. ഞാനിത് പഠിപ്പിക്കൊന്നല്ല കേട്ടോ, ഞാൻ എന്നോടും കൂടി പറയാണ്.
ഒന്ന് നോട്ടിഫിക്കേഷൻ എല്ലായിടത്തും ഒന്ന് കത്താൻ വേണ്ടിട്ട് ജസ്റ്റ് ടച്ച് ചെയ്ത് പോകുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ അൺകണ്ടീഷണലോ ആ ചാരിറ്റിയിലാണെങ്കിലും ചിരിയിലാണെങ്കിലും ഒക്കെ അൺകണ്ടീഷണൽ ആയിട്ട് ഒരു ചിരി ആയിട്ട് പാസ്സാക്കി ഒരു സലാമൊക്കെ ആയിട്ട് പറഞ്ഞാല് ഒരു ഹഗ് ചെയ്യൊക്കെ ഒരു ഉമ്മനെ പോയി ഒരു ഉമ്മക്കോ ഉപ്പക്കൊക്കെ പോയിട്ട് ഒരു ഹഗ് കൊടുക്കുക, ഒരു ഉമ്മയൊക്കെ കൊടുക്കുക. ഓലെന്ത് വിചാരിച്ചോട്ടെ, ഒന്ന് പോലും തിരിച്ചൊരു ഉമ്മ തന്നിട്ട് ഒന്നും ഒരു പ്രശ്നമല്ല. പക്ഷെ അങ്ങനെ അൺകണ്ടീഷണൽ ആയിട്ട് അവിടെ ചെയ്യുമ്പോൾ അതിന് ഭയങ്കര കൂലിയായി അത് വേറെ ലെവലിലേക്കായിട്ട് നമ്മൾ ഉയർത്തും. നമ്മളെ സ്പിരിച്വലി എൻഹാൻസ്മെന്റിലേക്ക് എൻലൈറ്റ്മെന്റിലേക്ക് എത്തിക്കാൻ സഹായിക്കുന്ന കാര്യങ്ങളാണ് ഈ അൺകണ്ടീഷണൽ ലവ്. ഞാൻ എപ്പോഴും ഈ ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുന്ന സമയത്ത് 3 കാര്യങ്ങൾ പ്രത്യേകമായിട്ട് ഒന്ന് പറയാം. ഫോർഗീവ്നെസ്സിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മളുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഒരു ചരിത്രത്തെ ഈ നിസ്കരിക്കുന്ന സമയത്ത് പുഴുത്തരിച്ച കൊടൽമാല പെരടിയിൽ കൊണ്ടിട്ട ആൾക്കാരുണ്ട്. പുഴുത്തരിച്ച മൃഗങ്ങളുടെ കൊടൽമാല ഈ കൊണ്ടുവന്നിട്ട് പെരടിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കുന്ന സമയത്ത് കൊണ്ടിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. കറക്റ്റ് തന്നെയല്ലേ? നിങ്ങൾ ആരും കേട്ടില്ല? എക്സ്പ്രഷനിൽ എഴുതില്ലാത്ത ഉണ്ടല്ലേ? തെറ്റിപ്പോവാണ് ഞങ്ങൾ സാറ് പറഞ്ഞ ആ ഒരു കോൺസെൻട്രേഷനിൽ ഇങ്ങനെ പോവാണ്. തെറ്റിപ്പോവാണ് പറഞ്ഞു കേട്ടോ. ആകെ നാറ്റക്കേസാവും. റെക്കോർഡാ. തെറ്റൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കുക. സോറി. ഒന്നും നമ്മളൊരു ആലിമൊന്നല്ല മനസ്സിലാക്കുക. അപ്പൊ 3 കാര്യങ്ങൾ ഞാൻ എപ്പോഴും ഫോർഗീവ്നെസ്സും ഗ്രാറ്റിറ്റ്യൂഡും ഇത് സ്പിരിച്വൽ ലെവലിൽ കണക്ട് ചെയ്ത് പറയുകയാണെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ 3 ഒന്ന് ആ പെരടിയില് എന്തുകൊണ്ടിട്ട് ഈ ചീഞ്ഞളിഞ്ഞ കൊടൽമാല കൊണ്ടിട്ട മനുഷ്യനോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുത്തിരിക്കുന്നു. നമ്മൾ പുറത്തു കൊടുക്കുമോ? അടിച്ച് ചെപ്പക്കെട്ടി പൊടിക്കൂലേ നമ്മള്? നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. നമ്മൾ പുറത്തു കൊടുക്കുമോ? അവരോട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുറത്തു കൊടുത്തിട്ടുണ്ട്. ദാറ്റ് മീൻസ് എക്സാമ്പിൾ എന്ന് പറയുന്ന സമയത്ത് നമുക്ക് ജീവിച്ച് കാണിച്ചു തന്നിട്ട് അത് മാത്രം നല്ല കേട്ടോ. ഇപ്പം എന്താണ് ഈ തലയില് നിങ്ങൾ കേട്ടില്ലേ, ഒരു വൃദ്ധയായിട്ടുള്ള സ്ത്രീന്റെ കുറച്ച് ബാണ്ടെടുത്തിട്ട് തലയിൽ കൊണ്ടുവരുമ്പോ ഇവിടെ ഒരു മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് വന്നിക്കുന്നത് ഭയങ്കര മോശക്കാരനാന്നാ കേട്ടെന്നൊക്കെ പറഞ്ഞിട്ട് ആട് ഇറക്കി കൊടുത്തിട്ട് പറയുന്നത് എന്താണ്? ഞാനാണ് കേട്ടാ മുഹമ്മദ്. ആലോചിച്ച് നോക്കാൻ. എന്നിട്ട് ആ സമയത്ത് ആ മനുഷ്യൻ തിരുത്തുന്നൊന്നുമില്ല. ഞാൻ അത്യാവശ്യം നല്ല ആളാന്നൊന്നും എന്താണെന്നറിയോ? അങ്ങനത്തെ മനുഷ്യന്മാര് ഹ്യൂമിലിറ്റി ലോകത്തിലെ ഏറ്റവും വലിയ നേതാവിന്റെ ലിസ്റ്റുകൾ എടുത്തു കഴിഞ്ഞാൽ നമ്പർ 1 വിൽ ബി അവർ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ പ്രത്യേകത എന്താണ്? എലോൺ മസ്കിനെ പോലെ ഏറ്റവും വലിയ നേതൃത്വത്തിൽ എത്തിയിട്ടുള്ള ആൾക്കാരല്ല. ദാറ്റ് മീൻസ് പൈസ കോടീശ്വരനായതുകൊണ്ടല്ല. ആ മനുഷ്യൻ എന്തായിരുന്നു ബെസ്റ്റ് ആക്കിയത്? ഹ്യൂമിലിറ്റി, അല്ലെങ്കിൽ കൈൻഡ്നെസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. കൈൻഡ്നെസ് എന്താ ഇതിന്റെ മലയാളം? എന്താ മലയാളം? ദയ. യെസ്. ആ ദയ എന്ന് പറഞ്ഞ സാധനമാണ്. ഈ ദയ എന്ന് പറഞ്ഞ സംഭവം ലീഡർഷിപ്പില് അല്ലെങ്കിൽ ബിസിനസ്സില് എന്തില് ആര് കൊണ്ടുവന്നോ അവരൊക്കെ നമ്പർ 1 ആണ് ലോകത്തിലിപ്പോ. ഞാൻ പറഞ്ഞ അതുള്ളവർ മാത്രമല്ല, അതുള്ളവരെ പ്രത്യേകത എന്താ അറിയോ? അവര് എത്ര വലിയ ടീം ബിൽഡ് ചെയ്താലും ആ ടീമിനെ അവർ പ്രൊട്ടക്ട് ചെയ്യും. എന്ത് പ്രശ്നം വന്നാലും അവരെ ഏറ്റെടുക്കും. പക്ഷെ എന്തെങ്കിലും സക്സസ് വന്നാൽ എന്താ പറയാ അറിയോ? എന്റെ കഴിവല്ല, നമ്മുടെ ടീമാണ്. ദാറ്റ് മീൻസ് അവരിങ്ങനെ ജനലിങ്ങനെ തുറന്നിട്ട് പുറത്തേക്ക് നോക്കും, ടീമിനെ നോക്കും. ദാറ്റ് മീൻസ് ടീമാണ് നമ്മളുടെ സക്സസിന്റെ എല്ലാത്തിന്റെയും അതാ രത്തൻ ടാറ്റ. ഈ രത്തൻ ടാറ്റന്റെ പ്രത്യേകത എന്താണ്? ആള് ഇപ്പോഴും 16 കമ്പനികള് ലിസ്റ്റഡ് സ്റ്റോക്ക് മാർക്കറ്റിൽ ലിസ്റ്റഡ് ആയിട്ടുള്ള ലാക്സ് ഓഫ് ക്രോർസ്, ദാറ്റ് മീൻസ് 1 ലക്ഷം കോടി അങ്ങനത്തെ കോടികൾ വിലമതിക്കുന്ന കമ്പനികളുടെ ഓണറാണ് ആള്. അപ്പോഴും ടാറ്റ നാനോനെ പറ്റി ചിന്തിച്ച എന്തുകൊണ്ടാണ്? ആൾക്ക് എന്തിന്റെ ആവശ്യമാണ് ടാറ്റ നാനോനെ പറ്റി ചിന്തിക്കേണ്ട ആവശ്യം? എപ്പോഴാണ് ചിന്തിച്ചത്? ഒരു കുടുംബം മഴയും കൊണ്ട് മക്കളെയും ഇപ്പം ഭാര്യനെയും മക്കളെയും ഒക്കെ കൊണ്ട് 3-4 ആൾക്കാർ വണ്ടിമേൽ പോണ കണ്ടപ്പോ ഇങ്ങനത്തെ പാവപ്പെട്ടവർക്കും ഈ വെയിലും മഴയൊന്നും കൊള്ളാതെ ഒരു വണ്ടിയിൽ പോകാൻ പറ്റണ്ടേ എന്നുള്ള ചിന്താഗതി നിന്നാണ് ടാറ്റ നാനോ എന്ന് പറഞ്ഞ കാർ ഇറങ്ങിയത്. ദാറ്റ് മീൻസ് അപ്പോഴും ആ മനുഷ്യൻ അത്ര ക്രോർ ലെവലിൽ നിൽക്കുന്ന മനുഷ്യന് ചിന്തിക്കുന്നത് അറിയോ? പാവപ്പെട്ടവർക്ക് എന്തോ സഹായിക്കാൻ പറ്റുമോ? മനുഷ്യന്മാർക്ക് എന്തെങ്കിലും സഹായം എന്താ സംഭവിക്കാറിയോ? ഇങ്ങനത്തെ വിനയമുള്ള ദയയുള്ള ലീഡേഴ്സ് വരുന്ന സമയത്ത് ഒരു സ്റ്റഡി ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഒരു ക്ലാസ്സിൽ, ഇന്നലെ തന്നെ ഒരു ക്ലാസ്സിൽ
ഒരു റിസർച്ച് സ്റ്റഡിനെ കുറിച്ച് സംസാരിച്ചു. അതിൽ എന്താ അറിയോ, ചില കമ്പനികൾ ഇപ്പം ഫോർച്യൂൺ 500 എന്ന് പറഞ്ഞാൽ ലോകത്തിലെ നമ്പർ 1 500 കമ്പനീസ് ആണ്. അതിൽ ചില കമ്പനീസ് ഒക്കെ ഒരു 20 വർഷമൊക്കെ ആകുമ്പോഴേക്ക് അത് മൊത്തം ലോസായി പൂട്ടിപ്പോകുന്ന ഒരു അവസ്ഥ, അല്ലെങ്കിൽ വേറെ ആർക്കോ സെല്ലിങ്ങും കാര്യങ്ങളൊക്കെ നടന്നത് ട്രാൻസ്ഫർ ആയി പോകുന്നു. പക്ഷെ ചില കമ്പനികൾ എത്ര വർഷമായിട്ടും എന്ത് കോവിഡ് വന്നാലും എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ കമ്പനി നിലനിൽക്കുന്നു. അതിനെ കുറിച്ച് പഠിച്ച സമയത്ത് എന്താ മനസ്സിലാക്കിയറിയോ, അതിലൊരു ലീഡർ ഉണ്ടാവല്ലോ, ആ ലീഡർ ദയയുള്ള ആളാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ കമ്പനിയിലെ സ്റ്റാഫിനോട് നല്ല രീതിയിൽ പെരുമാറും. അങ്ങനെ ആകുമ്പോൾ എന്താ സംഭവിക്കാറിയോ, എന്ത് പ്രശ്നങ്ങൾ വന്നാലും ആ കമ്പനീനെ ആ എംപ്ലോയീസ് പ്രൊട്ടക്ട് ചെയ്യും. വാട്ട് എവർ ദ സിറ്റുവേഷൻ, എന്ത് കൊറോണ ആയിക്കോട്ടെ കോവിഡ് ആയിക്കോട്ടെ, സാലറി ഇല്ലാണ്ട് വരെ വർക്ക് ചെയ്യാൻ ഓൾറെഡി റെഡി ആവും. എന്തുകൊണ്ടാണ്, ഇത് നിലനിന്ന് പോയി കഴിഞ്ഞാൽ ഈ മനുഷ്യൻ അവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന 100% ഉറപ്പ് അവർക്കുണ്ടാവും. അല്ലാണ്ട് പൈസ എന്ന് മാത്രം ചിന്തിച്ച് നടക്കുന്ന ഒരു ബിസിനസ് ഓണറോ അല്ലെങ്കിൽ ഒരു എന്ത് ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളാണെങ്കിലും അവർക്ക് ലോങ് ടേമിൽ സക്സസ് ഉണ്ടാവില്ല. ഇപ്പൊ ചിലപ്പോൾ ഷോർട്ട് ടേമിൽ അവർക്ക് ഭയങ്കര ഏർണിങ്സും കാര്യങ്ങളും ഭയങ്കര സെറ്റപ്പും കാര്യങ്ങളും, പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ അവരുടെ ടീം തന്നെ അവരെ വെറുത്തു തുടങ്ങും. ഇതൊരു നമ്മളെ യൂട്ടിലൈസ് ചെയ്യാണ്, നമ്മൾക്ക് അതിനെ കൊണ്ടൊരു ബെനിഫിറ്റ് കിട്ടുന്നില്ലല്ലോ, നമ്മൾ ചെയ്യുന്ന രീതിയിലുള്ള ഒരു ബെനിഫിറ്റ് നമുക്ക് വരുന്നില്ലല്ലോ, ഓല് ഇങ്ങനെ ഭയങ്കര സക്സസ്ഫുൾ ആയി പോവാന്നുള്ള രീതിയിൽ ചിന്തിക്കുമ്പോൾ ആ ടീമിന്റെ ഒരു വർക്കിംഗ് ഒരു മെന്റാലിറ്റി മാറുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും, ആ ടീം ഇങ്ങനെ ഉടയാൻ തുടങ്ങും. കാരണം എന്താണ്, ഏത് ലീഡറെയും ഏത് വലിയ ബിസിനസ്സും ഡെലിഗേഷനിലാണ് ഇമ്പോർട്ടൻസ്. ഒരു മനുഷ്യനെല്ലാം കൂടി ചെയ്യാൻ പറ്റില്ലല്ലോ. ഒരു മനുഷ്യൻ എല്ലാം കൂടി ചെയ്താൽ അത് ഒരു ചെറിയൊരു മീഡിയം സ്കെയിലേക്ക് മാക്സിമം പോയാൽ എത്തുള്ളൂ. മീഡിയത്തിൽ എത്തൂല, സ്മോളിൽ തന്നെ നിൽക്കും. പക്ഷെ അത് മീഡിയത്തിലേക്കും ലാർജിലേക്കും അത് വളരുന്നത് ഡെലിഗേഷനിലാണ്. ഓല് ചെയ്യുന്ന ഓരോ വർക്കും എക്സ്പെർട്ടുകളെ വെച്ച് അതിങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് പോകുമ്പോൾ അവർക്ക് സിസ്റ്റം ബിൽഡിങ്ങിലേക്കും ബിസിനസിന്റെ ഗ്രോത്തിലേക്കും കോൺസെൻട്രേറ്റ് ചെയ്ത് ചിന്തിച്ച് നമ്മുടെ ലീഡർ വർക്ക് ചെയ്യുന്ന ഇടം നന്നാവണമെങ്കിൽ നമ്മുടെ ലീഡർ നല്ല ആളായിരിക്കണം. നിങ്ങൾ ഏത് ലീഡർഷിപ്പ് ക്വാളിറ്റിന്റെ ബുക്ക് എടുത്ത് വായിച്ചു കഴിഞ്ഞാലും ഒരുപാട് ബുക്സ് ഉണ്ട്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ വായിക്കാൻ പറ്റിയ, എനിക്ക് ഇന്നലെ ആ സാറ് സജസ്റ്റ് ചെയ്തിട്ടുള്ള ബുക്കാട്ടോ, ഒരു അടിപൊളി ഒരു വല്ലാത്ത മനുഷ്യനാണ്. നിങ്ങൾക്കൊന്ന് വായിച്ചു നോക്കാൻ പറ്റുമെങ്കിൽ വായിച്ചു നോക്കിക്കോളി. ഗുഡ് ടു ഗ്രേറ്റ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. ഗുഡ് ടു ഗ്രേറ്റ്, ഇത് വായിക്കാൻ പറ്റുന്നവരൊന്ന് വായിച്ചു നോക്കുക. അത്രയും ഞാൻ വെറുതെ ഒന്ന് ഇതൊക്കെ ഞാൻ ഈ ബുക്ക് വായിച്ചില്ല, പക്ഷെ ഇതിന്റെ ഇതൊക്കെ എടുത്ത് ഞാൻ നോക്കി. നമ്മുടെ റിവ്യൂവും കാര്യങ്ങളും മറ്റേ ഇതൊക്കെ ഉണ്ടാവല്ലോ, ഈ സമ്മറിയും കാര്യങ്ങളൊക്കെ. ജിം കോളിൻസിന്റെ JLM അടിച്ച് ജിം ആട്ടോ, JIM, ജിം കോളിൻസിന്റെ ഗുഡ് ടു ഗ്രേറ്റ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. പറ്റുന്നവരൊക്കെ അതൊന്ന് വായിച്ചു നോക്കി. പക്ഷെ അതിങ്ങനെ വായിച്ചു പോകുമ്പോൾ എന്താ സംഭവിക്കാന്നറിയോ, ലീഡർഷിപ്പിന്റെ ഏറ്റവും മുകളിലുള്ള സംഭവം എന്താ, വിനയം. അല്ലെങ്കിൽ അതിന് നമ്മൾ സ്പിരിച്വലി പറയുകയാണെങ്കിലുള്ള കാര്യമാണ് ഈമാൻ എന്ന് പറയും. നമ്മളുടെ ഇത് പ്രകാരം പറയുകയാണെങ്കിൽ ഈമാൻ എന്ന് പറയും, മറ്റുള്ള മതസ്ഥർ പറയുകയാണെങ്കിൽ കൈൻഡ്നസ് എന്ന് പറയും, അല്ലെങ്കിൽ ദയ എന്ന് പറയും. ആ ദയ എന്ന് പറഞ്ഞ സംഭവമാണ് ഏതൊരു മനുഷ്യനെയും അങ്ങനത്തെ ആളുകൾ എവിടെ എത്തിപ്പെട്ടാലും അവിടെ അവർക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു വെളിച്ചുണ്ടാവും അങ്ങനത്തെ മനുഷ്യന്മാർക്ക്. അത് ഞാൻ എക്സാമ്പിൾ നമ്മളിപ്പോ എഴുതാൻ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ കഥ പറഞ്ഞത് അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. നിങ്ങൾ ഏത് ChatGPT അടിച്ചാലും ബെസ്റ്റ് ലീഡർ ഇൻ ദ വേൾഡ് എന്ന് ചോദിച്ചാൽ ആരാണ്? സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മനുഷ്യൻ എന്തായിരുന്നു? ആ മനുഷ്യനെ എപ്പോഴും 0 ആയിട്ടായിരുന്നു കണ്ടത്. ദാറ്റ് മീൻസ് ഫുള്ള് പാപങ്ങളും പാസ്റ്റിലും ഫ്യൂച്ചറിലും പൊറുക്കപ്പെട്ടിട്ട് പോലും അപ്പോഴും ഞാനല്ല, ഇത് മൊത്തം ഞാനല്ല, ഐ എം ജസ്റ്റ് എ ഖലീഫ അല്ലെങ്കിൽ ഐ എം ജസ്റ്റ് എ റെപ്രസെന്റേറ്റീവ് എന്നുള്ള ചിന്താഗതിയോട് കൂടി നടന്ന സമയത്ത് ആ മനുഷ്യന്റെ മനസ്സിൽ 0 ആയപ്പോ ഓട്ടോമാറ്റിക്കലി ആ മനുഷ്യന്മാരുടെ മനസ്സിൽ വലിയവനായി. അതുകൊണ്ടാണല്ലോ ഇപ്പോഴും ബെസ്റ്റ് ലീഡർ ആ മനുഷ്യനാ ഇപ്പോഴും ഓർക്കപ്പെടുന്നത്. ഇതേപോലെ 2 ബുക്കുകളോട് ഞാൻ എഴുതി തരട്ടോ, നിങ്ങൾ പറ്റെങ്കിലും ഒന്ന് വായിച്ചു. ആരോ മ്യൂട്ടാക്കാത്തുണ്ടല്ലോ, ഒന്ന് ശ്രദ്ധിക്കണം. ഗ്രേറ്റ് ബൈ ചോയ്സ് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്. നമ്മൾ ദ സീക്രട്ട് എല്ലാവരും വായിച്ചിട്ടുണ്ടോ? അധികം ആൾക്കാരോ. ട്രൂ സീക്രട്ട് എന്ന് പറഞ്ഞ ബുക്ക് ഉണ്ട്, അതും കൂടി ഒന്ന് വായിച്ചു. ഗ്രേറ്റ് ബൈ ചോയ്സും ട്രൂ സീക്രട്ടും ഇതൊക്കെ ബന്ധപ്പെട്ട ഈ ബിസിനസ് ബിൽഡിങ്ങിനെ പറ്റിയും ലീഡർഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്യാൻ പറ്റുന്ന ബുക്സ് ആണ് കേട്ടോ. അപ്പൊ നമ്മൾ പറഞ്ഞ ഫോർഗിവ്നെസിന്റെ കാര്യത്തിൽ പറഞ്ഞത് എന്താണ്? പെരഡിയില്
അളിഞ്ഞ് പിളിഞ്ഞിട്ടുള്ള എന്ത് കൊണ്ടിട്ടുക കൊടൽമാല കൊണ്ടിട്ട മനുഷ്യന് പുറത്തു കൊടുത്തവനാണ് നമ്മളുടെ നേതാവ്. രണ്ടാമത്തത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ എന്താ പറഞ്ഞത്? രാത്രി മുഴുവൻ കാലിലെ നീര് കെട്ടി നിസ്കരിച്ചിട്ടും പറയുന്ന എന്താണ്? ഞാനൊരു നന്ദിയുള്ള അടിമയാവണ്ടേന്ന്. മൂന്നാമത്തെ എന്താണ്? അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവിൽ എന്താ പറയാ? മരിക്കാൻ കിടക്കുന്ന സമയത്ത് നമ്മളുടെ നേതാവ് എന്താ പറഞ്ഞെന്നറിയോ? യാ ഉമ്മത്തി യാ ഉമ്മത്തി എന്നാ പറഞ്ഞത്. എന്റെ സമുദായമേ. ആ സമയത്ത് ജീവിച്ചിരിപ്പുള്ള സമുദായമോ സഹാബിമാരെ പറ്റി അല്ല പറയണത്, ജനിക്കാൻ പോകുന്ന മനുഷ്യന്മാരെ പറ്റി, മുസ്ലിംസിനെ പറ്റി അല്ല, മനുഷ്യന്മാരെ പറ്റി. പുറത്തു കൊടുക്കണേ, രക്ഷിക്കണേ പടച്ചോനെന്ന് മരിക്കാൻ കിടക്കുന്ന സമയത്ത് പോലും ഒരു മനുഷ്യൻ പ്രാർത്ഥിക്കണമെങ്കിൽ മറ്റുള്ള മനുഷ്യന്മാരെ പറ്റി ചിന്തിച്ചിട്ട് എന്ത് കാര്യമാണ് കിട്ടുക? ആ സമയത്ത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ആ അൺകണ്ടീഷണാലിറ്റിന്റെ റേഞ്ച് നമുക്ക് ചിന്തിച്ചാൽ കിട്ടൂല. നമുക്കിപ്പൊ ഇവിടെ നമ്മൾ ചെറിയൊരു ചാരിറ്റി കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഉള്ളിൽ തോന്നിപ്പോവാ, അല്ലെ? കുറച്ച് ഇപ്പം പള്ളിയിൽ നിന്നൊക്കെ ഇപ്പം ഖുറാനൊക്കെ ഓതുമ്പോ ആരെങ്കിലും ഇങ്ങനെ അടുത്തൂടെ വന്നാല് നമ്മളൊന്നും ഞെളിയും. അത്യാവശ്യം നല്ല ദീനിബോധമുള്ള ചെക്കനാന്ന് വിചാരിക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു ചിന്ത വന്നു കഴിഞ്ഞാൽ തീർന്നു. അതുപോലും നമുക്ക് അൺകണ്ടീഷണാലിറ്റിയിൽ നമുക്ക് ആ ഒരു നമ്മളെ മനുഷ്യന്മാരെ ഇംപ്രസ് ചെയ്യാനല്ല, എന്ത് കാര്യങ്ങളും ദുനിയാവിൽ ചെയ്യുന്ന ഒരു കാര്യവും മനുഷ്യന്മാരെ ഇംപ്രസ് ചെയ്യാനല്ല, പടച്ചോൻ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ള ഇന്റൻഷനിലേക്ക് നമ്മൾ മാറുന്ന സമയത്തുണ്ടല്ലോ, മനുഷ്യന്മാർ എന്തും പറഞ്ഞോട്ടെ, നമ്മൾ ചെയ്യുന്നതിനെ പറ്റി ചിലപ്പോ ഓന് ഫേമസ് ആവാൻ നോക്കുക, അല്ലെങ്കിൽ ഓൻ അങ്ങനെ നോക്കുക, ഓൻ ഇങ്ങനെ നോക്കുക എന്നൊക്കെ പറഞ്ഞോളൂ. പക്ഷെ നമ്മൾക്കറിയാം നമ്മൾ എന്തിനാ ഫേമസ് ആവാൻ നോക്കുക, അല്ലെങ്കിൽ നമ്മൾ എന്തിനാ ആളുകളിലേക്ക് എത്തുന്നത്. നമ്മള് ആളുകളിലേക്ക് എത്തിയാൽ നമ്മൾ എന്താണ് അവിടെ കൊടുക്കാൻ പോകണമെന്ന് നമുക്കറിയാം. അപ്പൊ എന്താണ്, നമുക്ക് ഒരു പേടിയും അതിലില്ല. എന്ത് മറ്റുള്ളവർ ചിന്തിക്കുന്നത് കല്ലി വല്ലി, നോ പ്രോബ്ലം. നമ്മൾ എവിടെയുള്ള സക്സസിലേക്കാ നമ്മളുടെ വിഷൻ ബോർഡിലൊക്കെ എന്ത് ചെയ്യണം എന്നറിയാം. ശരിക്കും ലാസ്റ്റിൽ ഞാൻ വെച്ചിട്ടുള്ള എന്തറിയോ, ലാസ്റ്റില് സ്വർഗത്തിലെ കൊട്ടാരൊക്കെ ആണ്. സ്വർഗത്തിലൊരു കൊട്ടാരവും പിന്നെ മറ്റേ അള്ളാനെയും നബി നേരിട്ട് കാണുന്നതും. ഇവിടെ നമ്മള് ഞാവലി നമ്മൾ നബി അലൈഹി നേരിട്ട് കണ്ട നമ്മൾ സ്വർഗത്തിലാണ്. അതെങ്ങനെ നമുക്ക് കാണാൻ പറ്റുക? അത് ഫോളോ ചെയ്ത് ജീവിക്കാൻ പറ്റും. ആ മനുഷ്യൻ പഠിപ്പിച്ചിട്ടുള്ള ഖുറാനും ആ മനുഷ്യന്റെ ഖുറാൻ തന്നെയാണ് ജീവിച്ച് കാണിച്ചെന്നാണ്. അതിലെല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്യുക. അത് ഫോളോ ചെയ്തൊരു മനുഷ്യൻ ജീവിക്കുന്ന സമയത്ത് ഓട്ടോമാറ്റിക്കലി സ്വപ്നത്തിലേക്കൊക്കെ വരും. പിന്നെ കേട്ടിക്കോ, അള്ളാന്റെ ചിരി കിട്ടുകയാണ്. അള്ളാഹ് നമ്മളെ നോക്കി ചിരിക്കും. അങ്ങനെ ഒരു ചിരി കിട്ടിയ മനുഷ്യന് പിന്നെ ഒന്നും പേടിക്കാനില്ല, നേരെ പോയാൽ മതി. നമുക്ക് അറിയൂല ചിരി കിട്ടിയോ എന്ന് നമുക്ക് മനസ്സിലാവില്ല കേട്ടോ. അങ്ങനത്തെ മനുഷ്യന്മാരും ഉണ്ട് ഈ ദുനിയാവില്. നമ്മള് ചിലപ്പം ഒരു വലിയ വിലയൊന്നും ഇല്ലാണ്ട് കാണുന്ന പാവപ്പെട്ട മനുഷ്യന്മാരായിരിക്കും ചിലപ്പോ ഭയങ്കര ഹൈ ലെവലിൽ നിൽക്കുന്ന ആൾക്കാരായിരിക്കും. അവിടെ എത്തുമ്പോ മുന്നിലുണ്ടാവും, ഇവനല്ലേ ഞാനൊന്ന് പുച്ഛിച്ചീനെ. പിന്നെ ഇപ്പൊ നമ്മൾ അങ്ങോട്ട് കയറി പോലും ഉണ്ടാവില്ലേ, നമ്മള് താഴത്തെ നരകത്തിലായിരിക്കും ഉണ്ടാവും ചിലപ്പോ. ആവാതിരിക്കട്ടെ. നമ്മള് പിന്നെ മാനിഫെസ്റ്റേഷനും ഒക്കെ അങ്ങോട്ടാണ്. അപ്പൊ അങ്ങോട്ടേക്ക് ഈ വിഷൻ ബോർഡിലും ഡെയിലി വിഷ്വലൈസേഷനും എഫർമേഷനിലും ഒക്കെ ഇതിങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുക. എപ്പോഴും ഞാനേ ഇപ്പം കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മൾ എന്തിലേക്കാണോ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്, നമ്മൾ കേട്ടിരുന്നോ ഈ റെഡ് കാർ തിയറി എന്ന് പറഞ്ഞ സംഭവമുണ്ട്. റെഡ് കാർ തിയറി എന്ന് പറഞ്ഞാല് നമ്മളിപ്പോ ഇന്നിപ്പോ നിങ്ങൾ എത്ര പുറത്തൂടെ പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പൊ ഫോട്ടോയിലോ വീഡിയോയിലോ നിങ്ങൾ എത്ര റെഡ് കാറുകൾ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? പുറത്തൂടെ പോയിട്ടുള്ള ആൾക്കാരും അകത്തുള്ള ആൾക്കാരും വീഡിയോസ് എങ്ങനെ കണ്ടിട്ടുണ്ടാവല്ലോ. അപ്പൊ ആ വീഡിയോസിലൊക്കെ എത്ര റെഡ് കാറുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ, ഇപ്പൊ പുറത്തൂടെ പോയ ആൾക്കാരാണെങ്കിൽ മെയിൻ ആയിട്ട് എത്ര റെഡ് ഇപ്പൊ ചുവപ്പ് കളറുള്ള കാറുകൾ കണ്ടിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ആർക്കും പറയാൻ പറ്റുണ്ടാവില്ല. കാരണം എന്തുകൊണ്ടാണ്? നമ്മൾ അതിലേക്ക് കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ നമ്മളൊരു അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ മനസ്സിലൊരു ചിന്ത കൊടുക്കുകയാണ്, എനിക്ക് എൻ്റെ അടുത്ത കാറ്, എനിക്ക് റെഡ് കാറ് വാങ്ങണം. ഒരു റെഡ് ഒരു BMW അല്ലെങ്കിൽ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു ഇപ്പൊ സാധാരണ കാറാണെങ്കിൽ ഒരു വാഗനറോ ഏതെങ്കിലും ആയിക്കോട്ടെ, സ്വിഫ്റ്റോ ആയിക്കോട്ടെ, സ്വിഫ്റ്റോ ബ്രസ് ഏത് കാർ ആയിക്കോട്ടെ, അങ്ങനെ ഒരു കാറ് വാങ്ങണമെന്ന് നമ്മൾ മൈൻഡിൽ ഒരു ഇന്റൻഷൻ വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക അറിയോ? പിന്നെ നമ്മൾ ഈല പോകുമ്പോഴും ഇതിങ്ങനെ കാണും. നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നത് ഏത് വഴിക്ക് പോവാണ് റെഡ്, ഇത് തേടെ നോക്കിയിട്ട് റെഡ് കാറാണല്ലോ. ഇതെന്താ സംഭവം എന്നറിയോ?
നമ്മളുടെ മനസ്സ് നമ്മളുടെ ചിന്തകളും എന്തിലേക്കാണോ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ളത്, ആ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളുടെ ലൈഫിൽ റിപ്പീറ്റ് ചെയ്യപ്പെടുക, നമ്മളുടെ ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യപ്പെടുക. ദാറ്റ് മീൻസ് അതാണ് ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതേപോലെ തന്നെയാണ് കടങ്ങളെ കുറിച്ച് സ്ഥിരമായിട്ട് ചിന്തിക്കുന്ന ഒരാൾക്ക് ഓട്ടോമാറ്റിക്കലി കടങ്ങൾ ഇങ്ങനെ വന്നോ ഏതിലെ പോണ കടവും വലിച്ചു വരുത്തും. അപ്പുറത്തുകൂടെ പോണ കടായിരിക്കും, പക്ഷെ ചിന്തയിൽ എപ്പോഴും കടം വീട്ടിൽ തരണേ പഠിച്ചോനെ, എന്റെ കടങ്ങൾ വിടുന്നില്ലല്ലോ, എന്റെ കടങ്ങൾ വിടുന്നില്ലല്ലോ. ഇതിങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുകയാണ്, പറഞ്ഞോണ്ടിരിക്കുകയാണ്. ആരോടെ സംസാരിക്കുമ്പോൾ നിങ്ങൾ വിടിക്കും, പ്രശ്നമാണ്. തട്ടിമുട്ടി അങ്ങനെ പോണ്. അങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്ന ഒരാൾക്ക് എന്താ സംഭവിക്കറിയോ? ഈ റെഡ് കാർ തിയറി പോലെ തന്നെയാണ് അതും വർക്ക്ഔട്ട് ചെയ്യുന്നത്. നമ്മൾ വിചാരിക്കും എന്താണ് ഈ കാണുന്ന ഈ സാധനങ്ങൾ മാത്രമാണ് അങ്ങനെ വർക്ക്ഔട്ട് ചെയ്യുന്നത്. അങ്ങനെ അല്ല. നമ്മളുടെ ലൈഫിൽ അല്ലാതെ നോൺ ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും മൈൻഡ് കൊണ്ട് നമുക്ക് അട്രാക്ട് ചെയ്യാൻ പറ്റും, നെഗറ്റീവും പോസിറ്റീവും. കടങ്ങളെ കുറിച്ച് പ്രാർത്ഥനയിലൊക്കെ കടങ്ങൾ വീട്ടിൽ തരണേന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം പടച്ചോനെ എന്നെ സമൃദ്ധിയിലേക്ക് എത്തിച്ചു തരണേ പടച്ചോനെ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ എന്താ സംഭവിക്കുക? പോസിറ്റീവിലാണ് നമ്മൾ ചിന്ത കൊടുക്കണേ എല്ലാ സമയത്തും. സമൃദ്ധി സമൃദ്ധി, കടം 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 എന്ന് ചിന്തിക്കുന്നതിന് പകരം പ്രാർത്ഥനയിലും സമൃദ്ധി സമൃദ്ധി, അബണ്ടൻസ്, ഫിനാൻഷ്യൽ ഫ്രീഡം എന്ന് മാത്രം ചിന്തിച്ചാൽ എങ്ങനെ ഉണ്ടാവും? അത് രണ്ടും ഡിഫറെന്റ് ആണ്. അപ്പൊ നമ്മൾ എന്താ അട്രാക്ട് ചെയ്യുക? അബണ്ടൻസിലേക്കുള്ള കാര്യങ്ങളും സമൃദ്ധിയിലേക്കുള്ള കാര്യങ്ങളുമാണ് അട്രാക്ട് ചെയ്യുക. പക്ഷെ കടം കടന്ന് ഇതേപോലെ തന്നെ എന്താണ്, നമ്മൾ എല്ലാ സമയത്തും വിഷൻ ബോർഡിലും ഈ അഫർമേഷനിലും വിഷ്വലൈസേഷനിലും ഒക്കെ നമ്മളിങ്ങനെ സ്വർഗം സ്വർഗം നബിസല്ലല്ലാഹു അള്ളാന്നൊക്കെ നമ്മളിങ്ങനെ എല്ലാ സമയത്തും ചിന്തിച്ചാണ്ടല്ലോ, നമുക്ക് എതിലെ പോയാലും അള്ളാനെ കാണാൻ പറ്റും. ഒരു മരത്തിലേക്ക് നോക്കുന്ന സമയത്ത് പോലും ഇതിന്റെ ഒരു സൃഷ്ടിപ്പ് എങ്ങനെ പഠിച്ചോനെ, അതിന്റെ ഒരു ഘടന നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഒരു തെങ്ങുണ്ടല്ലോ, ആ തെങ്ങിനെ പറ്റി മാത്രം ആലോചിച്ച് നോക്കി നിങ്ങൾ. ഒരു ഉണങ്ങിയ ഒരു മരത്തടിയിലൂടെ മോൾ എന്താ ഉണ്ടാകുന്നറിയോ? ചിരട്ടന്റെ ഉള്ളില് അല്ല ചേരിന്റെ ഉള്ളിൽ ഒരു ചിരട്ടന്റെ ഉള്ളില് നല്ല മധുരമുള്ള ഇളന്നി വെള്ളം. ആ മധുരമുള്ള വെള്ളമൊക്കെ എവിടുന്ന് വരിക? ഇങ്ങനെ ഫിൽട്ടർ ചെയ്തിട്ട് മറ്റേ വാട്ടർ പ്യൂരിഫയർ പോലെ എന്തോ ഉണ്ടാവും ചിലപ്പോൾ തെങ്ങിന്റെ ഉള്ളിൽ. അപ്പോ നമ്മൾ ഒരു മരത്തിലേക്ക് നോക്കുമ്പോൾ പോലും വി വിൽ തിങ്ക് ടു ദ കോൺഷ്യസ്നെസ് ഓഫ് ദി ക്രിയേറ്റർ, ഡിവൈൻ കോൺഷ്യസ്നെസ് എന്ന് പറയും. ഏത് സമയത്തും നമ്മൾ സംസാരിക്കുമ്പോ ആയിക്കോട്ടെ, നമ്മൾ ആരോട് പെരുമാറുമ്പോ ആയിക്കോട്ടെ, നമ്മൾ നാച്ചുറലിലേക്ക് നോക്കുമ്പോ ആയിക്കോട്ടെ, നമ്മൾ ഈ ഒരു തോട്ട് ഇങ്ങനെ എല്ലാ സമയത്തും കിട്ടും. പക്ഷെ കിട്ടാത്ത നിൽക്കാണ് നമ്മൾ ആ സമയത്ത് കോൺഷ്യസ്നെസ് എന്തിലേക്കായിരിക്കും? പ്രശ്നങ്ങളിലേക്കായിരിക്കും. ഒന്നെങ്കിൽ കടങ്ങളായിരിക്കും, അല്ലെ കുടുംബ പ്രശ്നങ്ങളായിരിക്കും, അല്ലെ ഭാര്യയായിട്ടോ ഭർത്താവുമായിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ശരീരത്തിൽ എവിടെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അതിലേക്ക് മാത്രം ചിന്തിച്ചു നിൽക്കുന്നവർക്ക് എന്തിലേക്ക് ചിന്തിക്കാൻ പറ്റൂല? അബണ്ടൻസിലേക്കോ ക്രിയേറ്ററിലേക്കോ ചിന്ത കൊടുക്കാൻ പറ്റൂല. അവിടാണ് ഗ്രാറ്റിറ്റ്യൂഡിന്റെ പവർ വർക്ക്ഔട്ട് ചെയ്യുന്നത്. ഗ്രാറ്റിറ്റ്യൂഡ് ഉള്ള ഒരാൾ എന്തിലേക്കാ ശ്രദ്ധിക്കുക? ഇവിടെ ഒരു മുറിയുള്ള സമയത്ത് എന്റെ മുറി എന്ന് ചിന്തിക്കുന്നതിന് പകരം ഈ വൂണ്ട് ഇവിടെ മാത്രമേ ഉള്ളൂ, ഈ പോർഷൻ, ദാറ്റ് മീൻസ് ലെസ് ദാൻ 1% ഓഫ് അവർ ബോഡി, ഈ ഒരു ഭാഗത്ത് മുറി എന്ന് പറഞ്ഞാൽ ബാക്കി 99% പ്രോപ്പർലി വർക്കിംഗ് ആണ്. ആ 99%ലേക്ക് നമ്മൾ നോക്കുന്ന സമയത്ത് നമ്മൾ ഗ്രേറ്റ്ഫുൾ ആയി. വി ആർ നോട്ട് ലുക്കിംഗ് ഇൻ ടു ദി അൺഗ്രേറ്റ്ഫുൾ തിങ്സ്, വി ആർ ലുക്കിംഗ് ഇൻ ടു ദി നന്ദി പറയാനുള്ള കാര്യങ്ങൾ, അല്ലെ? നമ്മൾ പ്രശ്നങ്ങൾ ചിലപ്പോൾ ചെറിയതായിരിക്കും ഉണ്ടാവുക, അതിലേക്ക് നോക്കുന്നതിന് പകരം നന്മയുള്ള കാര്യങ്ങളിലേക്കും നല്ലത് പറയാനുള്ളതിലേക്കും നോക്കി തുടങ്ങുമ്പോൾ അതൊരു പ്രാക്ടീസ് ആയിട്ട് ഹാബിറ്റ് ആയിട്ട് മാറുന്ന സമയത്ത് നമ്മളുടെ ജീവിതം തന്നെ വേറൊരു രീതിയിലാണ് പിന്നെ കാണാൻ തുടങ്ങുക. ഇപ്പൊ ഞാനിപ്പോ ഇതിനെപ്പറ്റി പറഞ്ഞപ്പോ മിസ്സിന്റെ ഈ ഇതൊക്കെ പറയും, ഈ എന്താണ് ഫീഡ്ബാക്കുകളൊക്കെ പറയും. ഫീഡ്ബാക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ഷെയർ ചെയ്യും. എനിക്ക് ഭയങ്കര സന്തോഷമായി കേൾക്കുമ്പോ. അല്ല, ഞാൻ ചോദിക്കുന്നില്ല, എന്നാലും. അപ്പോ ഈ രീതിയിൽ ഏത് നിമിഷത്തിലും നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡിലും ഫോറിയനെസ്സിലും അൺകണ്ടീഷണൽ ലവിലും ജീവിക്കുന്ന സമയത്ത് ഇതേപോലെ റെഡ് കാർ തിയറി പോലെ ഈ ചിന്തകളും ഡിവൈൻ കോൺഷ്യസ്നെസ്സും പടച്ചോൻ എന്നുള്ള ചിന്തയും മൈൻഡിൽ എല്ലാ സമയത്തും ചിന്തയിലും പിക്ചറിലും ഒക്കെ കാണാനും കൂടെ നമുക്ക് പറ്റിയാൽ സ്വർഗം 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 എന്നുള്ള സംഭവം നമ്മൾ റിപ്പീറ്റഡ് ആയിട്ട് ചിന്തിച്ചോണ്ടുണ്ടല്ലോ, അതിലേക്ക് എത്തിപ്പെടാനുള്ള സിറ്റുവേഷൻസും ഹാബിറ്റുകളും സ്വഭാവ രീതിയൊക്കെ നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വരും. റെഡ് കാറ് നമ്മൾ കാണുന്ന പോലെ
അതിലേക്ക് എത്തിപ്പെടാനുള്ള ഓപ്പർച്യൂണിറ്റികൾ നമ്മൾ എവിടെ പോയാലും നോക്കുക. ഒരാളെ സന്തോഷിപ്പിച്ചാൽ അവിടേക്ക് എത്താം, ഒരാളെ സഹായിച്ചാൽ അവിടേക്ക് എത്താം, ഒരാളെ ഇമോഷണലി സപ്പോർട്ട് ചെയ്താൽ അവിടേക്ക് എത്താം. അവിടെ ഹിയർ ആഫ്റ്റർ ആ രീതിയിൽ നമ്മളുടെ ചിന്ത മാറുന്ന സമയത്ത് നോമ്പ് എന്നൊക്കെ പറഞ്ഞ ഒരു ആഘോഷമാണ്. ചില ആൾക്കാര് ചൂടാണ്, പട്ടിണി കിടക്കണം എന്നായിരിക്കും ചിന്തിക്കും. പക്ഷെ നോമ്പ് എന്ന് പറയുമ്പോൾ അവിടേക്ക് എത്താൻ 70 ഇരട്ടി, 70 ഇരട്ടി, ഒരു നിസ്കാരത്തിന് 70 ഇരട്ടി, ഒരു പ്രാർത്ഥനക്ക് 70 ഇരട്ടി എന്നുള്ള രീതിയിൽ ചിന്തയായിട്ട് മാറും. അപ്പോ ഈ ഒരു കോൺഷ്യസ്നെസ് ലൈഫിൽ ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ ചിലപ്പോൾ ഇങ്ങനെ പറയും, ഇത് ഭയങ്കര നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോപ്പിക്, അതുകൊണ്ടാണ്. അപ്പോ ഇപ്പം നിങ്ങൾക്ക് ഞാനിപ്പോ എന്റേതായിട്ട് എന്റെ നാട് കൊടുവള്ളിയാണ്, കോഴിക്കോട് കൊടുവള്ളി അല്ല, മടവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. കുറച്ചൊരു ഉൾഗ്രാമത്തിൽ താമസിക്കുന്ന ആളാണ്. അപ്പൊ എന്റെ ഭാഷ ഇപ്പൊ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്നാൽ കഴിയുന്ന മലയാളത്തിലാണ് ഞാൻ സംസാരിച്ചത്. ഞാൻ ഇപ്പം എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടി ഈ കോട്ടയം ഭാഷയിലേക്കോ മറ്റേ അതിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഭയങ്കര വൃത്തികേടായിരിക്കും. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ലൈൻ ശക്കർത്തും ലസീദന്നക്കും അങ്ങനെ എനിക്ക് നടക്കൂല. അതുകൊണ്ടാണ് ഇപ്പൊ ചിലപ്പം ജഡ്ജ് ചെയ്യാനിരിക്കുന്നവർ ചിലപ്പോൾ എന്റെ ഭാഷയിലേക്കായിരിക്കും നോക്കുക. പക്ഷെ കേൾക്കുന്നതിൽ എന്തെങ്കിലും ആവശ്യമുള്ളത് കിട്ടുമോന്നുള്ള ആ ഒരു ക്യൂരിയോസിറ്റിയിൽ ഇരിക്കുന്നവർക്ക് ചിലപ്പം പറയുന്നവർക്ക് എവിടെയെങ്കിലും ഒക്കെ കണക്ട് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതൊന്നും ആർക്കും അറിയാത്ത കാര്യങ്ങൾ, എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ്. ജസ്റ്റ് ഒന്ന് റിമൈൻഡർ. ചില ആൾക്കാർക്ക് റിമൈൻഡറും ആവശ്യം ഉണ്ടാവില്ല. ജസ്റ്റ് ഒന്ന് എന്റെ ഇവിടുന്ന് കളിക്കുന്ന കോമാളിത്തരം കാണാൻ വന്നിരിക്കുന്നവർക്ക് അവിടെ ഉണ്ട്. ഏതായാലും ഇത്രേ ഉള്ളൂ. ഏതായാലും റമദാൻ ഒരു ആഘോഷമാക്കി മാറ്റുക. ഓരോ ദിവസവും നമുക്ക് കിട്ടുന്നത് നമുക്കിങ്ങനെ അബണ്ടൻസ്, നമ്മളുടെ ഡീഡ്സിലേക്കും ഹിയർ ആഫ്റ്ററിലേക്കും നമ്മളുടെ ഇയറിലേക്കും ഒക്കെ അബണ്ടൻസ് അട്രാക്ട് ചെയ്തെടുക്കാനുള്ള ഒരു മാസമാക്കി മനസ്സിൽ കരുതുക. ആ ഒരു കാര്യങ്ങളൊക്കെയാണ് പറയാനുള്ളത്. താങ്ക് യു സോ മച്ച്. വിത്ത് ഓൾ ഹാർട്ടഡ് ഗ്രാറ്റിറ്റ്യൂഡ് സൈനിങ് ഓഫ് അഫ്സൽ മാലിക്. നല്ല കേട്ടോ, ഞാൻ വെറുതെ ഇത് പറഞ്ഞതാ. അപ്പൊ ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഫീഡ്ബാക്കോ കാര്യങ്ങളോ ഒക്കെ പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എന്തെങ്കിലും ഡൗട്ടുകളോ ഞാൻ പറഞ്ഞ ഹദീസുകളോ ഒക്കെ തെറ്റിപ്പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ കറക്റ്റ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട് കേട്ടോ. ഞാൻ ഒരിക്കലും പറയില്ല ഞാൻ പറഞ്ഞത് കറക്റ്റ് ആണെന്ന്. ഏകദേശം തട്ടിക്കുട്ടൽ അങ്ങനെ പോണ ആളാണ്. വലിയൊരു വലിയൊരു സംഭവം ഒന്നുമല്ല. ചെറുങ്ങനെ പഠിച്ചു വരുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് നമ്മളാൽ കഴിയുന്ന രീതിയിൽ പഠനങ്ങൾ നടത്തി അങ്ങനെ അത് ആർക്കെങ്കിലും ഇപ്പൊ 19 ആളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. നേരത്തെ ഒരു 20 ആൾ 25 ആൾക്കാരൊക്കെ കണ്ടിരുന്നതാണ്. അപ്പം ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടായിട്ട്, അല്ലെങ്കിൽ ചില ആൾക്കാർ ചിലപ്പം സാഹചര്യം കൊണ്ട് തിരക്കൊണ്ട് പോയതൊക്കെ ആയിരിക്കാം. പക്ഷെ ഈ 19 ഒറ്റ ആളെ കിട്ടിയാൽ മതി. എന്റെ ഇന്റൻഷൻ എന്താ അറിയോ, ആരെങ്കിലും എന്തെങ്കിലും ഒന്ന്, ദാറ്റ് മീൻസ് ഈ 1.5 മണിക്കൂറിലെ എന്തെങ്കിലും ഒന്ന് ഓല് യൂസ് ചെയ്തിട്ട് ഓലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വെളിച്ചായിട്ടുണ്ടല്ലോ, അതെനിക്ക് ഇവിടെ മാത്രമല്ല കിട്ടുക, അവിടെയും കിട്ടും. അപ്പൊ അവിടെ അതെവിടെയെന്ന് ഇങ്ങനെ ചിന്തിച്ച് നടക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. ഏത് നിമിഷത്തിലും നമുക്ക് എന്ത് സങ്കടങ്ങളോ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിലും നമ്മൾ ഭയങ്കര ഒരു സമാധാനം എന്ന് പറഞ്ഞ സംഭവം. കിടന്നൊക്കെ ഉറങ്ങിക്കഴിഞ്ഞാണ്ടല്ലോ ഒന്നും ആരോടും ദേഷ്യവും വെറുപ്പും ഒന്നുമില്ലാണ്ട് കിടന്നുറങ്ങിയാൽ എന്താ പ്രത്യേകത എന്നറിയോ, 2 മിനിറ്റ് വേണ്ട നമുക്ക് ഉറങ്ങാൻ. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നിട്ട് ഓന്റെ കാര്യം ഓളെ കാര്യം അതിങ്ങനെ ആലോചിച്ച് ഇങ്ങനെ കിടക്കും നമ്മൾ. അപ്പൊ അതുകൊണ്ട് ഏതായാലും ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. അപ്പം ആൾക്കാർക്ക് എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അടിപൊളി ക്ലാസ് കേട്ടിരിക്കാൻ താങ്ക് യു സോ മച്ച്. അൽഹംദുലില്ലാഹ്, ടു ബി ഓണസ്റ്റ്, the session has been incredibly both way. Thank you so much, Fatima Suhaila. Thank you so much. Nice class, sir. Swami. ആയിക്കോട്ടെ. ഏതായാലും എല്ലാവരും പറ്റുന്നവരൊക്കെ വീഡിയോ മോഡിൽ വന്നിട്ടോ അല്ലെങ്കിൽ ഓഡിയോ മോഡിൽ വന്നിട്ടോ പറ്റുന്നവരൊന്ന് നേരിട്ട് വന്ന് പറയുകയാണെങ്കിൽ ഒരു സന്തോഷമാണ് കേട്ടോ. സന്തോഷം മീൻസ് നല്ലത് തന്നെ പറയണമെന്നില്ല, തെറ്റ് വന്നിട്ടെങ്കിൽ അതും പറയാം. നമുക്ക് അങ്ങനത്തെ ഒരു തെറ്റ് എപ്പോഴും വരും. മനുഷ്യനാണ് നമ്മൾ, പഠിച്ചണമെന്നല്ലോ, മനുഷ്യന്മാരല്ലേ, ചെറിയ മനുഷ്യന്മാരല്ലേ. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ ഒന്ന് അറിയിക്കാം പറ്റുന്നവരൊക്കെ. നിങ്ങൾ ടെക്സ്റ്റ് ചെയ്യുന്നതിന് പകരം മിസ്ന, നമ്മൾ ഈ ടോപ്പിക്കിൽ ആദ്യമായിട്ടാണ് സംസാരിക്കുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നിയത്? എന്തെങ്കിലും കണക്ഷൻ കിട്ടിയോ, അല്ലെങ്കിൽ എല്ലാം അറിയുന്ന കാര്യങ്ങൾ തന്നെ ആയിരുന്നോ? എന്താണ് സ്ഥിതി? ഇല്ല, കണക്ഷൻ തന്നെയായിരുന്നോ. നമ്മള് കുറെ ആളുകൾ പുതിയ ജോയിൻ ചെയ്ത ആളുകളുണ്ട്. അവരുടെ അടുത്ത് പറയുകയാണ് നമ്മളെ ക്ലാസ് ഇങ്ങനെയാണ് കേട്ടോ, സൈഡ് പറഞ്ഞ പോലെ വെരി ഫോർമൽ രീതിയിൽ ഞാൻ ഇതാണ് സംസാരിക്കുന്നത്. നിന്നെ അങ്ങനൊന്നും അല്ല, നമ്മൾ പഠിച്ചു വരുന്നവരാണെന്ന് സാർ എപ്പോഴും പറയലുണ്ട്. അപ്പോ
എനിക്ക് തോന്നുന്നു റീകണക്റ്റിംഗ് ആയിരുന്നു എല്ലാവർക്കും, ഒരു റിമൈൻഡർ ആയിരുന്നു. നമ്മളിപ്പോൾ അതിലൂടെ ഒക്കെ കടന്നുപോയി. ഈ ഒരു ഇപ്പോൾ റമദാനിൽ നമ്മൾ പറയുമല്ലോ മഗ്ഫിറത്തിന്റെ പത്ത്, അല്ലെങ്കിൽ അതുപോലെ ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്, ചാരിറ്റി, അങ്ങനെ നമ്മൾ റമദാനിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട എല്ലാ ടോപ്പിക്കിലും ഒന്നും ഇങ്ങനെ ടച്ച് ചെയ്ത് പോയതായിരുന്നു എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ എല്ലാ മനുഷ്യർക്കൊക്കെ പുറത്തെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഞാൻ മുന്നത്തെ സെഷനിലും പറഞ്ഞിട്ടുണ്ട്, നമ്മളിങ്ങനെ ആലോചിച്ചാൽ മതി, നമ്മൾ പിന്നെയും പിന്നെയും 100,000, ഞാൻ ഇപ്പോഴത്തെ എഴുതിയിരുന്ന ആ ഒരു കാര്യം, 100,000 തെറ്റുകൾ ചെയ്യുന്നുണ്ട്, എന്നിട്ടും പടച്ച റബ്ബ് നമ്മളോട് പൊറുക്കുന്നുണ്ട്. ആ നമുക്കാണ് പടച്ചവന്റെ സൃഷ്ടികളോട്, അതായത് മനുഷ്യരുടെ അടുത്ത് പൊറുക്കാൻ മതി. നമ്മളിങ്ങനെ ആലോചിക്കുക, ഷോ എന്നോട് ഇതൊക്കെ ചെയ്തിക്കണം. നമ്മൾ ഒന്ന് ആലോചിക്കുക, നമ്മൾ രഹസ്യമായിട്ട് എത്ര തെറ്റ് ചെയ്തിട്ടുണ്ട്, ആരും കണ്ടിട്ടില്ലേ ശരിയാ, പക്ഷെ പടച്ചോന്ന് പുറത്ത് നിന്നോണ്ടല്ലേ. പിന്നെ ഒന്ന് ആലോചിക്കുക, നാളെ നമുക്കൊരു ഫോണ് വരികയാണ്, നിങ്ങളിപ്പോ ഈ പുറത്തു കൊടുക്കാൻ പറ്റാത്ത അത്രയും സ്ട്രഗിൾ ചെയ്യുന്ന പ്രശ്നമുള്ള ഒരാളുണ്ടെങ്കിൽ അവർ മരിച്ചിട്ടുണ്ട്, ആ ഒരു മൊമെന്റിൽ നിങ്ങൾ പുറത്തു കൊടുക്കാത്ത കാര്യം ഏറ്റവും അംഗീകാരമായിട്ടോ അല്ലെങ്കിൽ റിവാർഡായിട്ടോ കാണാൻ പറ്റുമോ? അതൊന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ മനുഷ്യരുടെ പ്രശ്നങ്ങളില്ലാതെ ഒരു പരിധി വരെ ശ്രമിക്കാം എന്നുള്ളതാണ് ഞാൻ പറയത്തുള്ളൂ. പിന്നെ പ്രത്യേകിച്ച് ഞാൻ 2-3 പേര് നോട്ട് ചെയ്തിരുന്നൊരു മിനിറ്റ്. പിന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ എല്ലാവരുടെ അടുത്തും കൈൻഡായി പെരുമാറുക എന്നുള്ളത്. നമ്മൾ തന്നെ പഠിച്ചിട്ടുണ്ട്, ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചാൽ ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന്. അപ്പോൾ നമുക്ക് ചുറ്റുള്ള മനുഷ്യന്മാരെ എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിക്ക് കാണാൻ പറ്റുക, അങ്ങനെ നോക്കുക. അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. എല്ലാം ഒരു തവക്കുൽ എന്നുള്ള രീതിക്ക് നമ്മളെ ഇപ്പൊ ചിലർക്ക് പറഞ്ഞു, എനിക്കിപ്പോ സാമ്പത്തികപരമായിട്ടൊന്നുമില്ല, അല്ലെങ്കിൽ അങ്ങനെ കൊടുക്കാൻ പറ്റൂല എന്നല്ല, പക്ഷെ ആ കൊടുക്കാന്നുള്ള മനസ്സ് നിങ്ങളുടെ ഉണ്ടെങ്കിൽ അതൊരു ഹൈറാണ്, ഒരു ശുക്രാണ്. അത് എല്ലാവർക്കും ഉള്ള മനസ്സല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നെ ചാരിറ്റി പോലും സ്വതക്കെയാണെന്നുള്ളതാണ് നമ്മളൊക്കെ പഠിച്ചിട്ടുള്ളത്. അതൊക്കെ ചെയ്യാന്നുള്ളതാണ് പിന്നെയും റിമൈൻഡ് ചെയ്യാനുള്ളത്. ഏറ്റവും അടിപൊളിയായിട്ട് നല്ലൊരു സോളായി ഈ ഒരു റമദാനെ വരവേക്കാൻ എല്ലാവർക്കും പറ്റട്ടെ. പിന്നെ നമ്മൾ ഫസ്റ്റത്തെ 10 റഹ്മത്തിന്റെ 10 എന്നല്ലേ എല്ലാവരും പറയാ, അള്ളാഹു അർഹംനി അർഹമർ റാഹിമീൻ എന്നുള്ളൊക്കെ നമ്മൾ ചൊല്ലുമല്ലോ. ചൊല്ലുന്ന മുന്നേ ആ ഒരു റഹ്മത്ത് എന്തൊക്കെയാ നമ്മൾ തിരിച്ചറിയാൻ വേണ്ടി ശ്രമിക്കുക. ഇപ്പൊ ഞാൻ സംസാരിക്കുന്നുണ്ട്, എന്റെ ശരീരത്തിന് പ്രശ്നമില്ല, കാഴ്ചയുണ്ട്, കേൾവിയുണ്ട്, ഇതെല്ലാം ഉണ്ട്. ഇതും സാറ് പറഞ്ഞ പോലെ ഞാനിതെല്ലാം പെർഫെക്റ്റ് ആയി നോക്കി ജീവിക്കുന്ന ഒരാളല്ലട്ടാ. കുട്ടിയാണ്, തെറ്റുകളൊക്കെ വരാറുണ്ട്, ഇപ്പോഴും തെറ്റുകൾ സംഭവിച്ചുകൊണ്ട് തിരുത്താനും ഉണ്ട്. പക്ഷെ നമുക്ക് തോന്നിയ കാര്യങ്ങൾ നമ്മളെ ജോസഫ് അന്നൻകുട്ടിക്ക് എപ്പോഴും പറയലുണ്ട്, നമ്മളെ ലൈഫിൽ ഉപകാരപ്പെട്ടില്ലെങ്കിലും വേറെ ഒരാൾക്ക് ഉപകാരപ്പെട്ടാലോ എന്നൊരു തോട്ടോട് കൂടിയിട്ട് ഷെയർ ചെയ്യുന്നതാണ്. നമ്മൾ ഏത് പുസ്തകങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാലും, സെൽഫ് ഡെവലപ്മെന്റ് ആവട്ടെ, ലീഡർ ക്വാളിറ്റി ആവട്ടെ, എന്തൊക്കെ വായിച്ചു കഴിഞ്ഞാലും നമുക്കതിൽ മനസ്സിലാക്കാൻ പറ്റും, നമ്മളെ ഖുറാനിൽ പറഞ്ഞിട്ടില്ല എല്ലാ കാര്യങ്ങളോടും വേറെ രീതിക്ക് പറയല്. ഇപ്പൊ നമ്മൾ പാലിയേറ്റീവ് യൂണിറ്റ് ഒക്കെ എടുത്തു നോക്കുക, അതിന്റെ ഏറ്റവും നമ്മൾ ഈ അടുത്ത് ഞാൻ സെഷനിൽ ഇരുന്നിരുന്നു, അപ്പൊ അവിടുന്ന് പറഞ്ഞതായിരുന്നു, നമ്മൾ ഉമർ റളിയല്ലാഹു അൻഹു ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നു. ഭരണാധികാരി ആയിട്ട് പോലും വേഷം മാറിയിട്ട് മറ്റുള്ള മനുഷ്യരെ ആവശ്യക്കാരിലേക്ക് ഇറങ്ങി ചെന്ന് സഹായിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പൊ ഈ പാലിയേറ്റീവരൊക്കെ ചെയ്യുന്നത്. നമുക്കത് പബ്ലിക്കലി എല്ലാ മതത്തെ റെസ്പെക്ട് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റില്ല, ഉമറിന്റെ പ്രവൃത്തിയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ അതാലേക്ക് നമ്മൾ ആ ഒരു പാതയാണ് അതുവരെയൊക്കെ പിന്തുടരുന്നതെന്നുള്ളത്. ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങൾക്ക് പറ്റുന്നതൊക്കെ നോട്ട് ചെയ്ത് നോക്കുക. അപ്പം കുറച്ചധികം സമയം എടുക്കുന്ന സംശയമുണ്ട്, സോറി. പിന്നെ എല്ലാവരും ഫീഡ്ബാക്ക് ഒക്കെ പറയാൻ വേണ്ടി ശ്രമിക്കുക കേട്ടോ. ഇവിടെ നമ്മൾ ഹായ് ഓൾ. മാം പറഞ്ഞോളൂ. ഹായ് ഓൾ, എന്റെ പേര് മുഷിദ ഫ്രം തിരൂർ. ഞാൻ ഇൻസ്റ്റയിൽ വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഫോളോ ചെയ്തൊക്കെ. ശരിക്കും ഞാൻ ആ വീഡിയോ കണ്ടപ്പോൾ നമുക്കൊരു 4 പേരെ മുന്നിൽ എങ്ങനെ ഭയമില്ലാതെ സംസാരിക്കാൻ പഠിക്കാന്നുള്ള ഒരു ഇതിലാണ് ഞാൻ ഫോളോ ചെയ്തതും അതുപോലെ യൂണിക്നെസിന്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ചതും. പക്ഷെ ഈ ക്ലാസ് കേട്ടപ്പോ ഞാൻ അത്ര ഈമാനി ഒന്നുമല്ല കേട്ടോ, ഈമാനൊക്കെ വളരെ കുറവുള്ള ഒരാളാണ്. പക്ഷെ ഈ ഒരു വീഡിയോ സാറിന്റെ ക്ലാസ് കേട്ടപ്പോ ഇന്ന് മുതൽ, ഈ നിമിഷം മുതൽ എനിക്കും ഇങ്ങനെ ആവണം, അതായത് കുറച്ചുകൂടെ ഒന്ന് നന്നാവണം, ഒന്ന് ഈമാനി ആവണം എന്നുള്ളൊരു തോന്നല് വന്നു. താങ്ക് യു സർ. അപ്പൊ അതൊന്നും ഇവിടെ പറയണം എന്ന് തോന്നി. ഇത് മോളാണോ? മോളാണ്, UKG സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നത്. എന്താ പേര്? ബർസ ഫാത്തിമ. താങ്ക് യു. അപ്പൊ വളരെ സന്തോഷം ഈ ക്ലാസ് കണ്ടതിന്. എല്ലാ ശനിയാഴ്ചയും ക്ലാസ് ഉണ്ടാവുമോ? ആ മാം, ഇനി മുതൽ ചിലപ്പം ശനിയാഴ്ച രാവിലെ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഞായറാഴ്ച രാവിലെ. അത് ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യിച്ചാവും. നോമ്പായതുകൊണ്ട് തറാവിന്റെ ടൈം ആണല്ലോ ഇനി മുതൽ. ഗ്രൂപ്പിൽ ഇൻഫോം ചെയ്യിച്ചാവും. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഇനിയും അടുത്ത സെഷനിലും വരിക ഇൻഷാല്ലാ. വളരെ ഫ്രീ ആയിട്ട് സംസാരിക്കാൻ പറ്റും. സാധാരണ നമ്മളൊരു ഗൂഗിൾ മീറ്റ് എന്നൊക്കെ പറയുമ്പോൾ സാർമാരിങ്ങനെ സംസാരിക്കും, ആരും വീഡിയോ മോഡിലൊന്നും വരാതെ നല്ലൊരു പേടിച്ച് ഒരു ഫ്രീ ഒന്നും ഇല്ലാതെ ഒന്നെങ്കിൽ ടൈപ്പിംഗ് മോഡലാവും,
അല്ലെങ്കിൽ ഇതുപോലെ വീഡിയോയില് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ അൺമ്യൂട്ട് ആക്കാൻ പറ്റാത്തൊരു സാഹചര്യം വരും. അപ്പൊ നമ്മൾ ഇങ്ങനെ കേൾക്കുമ്പോൾ ഒരു ചടച്ച് ഇതായി വേഗം ഇറങ്ങി പോരാറൊക്കെയുണ്ട്. പക്ഷെ ഇവിടെ നമുക്ക് എന്ത് സാറിന്റെ ക്ലാസ് ആണെങ്കിൽ വേറെ റെസ്പോൺസ് ചെയ്യാം. താങ്ക് യു ആ ഒരു വീഡിയോ കോൺഫറൻസിൽ ഇങ്ങനെ പറ്റിയില്. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. അൽഹംദുലില്ലാ. ഏതായാലും വേറെ ആരാണ് അടുത്തത്? അടുത്ത സെഷനിലും വരും മാം. ഞാൻ കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ട് വന്നതാണ്. കുറച്ച് തിരക്കുകളൊക്കെ ആയിട്ട് ജോയിൻ ചെയ്യാൻ പറ്റാറില്ലായിരുന്നു. പക്ഷെ റെക്കോർഡിങ്സ് കാണാറുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ പറഞ്ഞോളൂ. എന്താ, ഞാൻ ഭയങ്കര ഇമോഷണലാണ്. അത് ഇങ്ങനെയെല്ലാം റംലാനെ കുറിച്ച് അതിന് മുന്നില് ഇന്നിപ്പോ ഫുള്ള് ആ ഒരു തോട്ടിൽ തന്നെ ഇരുന്ന അതിനെ കുറിച്ച് തന്നെയാണ് സാറ് സെഷൻ എടുത്തത്. അപ്പൊ എല്ലാം കൂടി കണക്ട് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര എന്താ പറയാ ഒരു കുറച്ച് ഇമോഷണൽ ആണ് കാര്യങ്ങളൊക്കെ. എന്താ പറയാ, നോമ്പുകാരനാവാന്നുള്ളതിനെ കുറിച്ച് പറഞ്ഞപ്പോ നോമ്പുകാരനാവാന്നുള്ളത് വെറുതെ ഫാസ്റ്റിംഗ് ഫുഡ് കഴിക്കുക ഭക്ഷണം ഉപേക്ഷിച്ച് മാത്രം നോമ്പുകാരനാവുന്നതിന് പകരം സോഷ്യൽ മീഡിയ പറഞ്ഞ പോലെ തന്നെ വാക്കിലും നോക്കലും പ്രവൃത്തിയിലും എന്തിനും ചിന്തകൾ പോലും നോമ്പുകാരനാവാൻ എല്ലാവർക്കും പറ്റട്ടെ. അത് ശരിക്കും നോമ്പ് എന്നുള്ള ഒരു അനുഭൂതി നമ്മളെപ്പോഴും പറയും, നിസ്കാരം എന്നുള്ളത് ഒരു അനുഭൂതി കിട്ടി തുടങ്ങിയാൽ ആ ഒരു രസം കിട്ടിയാല് ഒരു സെഷനില് ഗൈഡ് പറഞ്ഞ പോലെ എന്താ എള്ളിലെ എണ്ണ പോലെ തെങ്ങിലെ കള്ള് പോലെ ഏതൊരു ഇതിൽ പറഞ്ഞ പോലെ അങ്ങനെ ആ ഒരു അനുഭൂതി കിട്ടിക്കഴിഞ്ഞാല് നമ്മൾ പിന്നെ അതിന് പോരൂല എന്നാണല്ലോ. ആ ഒരു അതേപോലെ നിസ്കാരത്തിലെ അനുഭൂതി കിട്ടുന്ന അതേപോലെ തന്നെ നോമ്പിന്റെ അനുഭൂതി ഈ റമദാനില് എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റട്ടെ. ഞാനും പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെ പ്രാർത്ഥനയിലും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കണ്. പിന്നെന്താ, എനിക്ക് ഭയങ്കര എന്താ പറയാ പീസ്ഫുൾ ആയിട്ട് ഒരു സമാധാനം കിട്ടി. ഞാൻ ഭയങ്കര ഒരു എന്താ ഇങ്ങനത്തെ ഒരു ഗ്രാഫിലും കൂടെ ചിന്തകളെ എന്തൊക്കെയാന്ന് അറിയില്ല. എനിക്ക് കുറെ ഇന്ന് ഫുള്ള് അങ്ങനത്തെ ഞാൻ കുറെ എഴുതിയൊക്കെ ഇപ്പോ തോന്നിയതൊക്കെ കുറെ ഇരുന്നിട്ട് അത്രയ്ക്കും മൈൻഡ് ഭയങ്കര ഇതായിട്ടിരിക്കുകയാണ്. അറിയില്ല എന്താണ് എന്നുള്ളത്. പക്ഷെ അതിനൊരു സ്റ്റഡി ആക്കാന് സാറിന്റെ ഈ സെഷനിൽ ഇരുന്നപ്പോ എന്നെ കൊണ്ട് പറ്റിയിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. അല്ല, അതൊന്നും ഇപ്പോഴും ഞാൻ ചിന്തിക്കുന്നുണ്ട്. ആർക്ക് എന്ത് വന്ന് ഞാനല്ല സംസാരിച്ചതെന്ന് എനിക്കറിയാം. ഞാനല്ലായിരുന്നു. ആയിക്കോട്ടെ, ഏതായാലും അടുത്തത് വേറെ ആരാണ്? താങ്ക് യു സോ മച്ച്. മൊയ്തീൻ കുട്ടി സർ എന്തെങ്കിലും പറയാനുണ്ടോ? സർ ഫസ്റ്റ് ടൈം അല്ലേ ജോയിൻ ചെയ്യുന്നത്? എനിക്കൊന്ന് വേറെ ആരോ ഒന്ന് അൺമ്യൂട്ട് ചെയ്തിരുന്നു. അത് കഴിഞ്ഞിട്ട് മൊയ്തീൻ സാറിന് ചോദിക്കാം. ഹലോ, അസ്സലാമു അലൈക്കും. ഞാൻ മുബീന മാം ആട്ടോ. ഞാൻ വരാറുള്ള ആളാണ്. പേരും ചേഞ്ച് ചെയ്യുന്നു മാത്രം. അൽഹംദുലില്ലാ, നല്ല ക്ലാസ് ആയിരുന്നു കേട്ടോ. കാരണം നമുക്ക് എല്ലാവർക്കും അറിയുന്നത് തന്നെ, എങ്കിൽ പോലും നമുക്കിങ്ങനെ ഒരു ഓർമ്മപ്പെടുത്തൽ എപ്പോഴും നല്ലതാണല്ലോ. ചിലതൊക്കെ നമുക്കറിയാം, ചിലതൊന്നും അറിയില്ല. അങ്ങനെയാണ്. അപ്പൊ അൽഹംദുലില്ലാ, റംസാനൊക്കെ ആയതുകൊണ്ട് എന്താ പറയാ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇതിങ്ങനെ പറഞ്ഞിരിക്കുമ്പോ ഈ ഒരു മൈൻഡിൽ ഇങ്ങനെ പോകും. മക്കൾ വിളിക്കണ പോലും ഞാൻ അറിയണില്ല. അവർക്ക് ചോയ്സ് ഇട്ട് കൊടുത്തിട്ട് ഞാൻ അത് കേൾക്കാതിരിക്കായിരുന്നു. മക്കൾ ഉമ്മീന്ന് വിളിക്കുമ്പോ പോലും ഞാൻ അറിയില്ല. ഇതിലിങ്ങനെ ലയിച്ചിരുന്ന് ഇങ്ങനെ കേൾക്കായിരുന്നു. എന്തായാലും നമുക്ക് ഒരു അറിവ് ഒരു കൂടുതലാവൂല. നമുക്ക് എത്രത്തോളം അറിവ് ഇങ്ങനെ കേൾക്കാനും അറിയാനൊക്കെ പറ്റുന്ന ഏറ്റവും വലിയ ഹൈറാണ്. പ്രത്യേകിച്ച് ദീനിന്റെ കാര്യങ്ങളും അള്ളാഹിനെ പറ്റിയിട്ടും റസൂലുള്ളാഹിനെ പറ്റിയിട്ടും നമ്മൾ ചെയ്യുന്ന നന്മകളെ പറ്റിയിട്ടൊക്കെ കേൾക്കാന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അൽഹംദുലില്ലാ, ഇനിയിപ്പോ റമദാനിലേക്കൊക്കെ കടന്ന് അള്ളാഹു എല്ലാവർക്കും ദീർഘായുസ്സും ആഫിയത്തൊക്കെ തരട്ടെ. ഇതേപോലെ ഓരോ നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാനൊക്കെ പഠിച്ചോ തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അള്ളാഹ്. വളരെ നല്ല ക്ലാസ് ആയിരുന്നു. സന്തോഷം. ഇൻഷാ അള്ളാഹ്. താങ്ക് യു സോ മച്ച്. മൊയ്തീൻ സാർ, ഞാൻ വേറൊരു കാര്യം ആഡ് ഓൺ ചെയ്തിട്ട് അങ്ങനെയല്ല, സാറിന്റെ സ്പെഷ്യൽ എടുക്കുന്നതിന്റെ ഇടയിൽ കഥ പറയുന്നതിന്റെ ഇടയിൽ പറഞ്ഞല്ലോ മലക്കള് പ്രാർത്ഥിക്കും എന്നുള്ളത്. ഞാനറിയില്ല, മോളപ്പുറത്തിരുന്നിട്ട് എന്നോട് ഓരോരോ കാര്യങ്ങൾ ചോദിക്കണ്ടായിരുന്നു. മോള് ഓരോരോ കാര്യങ്ങൾ ചോദിക്കണ്ടായിരുന്നു. അവിടെ കേക്കുണ്ട്, ശ്രദ്ധിക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ എന്നോട് അവിടെ നിന്ന് മാറി ഇരുന്നിട്ട് പറയാം, നീ ഞാൻ അങ്ങനെ ചെയ്യൂട്ടമ്മേ, പ്രാർത്ഥിക്കൂട്ടെ, എന്നാ മലക്കുകൾ എനിക്കും വേണ്ടി പ്രാർത്ഥിക്കുമല്ലോ. ഇതൊക്കെ ശരിക്കുണ്ടല്ലോ മാം, ഇതൊക്കെ ശരിക്കും ചെറുപ്പത്തിലേ കയറി കഴിഞ്ഞാണ്ടല്ലോ ഓട്ടോമാറ്റിക്കലി അവരെ സബ് കോൺഷ്യസ് പാറ്റേൺസിൽ
നമുക്കറിയാലോ, ചെറുപ്പത്തിൽ അങ്ങനത്തെ ഒരു പ്രോഗ്രാം മറ്റുള്ളവർക്ക് പ്രാർത്ഥിച്ചാൽ എനിക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും എന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാൽ അറിയാതെ കുട്ടികൾ പ്രാർത്ഥനയിൽ മറ്റുള്ളവർക്കാ പ്രാർത്ഥിക്കുക. അപ്പൊ ഓട്ടോമാറ്റിക്കലി അവരുടെ ലൈഫിൽ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ നടക്കും ഇൻഷാ അള്ളാ. അപ്പത്തിന് ഞാൻ ഇമോഷണലി ആയി നിൽക്കുക. ഇങ്ങനത്തെ ഓരോരോ കാര്യങ്ങൾ റെസ്പോൺസിബിലിറ്റി എടുക്കുമ്പോ നമ്മള് കുറച്ചും കൂടി ഇതാവുമല്ലോ. പല കാര്യങ്ങളിലും അൽഹംദുലില്ലാ അവള് അങ്ങനെ ആ ഒരു ടൈം പറഞ്ഞപ്പോ ഞാനും വിചാരിച്ചു നമ്മളിപ്പോ എന്ത് ഇന്റൻഷനോടെ ആണോ ഇരിക്കുന്നത് കേൾക്കുന്നത് എന്തായാലും നമ്മളെ ചുറ്റുള്ളവർക്കും അതിന്റെ ഒരു ചെറിയൊരു വെളിച്ചെങ്കിലും കിട്ടാൻ അവള് വലുതാവുമ്പോ ഈ കേൾക്കുന്ന കാര്യങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡില് സാറ് പറഞ്ഞ പോലെ തന്നെ അങ്ങനെ കേറുണ്ടല്ലോ, കേറ്റി കൊടുക്കാനുള്ളത് നമുക്ക് വലിയൊരു ഹയറാണല്ലോ. അങ്ങനത്തെ ഒരു സാഹചര്യങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് ഇതേപോലെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇപ്പൊ നമ്മൾ എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ തന്നെ കേട്ടിട്ടുണ്ട് ആളെ പ്രായമുള്ള കുട്ടികളോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് ഇതേപോലെ ഗൈഡിന്റെ ഏതെങ്കിലും സെഷനിൽ ഞാനിങ്ങനെ ഇരുന്ന് കേൾക്കണത് ആള് കേട്ടിട്ട് ഉള്ളിൽ കയറ്റി വെച്ചതാവും. ബാക്കിയുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോ വലിയ കാര്യം അവളെ വായ കൊള്ളുന്ന കാര്യം പറഞ്ഞു കൊടുക്കണത്. എന്താ ആ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ എന്താന്നറിയോ, അല്ലാന്നുള്ള ഭ്രാന്താണ് അവിടെ ഉദ്ദേശിച്ചിട്ട് ആരോടോ പറയണ്ടായിരുന്നു. അടുത്തൊരു ദിവസം ഞാൻ എന്തോന്ന് ചോദിച്ചപ്പോ ഈ ഭ്രാന്ത് എന്താന്ന് ചോദിച്ചപ്പോ ഭ്രാന്ത് എന്താന്നുള്ളത് എന്ത് ചോദിച്ചാലും ഇംഗ്ലീഷാണ് അറിയേണ്ടത്. അതെന്താ ഇംഗ്ലീഷ് പറയാം അങ്ങനെ ചോദിക്കാം. അപ്പൊ ഭ്രാന്ത് തന്നെ അള്ളഹാനോടുള്ള ഇഷ്ടം എന്ന് ഞാൻ എപ്പോഴോ പറഞ്ഞു കൊടുത്തു. അതവിടെ പിടിച്ചിട. എന്നിട്ട് വേറെ ആരോട് ആ പാട്ട് കേട്ടപ്പോ അവിടെയുള്ള ഭ്രാന്ത് എന്താന്നറിയാം, അള്ളാന്നുള്ള ഭ്രാന്താണ്. ഇതേപോലെ ഇങ്ങനെ റെസ്പോണ്ട് ചെയ്തപ്പോ എനിക്ക് ഭയങ്കര സന്തോഷമായി. എന്താ പറയാ, നമ്മള് ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോ മക്കളെയും കൂടി അവിടെ എത്തണം എന്ന് എനിക്കിപ്പോ തോന്നുന്ന നല്ലതായിരിക്കും. താങ്ക് യു. താങ്ക് യു മാം. മോളെ പേരെന്താ? എന്താണ്? അടുത്തിരുന്നിട്ട് പറഞ്ഞു കൊടുക്കേ. മാഷാ അള്ളാ, അടിപൊളി പേരാണല്ലോ. നല്ലോണം പഠിക്കിട്ടോ. എത്രയല്ല പഠിക്കണേ മാം? UKG. ഉമ്മനെയൊക്കെ നല്ലോണം നോക്കണം എന്നൊക്കെ ഇനി ക്ലാസ് എടുക്കുമ്പോ അതൊക്കെ പറയാം. ഉമ്മമാരെയും ഉപ്പമാരെയൊക്കെ നല്ലോണം നോക്കണ കാര്യമൊക്കെ അറിയാണ്ട് മെല്ലെ കെറ്റി കൊടുക്കാം. ആയിക്കോട്ടെ. അടുത്ത മൊയ്തീൻ സാർ. 8 മിനിറ്റ്, വേറെ ആരും പറയില്ല. 8 മിനിറ്റ്. മൊയ്തീൻ സാർ. ഹലോ, അസ്സലാമു അലൈക്കും. അലൈഹി സ്വലാം സാർ. ആ, ക്ലാസ് വളരെ നന്നായിരുന്നു. റമദാനെ പറ്റി പറഞ്ഞല്ലോ. എന്താ പറയാ, ഞാൻ നിങ്ങളെ യൂട്യൂബിൽ കണ്ടിരുന്നത്, അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. ആ, അത് ശരി. അങ്ങനെ ആ. എന്തായാലും സാറ് എവിടെ, സ്ഥലം എവിടെയാണ്? എന്റേത് മലപ്പുറം ഡിസ്ട്രിക്ട് പറപ്പൂര്. അത് ശരി. നിങ്ങള് നമ്മുടെ മിസ്റ്ററിന്റെ കോട്ടക്കൽ. അറിയില്ല ആളെ. അത് ശരി. നമ്മളെ ടീം മെമ്പർ ഉണ്ട് 2 ആൾക്കാരെ അവിടെ പരപ്പൂരുള്ള. മൊയ്തീൻ സാറേ നമ്മളെ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളാട്ടെ. എപ്പോഴും സ്റ്റാറ്റസ് ഒക്കെ കാണലുണ്ട് ഞാന്. നമ്മളെ വീഡിയോസിന്റെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളാണ്. താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. അൽഹംദുലില്ലാ. ഇനി വീണ്ടും സപ്പോർട്ടൊക്കെ ചെയ്യുക. അതേപോലെ പ്രാർത്ഥനയൊക്കെ ഉൾപ്പെടുത്തുക. നോമ്പാണ്, എല്ലാവരും പ്രാർത്ഥനയിലൊക്കെ ഉൾപ്പെടുത്തുക. എന്തെങ്കിലും തെറ്റുകൾ എവിടെയെങ്കിലും ക്ലാസ്സിലോ എന്തിലെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അറിഞ്ഞേക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ല, എനിക്കറിയാം. പക്ഷെ അറിയാണ്ട് എന്തെങ്കിലും തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ സോറി എല്ലാവരും. ഏതെങ്കിലും സമയത്ത് നിങ്ങൾ എന്തെങ്കിലും പറയാൻ വന്ന സമയത്ത് മ്യൂട്ടായി വേറെ ആരെങ്കിലും കയറി സംസാരിച്ചത് അങ്ങനെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ എല്ലാവരും പൊരുത്തപ്പെടുക. ഇൻഷാല്ലാ. ഏതായാലും താങ്ക് യു സാർ. അടുത്ത ക്ലാസ്സിലും കയറണേ ഇൻഷാല്ലാ. വേറെ ആരാണ്? വേറെ സംസാരിച്ചോളൂ. വേറെ ആർക്കാണ്? ഫാത്തിമ, സുഹൈല, എന്താ പറയണ്ടോ? ഹനീന, അഷ്റഫ്, കെൻസ്, ഖദീജ, ബഷീർ. ഇത് നമ്മളെ ഖദീജ മാം ആണോ? അറിയില്ല, ഞാൻ ലിങ്ക് അയച്ചിരുന്നു. അവരാണോ എന്ന് അറിയില്ല. പിന്നെ മൈമൂന മാം. സർ ഖദീജ മാം പറഞ്ഞോളൂ. ഇസ്ലാം. വേറെ ക്ലാസ് അടിപൊളിയുണ്ട്. റമദാനോടനുബന്ധിച്ച് പിന്നെ കുറെ കാര്യങ്ങൾ റിമൈൻഡ് ചെയ്യാൻ പറ്റി. നമുക്ക് താങ്ക് യു. അറിയെങ്കിലും പക്ഷെ അറിയെങ്കിലും നമ്മള് അടുക്കുമ്പം അങ്ങനെ ഓരോന്നും കാണല്ലോ. അതായത് ക്ലാസ് നല്ലൊരു ഉപകാരപ്പെട്ടു. താങ്ക് യു മാം. താങ്ക് യു സോ കുറെ മച്ച്. സാറ് ക്ലാസ് കേട്ടിട്ടുണ്ട്. കഴിഞ്ഞ വീക്കിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഇന്ന് വീക്കിൽ ഹിബ മാം ആയിരുന്നു ക്ലാസ് എടുത്തത്. പകുതി മുതൽ ഞാൻ കേട്ടത്. ഓക്കെ.
താങ്ക് യു സോ മച്ച് മാം. അടുത്ത ക്ലാസ്സിലും കയറി ഇൻഷാല്ലാ ദ്വാരൊക്കെ ഉൾപ്പെടുത്തി. ഇൻഷാ അല്ലാ. വേറെ ആരാണ്? അനീന മാം, കെൻസ് മാം, സഫ്വാന. ഇത് നമ്മളെ സഫ്വാന ഡോക്ടർ മാം ആണോ? ഡോക്ടർ സഫ്വാന മാം ആണോ? നമ്മളുടെ ഇപ്പോഴത്തെ ബാച്ചിലെ 13ാമത്തെ ബാച്ചിലെ സഫ്വാന മാം ആണത്? ഹലോ, അസ്സലാമു അലൈക്കും സർ. വലൈക്കും സ്ലാം. ഞാൻ തന്നെയാണ്. ഞാനേ ശരി. ലേറ്റ് ആയി പോയി ജോയിൻ ആവാൻ സർ. പക്ഷെ എന്നാലും കേട്ടിടത്തോളം അടിപൊളിയായിരുന്നു കേട്ടോ. അൽഹംദുലില്ലാ കുറെ കാര്യങ്ങള് എന്താ പറയാ റീകളക്ട് ചെയ്യാൻ പറ്റി. താങ്ക് യു സോ മച്ച്. മാം ഡ്യൂട്ടിയിലാണോ? അല്ല ഞാൻ വീട്ടിലല്ലേ. ശരി. നമ്മളെ സെഷൻ നാളെ നാളെ ഉണ്ടാവും ഇൻഷാല്ലാ. ഓക്കെ ഇൻഷാല്ലാ സർ. ഓക്കെ, ഇതുള്ളതുകൊണ്ടാണ്. താങ്ക് യു സോ ഓക്കെ, മച്ച്. നമുക്ക് അല്ല മാമിന് ടൈം ഏത് ടൈമാണ് ഓക്കെ ആവുക? നമ്മളെ സെഷൻ ഇനി നമ്മളെ ബാക്കിയുള്ളവരോടും ചോദിച്ചിട്ട് മാമിന് ഏത് ടൈമാണ് ഓക്കെ ആവുക? എനിക്ക് എനിക്ക് ആഴ്ചയിൽ 3 ദിവസം മോർണിംഗ് ഡ്യൂട്ടി, 3 ദിവസം ഈവനിങ് ഡ്യൂട്ടിയാണ് സർ. അങ്ങനെയൊന്നുമില്ല. എന്താണെങ്കിലും നമ്മളെങ്ങനെയാലും പിക്കപ്പ് ചെയ്യുമല്ലോ. സർ എങ്ങനെയാ കൺവീനിയന്റ് എന്ന് വെച്ചാൽ അങ്ങനെ. ഓക്കെ മാം, ടൈം നാളെ ഗ്രൂപ്പിൽ പറയുന്നുണ്ട് ഇൻഷാല്ലാ. ഓക്കെ ഇൻഷാല്ലാ. ഷമീമ മാം ഉണ്ടല്ലോ. ഷമീമ മാം ഒന്നും പറഞ്ഞല്ലോ. എന്താണ് ഞാൻ ചോദിക്കാൻ മാമിന് എനിക്ക് ലിങ്ക് അയച്ചു കൊടുക്കാൻ എന്നോട് മറന്നുപോയി സത്യം പറഞ്ഞാൽ. ഞാൻ വേറെ ഓരോ ഓട്ടത്തിലേക്ക് അല്ല, ഞാൻ തോന്നുന്നു ബ്രോഡ്കാസ്റ്റിൽ ആഡ് ചെയ്തിട്ട് നിങ്ങൾ അയച്ചു കൊടുത്തില്ലേ? ഹലോ കേൾക്കുന്നുണ്ടോ? യെസ് ഓഫ് കോഴ്സ് കേൾക്കുന്നുണ്ട്. ഹലോ. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ കേൾക്കായിരുന്നു ഭയങ്കര രസത്തോട് കൂടിയിട്ട്. അൽഹംദുലില്ലാ ഒരുപാട് സന്തോഷമായി. പിന്നെ നമ്മളൊക്കെ ഈ കുട്ടിക്കാലത്ത് കേൾക്കുന്ന സ്റ്റോറി ഉണ്ടല്ലോ, അതിനോട് ഭയങ്കര കണക്ഷൻ കിട്ടിയിട്ട് എനിക്ക്. ഇപ്പോ മദ്രസയിൽ നമ്മൾ ഒരുപാട് സ്റ്റോറി കേൾക്കുന്നതിൽ വരുന്നതാണ് സാർ എന്ന് പറഞ്ഞ ഓരോ കാര്യങ്ങളും. പക്ഷെ നമ്മൾ അതിൽ പറയുന്നുണ്ടല്ലോ, മാതാപിതാക്കളോട് പോലും നമ്മൾ സംസാരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ. ഞാനിങ്ങനെ റീകണക്ട് ചെയ്യുന്ന അതിനെയായിരുന്നു. പാരന്റ്സിന്റെ ഇടയിൽ, ഫ്രണ്ട്സിന്റെ ഇടയിൽ, സർക്കിളില്, ഫാമിലിയില്, എവിടെയാണെങ്കിലും നമ്മൾ നമ്മുടെ ആ ഒരു സ്റ്റാറ്റസ് അങ്ങോട്ട് വിട്ടുകൊടുക്കാൻ ചിലപ്പോൾ തയ്യാറാവില്ലല്ലോ. എന്ത് പറയുകയാണെങ്കിലും എനിക്ക് എന്റെ ഇഷ്ടം, ഞാൻ പറഞ്ഞു എന്റെ കയ്യിലുള്ളത് ഞാൻ ഉപയോഗിക്കുള്ളൂ. ആ ഒരു വാശിയുണ്ടല്ലോ, അത് വെടിയണമെന്ന് എനിക്ക് ശരിക്കും തോന്നി, അല്ലെങ്കിൽ അത് ഒഴിവാക്കണം എന്ന് തോന്നിപ്പോയ ഒരു സാഹചര്യമായിരുന്നു. അൽഹംദുലില്ലാ. പിന്നെ എടുത്തു പറയേണ്ട കാര്യം റംസാൻ എന്തായാലും നമുക്ക് എത്തി നിൽക്കാൻ നമ്മൾ വലതുകാലം വെച്ച് കയറി. പക്ഷെ നമുക്ക് അറിയാത്ത കുറെ കാര്യങ്ങൾ, ചിലപ്പോൾ നമ്മൾ കേട്ട് പരിചയമുള്ള കാര്യങ്ങളുടെ ഭവിഷ്യത്തുകൾ നമുക്കറിയില്ല. എത്രത്തോളം സ്ട്രോങ് ആണത്, നമ്മൾ അതിൽ ഏതൊക്കെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇപ്പൊ നേരത്തെ അവര് പറഞ്ഞ പോലെ കുഞ്ഞു മക്കളെ നമ്മൾ കേൾപ്പിക്കേണ്ട കാര്യങ്ങള്. ഇപ്പൊ എന്റെ കൂടെ അധികം ദിവസവും മോള് ഇരിക്കാറുണ്ട്. കഴിഞ്ഞ സെക്ഷനിൽ അവളോട് സാറോട് സംസാരിച്ചേ. അപ്പൊ ഇന്ന് അവളില്ല. പക്ഷെ എനിക്ക് തോന്നിപ്പോയി അവളെ കേൾപ്പിക്കണമായിരുന്നു. കാരണം ഞാൻ ഇങ്ങനെ കുറെ ബാക്കോട്ടൊക്കെ ചിന്തിക്കുമ്പോൾ എനിക്ക് തോന്നാറുണ്ട്, എനിക്ക് സിബ്ലിങ്സ് ആയിട്ട് അല്ലെങ്കിൽ എന്റെ മുതിർന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു തന്നിരുന്നെങ്കിൽ. പിന്നെ സാറിന് സന്തോഷം എന്താണെന്ന് വെച്ചാല് എന്റെ പാരന്റ്സും എന്റെ ഗ്രാൻഡ്മ എന്റെ കൂടെ ഉണ്ടായിരുന്നു ക്ലാസ് കേൾക്കാന്. എല്ലാവരും കൂടെ ക്ലാസ് കേട്ടു. എന്റെ ഉമ്മ പറഞ്ഞു കൊടുക്കാണ് ഗ്രാൻഡ്മക്ക്, പുള്ളിക്കാരനൊരു ഡോക്ടറാണ് കേട്ടോ, ശരിക്കിരുന്ന് കേട്ടോ ക്ലാസ്. അപ്പൊ ഞാനിവിടെ മിണ്ടാണ്ട് ഇരിക്കുകയാണ്. അത് അങ്ങനെയല്ല, ഒരാളുടെ ക്ലാസ് എനിക്കപ്പൊ പറയാൻ വയ്യ, ഞാൻ ക്ലാസ്സിൽ നല്ലോണം ഒഴുകിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഉമ്മാക്ക് പറഞ്ഞു കൊടുത്തു, ഉമ്മ അത് യൂണിക്നെസിന്റെ പ്രോഗ്രാമിന് ഞാൻ പോയില്ലേ, ആ സാറാണ്. അപ്പൊ ഉമ്മ ഓക്കെ. അപ്പൊ എന്റെ ഉപ്പ പറയുന്നത് ഉപ്പയുടെ സിസ്റ്റർ മോനെ കൊണ്ടാണ്, പുള്ളിക്കാരന്റെ പേര് അഫ്സൽ, ഡോക്ടറാണ്, അവനെ പോലെ ഉണ്ട്. ഞാൻ പറഞ്ഞു ഇതൊരു അഫ്സൽ തന്നെയാണെന്ന് പറഞ്ഞു. ഉപ്പ ഓക്കെ. പിന്നെ എല്ലാവരും ക്ലാസ്സിൽ അങ്ങോട്ട് മുഴുകിയിരുന്നു. സോ നമ്മുടെ താഴെയുള്ളവരും മുതിർന്നവരും ഒക്കെ എന്ന് പറയുന്നത് വലിപ്പം കൊണ്ടോ ഭംഗി കൊണ്ടോ നിറം കൊണ്ടോ, ഈ ലോകം സാറിന് അറിയാലോ, നിറവും തടിയും ബോഡി ഷേമിങ്ങും ആയിട്ട് ഒരുപാട് നെഗറ്റീവിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണ്. സാറിന്റെ ഇന്നത്തെ സെക്ഷൻ ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആവുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ എഡോളസന്റ് ഏജുകാർക്കായിരിക്കും. കാരണം അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുമ്പോ ഇതൊക്കെ ഞാൻ ഒത്തിരി കേട്ടതാ എന്നൊരു മട്ടിലാണ് അവരിയ്ക്കുക. പക്ഷെ ഇതിന്റെ ഭവിഷ്യത്ത് എന്താണ്, എങ്ങനെയാണ് ഒരാളുടെ ലൈഫ്, നമ്മുടെ പിന്നിൽ അല്ലെങ്കിൽ കുറെ മുന്നേ ഉള്ള ആളുകളുടെ ജീവിതത്തോട് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ എത്രത്തോളം തോൽവിയുള്ളവരാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്ന ഒരു സാഹചര്യത്തിലുള്ള ക്ലാസ് ആയിരുന്നു സാറിൻ്റെത്. ഒരിക്കലും നമ്മൾ വലിയ ആളുകളല്ല, അതല്ലെങ്കിൽ നമ്മൾ ഒരിക്കലും വലുതാവാൻ പോകുന്നില്ല എന്നതിനൊക്കെ ഒരു വലിയൊരു ക്ലാസ്സും കൂടിയായിരുന്നു സാറിനത്. സാർ എന്നും പറയുന്ന പോലെ ഷമീമ മാമിന്റെ വാക്ക് കേൾക്കുമ്പോൾ എനിക്ക് വലിയ ഹീലിംഗ് ആന്ന് പറയും. എനിക്കത് കേൾക്കുമ്പോൾ ചിരി വരും. അതുകൊണ്ട് ഇത്രയും സമയം മിണ്ടാണ്ടിരുന്നു എല്ലാവരും പറഞ്ഞു കേട്ട്. ഫൈസ മാമിന്റെ ക്ലാസ് ഒക്കെ ഫൈസ മാം പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് ശ്രദ്ധിക്കാറുണ്ട് ക്ലാസ്സിൽ. കാരണം പുള്ളിക്കാരിയുടെ വാക്ക് എനിക്ക് അൽഹംദുലില്ലാ ഭയങ്കര ഹീലിംഗ് കിട്ടാറുണ്ട് കേട്ടോ. അപ്പൊ പുള്ളിക്കാരി പറയുന്ന പോലെ തന്നെ മക്കള്, അവരുടെ ചോദ്യം, അവര് റെസ്പോണ്ട് ചെയ്യുന്ന രീതി, നമ്മൾ അവർക്ക് കൊടുക്കേണ്ട അറിവുകളൊക്കെ സാറൊന്ന് ശരിക്കും ഓരോ സെക്കൻഡുകളും അതിൽ നല്ല ചെറിയ കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ മനസ്സിലാവുന്ന ക്ലാസ്സാ സാറിന്റെ ക്ലാസ്. അത് ഏത് ടോപ്പിക് ആണെങ്കിലും വേഗം യൂസ്ഫുൾ ആവും എല്ലാ കുട്ടികൾക്കും, അല്ലെങ്കിൽ അവർക്ക് അത് വേഗം മൈൻഡിൽ വെക്കാൻ പറ്റും. അതുപോലെ തന്നെ എനിക്ക്
ഒത്തിരി ഇഷ്ടമായി, ഒത്തിരി ഇഷ്ടമായി. കൂടുതലൊന്നും എനിക്ക് പറയില്ല. എന്റെ കുട്ടിക്കാലം മുതൽ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചിന്തിച്ചു. കുറേ ഇനിയും എനിക്ക് നന്നാവാനുണ്ട് തോന്നിപ്പോയി. ശരിക്കും പറയണെങ്കിൽ ഒരുപാട് ഇഷ്ടമായി. താങ്ക് യു സോ മച്ച് സർ. താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. ഏതായാലും മാം കഴിഞ്ഞ പ്രാവശ്യത്തോടെ നമുക്ക് ഇപ്രാവശ്യത്തെ ഫസ്റ്റ് ഉഷാറാക്കണം കേട്ടോ. ഏപ്രിൽ 13 നമ്പർ ഡേറ്റ് ഒക്കെ നോട്ട് ചെയ്ത് വെച്ചോളിയേ. മാം സാറ് ഞാനൊരു ആക്സിഡന്റ് പറ്റിയിട്ട് കാലിന് ഇഞ്ചറി വന്നിട്ട് റെസ്റ്റിലാണ്. കുഴപ്പമില്ല, ഇൻഷാല്ല കഴിയുന്ന പോലെ ഉണ്ടായിരിക്കും ക്ലാസ്സിന്. ആയിക്കോട്ടെ ഏതായാലും പ്രത്യേകം ദ്വാരക്ക് പെട്ടെന്ന് മാറി കിട്ടുകയും ചെയ്യട്ടെ. എല്ലാവരും ഇവിടെ ഒരു ഗ്രൂപ്പായിട്ട് ഒരു പ്രാർത്ഥനയിൽ എല്ലാവരും 10 ആൾക്കാർ 11 ആൾക്കാർ ഇവിടെ ഉണ്ട്. എല്ലാവരും മാമിന് വേണ്ടി പ്രാർത്ഥിക്കുക, പെട്ടെന്ന് ഹീലായി കിട്ടാൻ വേണ്ടിയിട്ട്. ഇൻഷാല്ല നമ്മളെ പ്രോഗ്രാമിന് വരാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, അല്ലാണ്ട് തന്നെ ഹീലായി കിട്ടാനാട്ടോ. പ്രോഗ്രാമിന് വരാൻ വേണ്ടിയിട്ട് പെട്ടെന്ന്. ഏതായാലും താങ്ക് യു മാം, താങ്ക് യു സോ മച്ച്. എല്ലാ സമയത്തും മാം സംസാരിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു എനർജി ഇങ്ങോട്ട് ഇടലുണ്ട് മാം. അടുത്തത് ആരാണ്? സമ്മാസ് ആപ്പിൾ. പിന്നെ മാം വീട്ടിലെ ഉമ്മ എല്ലാരോടും സലാം പറയാ, എല്ലാരോടും ദ്വാല ഉൾപ്പെടുത്താൻ പറയാ. പേര് ഹഫ്സൽ മാജിദ്. പേര് മറന്നു പറഞ്ഞത്. എല്ലാവരോടും പറയാട്ടോ. നമ്മളെ ടീം മെമ്പേഴ്സ് ഉണ്ട്, മിസ്ന, മുർഷിദ, എല്ലാവരും ഉണ്ട്. എല്ലാവരെയും കൂട്ടുക ഇൻഷാല്ലാ. തീർച്ചയായും. ഓക്കെ, മൈമൂന എന്തോ പറയാൻ വന്നിരുന്നെന്ന് തോന്നണോ? ഒക്കെ മൈക്ക് മ്യൂട്ട്. മൈമന മാം പറഞ്ഞോളൂ. ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് കൊടുക്കോ മിസ്ന? തോന്നുന്നു. മൈമുന മാം പറഞ്ഞോളൂ. ഇവിടൊക്കെ നിങ്ങൾ പറഞ്ഞില്ല, നിങ്ങൾ എവിടെ പോയിട്ടാ പറയാ? അല്ലാ, വേറെ ആരാണ്? സമ്മാസ് ആപ്പിൾ പ്ലസ് പേര് കണ്ടിട്ട് കാണാറുണ്ടല്ലോ. സമ്മാസ് ആപ്പിൾ പ്ലസ്. മാമും കൂടെ ഇവിടെ സംസാരിക്കാത്തുള്ളൂ കേട്ടോ. മാമും മൈമുന മാമും ഉള്ളു, ബാക്കി എല്ലാവരും സംസാരിച്ചു. പറഞ്ഞോളൂ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. ഇവിടെ പോരി. കിലോ 10 ഇവിടെ പോയി. ഇവിടെ എന്റെ വീട്ടിൽ ഉമ്മയും വല്യമ്മയും ഉണ്ടായിരുന്നു, അപ്പുറത്തും. വല്യമ്മ എന്തോ ശ്രദ്ധിച്ച് കേൾക്കണ്ടായിരുന്നു. കുറച്ച് അതല്ല, ചിലപ്പോ പറയുന്ന ഭാഷ മനസ്സിലാവായിട്ട് ഇത് ഏതാ ഭാഷ എന്ന് ചിന്തിച്ചായിരിക്കും. ഇല്ലില്ല, ചില പോയിന്റ് ഒക്കെ നിങ്ങൾക്ക് പറയണ്ടായിരുന്നോ? അങ്ങനെ ഭാഷ ആണോ ഇതിപ്പോ ഏതാ ഭാഷ? ഇല്ലില്ല, അവര് പറയണ്ടായിരുന്നു ചില കാര്യങ്ങള്. അങ്ങനെ പറഞ്ഞത് ശരിയാണല്ലേ, അങ്ങനെ ഇല്ലല്ലോ സാർ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയണ്ടല്ലോ ഭാഷയ്ക്ക് കാര്യമായിട്ട് ഒരു കുഴപ്പമില്ല. അത് ഞാൻ പറഞ്ഞ തമാശ പറഞ്ഞ മാം. അത് ഭാഷ നമ്മൾ ഇവിടെ ഇരിക്കുന്ന പോലെ ഒന്നും ഭാഷ ശ്രദ്ധിക്കുന്ന പോലെ നമ്മളെ ക്ലാസ്സിന് ഇരിക്കാറില്ല. മീൻസ് ഭാഷയ്ക്ക് കോൺസെൻട്രേഷൻ, ഇങ്ങനെ സംസാരിച്ചാൽ പോരാ എന്ന് ചിന്തിക്കുന്ന ആൾക്കാർ നമ്മളെ ക്ലാസ്സിൽ വരാറില്ല. നമ്മളെ ക്ലാസ്സിൽ വരാറുള്ളവർ അധികവും ക്ലാസ് എന്താണെന്ന് കേൾക്കാൻ ആഗ്രഹമുള്ളവർ മാത്രമേ വരാറുള്ളൂ. അതുകൊണ്ട് പിന്നെ ഞാൻ ഭാഷ ഞാൻ പറഞ്ഞ തമാശ പറയുന്നതാണ്. എനിക്കറിയാം, മനസ്സിലാവുന്നുണ്ട്. സംസാരം കേട്ടപ്പോ വിചാരിച്ചു മലപ്പുറം ആവുന്നു. പക്ഷേ മലപ്പുറം ഇല്ലല്ലോ. അല്ല, ഞാന് കോഴിക്കോട്. ഇനിയിപ്പോ വില പരം കൂടിയിട്ട് മലപ്പുറം ആയതായിരിക്കും എന്റെ ഭാഷ. നമ്മള് മലപ്പുറം മലപ്പുറത്തിന്റെ ഒരു ഭാഷയാണ് ഏകദേശം ഇങ്ങനെയൊക്കെ ഇജി ബജി, ഒരു നോർമലായിട്ടാണ് സംസാരിച്ചു പോവുക. ബജ്ജൊന്നും ഞാൻ പറഞ്ഞില്ലട്ടോ. അല്ല, ഏകദേശം ഒരു എന്താ പറയാ, ഒരു സ്റ്റൈൽനെസ് ഒന്നും ഇല്ലാതെ, അതായത് സാധാരണ ഒരു മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന പോലെ അങ്ങനെ ഏതൊരാൾക്കും കേറിയാ മനസ്സിലാവും. സാധാരണ മനുഷ്യനാണല്ലോ നമ്മളൊക്കെ. ഏതായാലും ആരോ ഒന്നും കൂടെ ഉണ്ട്. സമ്മാസ് ആപ്പിളും മൈമൂനമേ മാത്രമേ സംസാരിക്കാത്തുള്ളൂ കേട്ടോ. നിങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞാൽ നമുക്ക് സന്തോഷമാണ്. ഇനി നിങ്ങൾ ഓഫാക്കി പോയതാണോ? ഭക്ഷണം കഴിക്കാൻ പോയോ? ക്ലാസ് കഴിഞ്ഞോ? ഇനി ലീവ് ചെയ്യാൻ പറ്റുമോ? അതാരാണ്? മുർഷി മാമ ചോദിച്ചത്. ലീവ് ചെയ്തോളൂ. ഇവിടെ ഇങ്ങനെ എല്ലാവരും സംസാരിക്കണത് കേട്ടിരിക്കും, അതാണ് ഇത്രയും ലെങ്ത് പോകുന്നത്. സെഷനിൽ ഫീഡ്ബാക്ക് നമ്മൾ നല്ലോണം ചോദിച്ചറിഞ്ഞ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞെടുക്കും. ഫീഡ്ബാക്കിൽ ഞങ്ങൾ അടുത്ത സെഷനിലേക്കുള്ള പഠനങ്ങൾ നടത്തും. ബാക്കിയുള്ള അല്ല, ഇന്ന് റമദാൻ ഫസ്റ്റ് ഡേ അല്ലേ, അപ്പൊ തറാവീഹ് നിസ്കരിക്കാൻ അതിനെ ഇറങ്ങിക്കോളൂ. ഞാൻ ഇറങ്ങാണ്. എനിക്കൊന്നും മോൾക്കൊന്നും പറയാനില്ലാന്ന് തോന്നുന്നു. സമ്മാസ് ആപ്പിളും മൈമുന ആയിക്കോട്ടെ മാം. ഏതായാലും ദ്വാലൊക്കെ ഉൾപ്പെടുത്ത. ഏതായാലും ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും, ബൈ, ഗുഡ് നൈറ്റ്. എന്നാലും മിസ്ന ഓക്കെ അല്ലേ? ബാക്കി എന്തെങ്കിലും ആഡ് ചെയ്യാണ്ടോ? അല്ലല്ലോ, കിട്ടല്ലേ? ഓക്കെ, താങ്ക് യു. അല്ല സാറെ, ക്ലാസ് കേൾക്കുമ്പോ തന്നെ ഭയങ്കര എന്താ പറയാ, ഭയങ്കര ഹാപ്പിയാണ് സാറെ. സൗണ്ട് കേൾക്കുമ്പോ തന്നെ വീഡിയോയിലൊക്കെ ഇങ്ങനെ കേൾക്കുമ്പോ ഭയങ്കര ഹാപ്പിയാ.
താങ്ക് യു. താങ്ക് അലഹമില്ല, യു. അടിപൊളി ക്ലാസ് എല്ലാരും ആയിരുന്നു. എനിക്കൊന്നും നേരത്തെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല, പറഞ്ഞ് ഫുള്ളാക്കാൻ പറ്റിയില്ല. എല്ലാരും ഫസ്റ്റ് അങ്ങനെ ഹാപ്പി ആവട്ടെ മാം. എല്ലാവരും ഈ ഗ്രാറ്റിറ്റ്യൂഡിലേക്കും ഈ നമ്മളുടെ നേരത്തെ പറഞ്ഞ ഈ എന്താ ആ ഡിവൈൻ കോൺഷ്യസ്നെസ്സിലേക്കൊക്കെ നമ്മള് പഠിച്ചവനിലേക്ക് ചിന്ത കൊണ്ടുപോയാൽ നമ്മൾ ഓട്ടോമാറ്റിക്കലി ഹാപ്പി ആവും. അതങ്ങനാണ് ഞാൻ പൊതുവെ നമ്മള്. സംസാരിക്കാൻ ബാക്കോട്ടാണ്. സാറെ ക്ലാസ് കേട്ട് കേട്ട് ഇങ്ങനെ ചെറുതായിട്ട് തുടങ്ങി വരുന്നുണ്ട്. മാഷാ അല്ലാഹ്. തുടരട്ടെ. സാറ് നമ്മളെ ഫസ്റ്റിന് മയക്ക് പിടിച്ച് കുറച്ചു നേരം നിന്നുണ്ടായിരുന്നു. സാറിന് ഓർമ്മ ഉണ്ടോ? ഒന്നും പറയാൻ പറ്റാണ്ട് അല്ലെങ്കിൽ ചെറിയ ആ മാറ്റം വരുന്നുണ്ട്. മനസ്സിലായി. ഓക്കെ മാഷാ അല്ലാ. ഇപ്രാവശ്യം മാം മാമിന്റെ ബ്രദർ അല്ലായിരുന്നോ ഡോക്ടർ? അതെ ബർഹാൻ. ഓക്കെ. ഏതായാലും ഇപ്രാവശ്യം നമ്മൾ പൊളിക്കണം. ഇപ്രാവശ്യം മാം ധൈര്യത്തോടെ സംസാരിക്കുന്ന എല്ലാവരും കാണണം. അതും ജോസഫ് അന്നൻകുട്ടി ഇൻഷാല്ലാ ജോസിന്റെ മുന്നിലൊക്കെ. ഇൻഷാ അല്ലാ. അത് ഇൻഷാല്ലാ മൈൻഡിൽ വെച്ചോളി, മാനിഫെസ്റ്റ് ചെയ്തോളി. ജോസഫ് അന്നൻകുട്ടി ജോസിന്റെ ഇൻഷാല്ലാ. സെഷന്റെ ഒക്കെ ഫീഡ്ബാക്ക് മാം പറയണം ഇൻഷാ അല്ലാ. ഇങ്ങനെ തന്നെ കാണും മാം എല്ലാവരും പഠിക്കാറ്. ഞാനും ഇങ്ങനെ ഒരു ആദ്യമായിട്ട് ഒരു ഗൈഡഡ് കോഡ് നമ്മളെ ഗൈഡിന്റെ പ്രോഗ്രാമിനാണ് ഞാൻ ആദ്യമായിട്ട് ഒരു ഓൺലൈൻ ആയിട്ട്, അന്ന് ഞങ്ങളെ ബാച്ചിൽ 60 ആൾക്കാരുണ്ട്. ഞാൻ ആദ്യമായിട്ട് സംസാരിച്ച് ഫീഡ്ബാക്ക് പറഞ്ഞപ്പോൾ എനിക്ക് എത്ര പറയണം എന്ത് പറയണം ഒന്നും അറിയില്ല. ഞാൻ ആദ്യമായിട്ടൊരു ഫീഡ്ബാക്ക് പറഞ്ഞു, എന്റെ സ്റ്റോറി എന്തൊക്കെയോ പറഞ്ഞ് 45 മിനിറ്റാണ് ഞാൻ ഫീഡ്ബാക്ക് പറഞ്ഞത്. എന്റെ പഠിത്തം എനിക്ക് 45 മിനിറ്റ് ആയത് ഞാൻ അറിയുന്നുമില്ല. അജിലീഷ മാം ഇട്ട് പറയുന്നുമില്ല. അന്ന് ലാമിയ മാം അല്ലായിരുന്നു അന്ന് കോർഡിനേറ്റ് ചെയ്തത്. ഞാനിങ്ങനെ നോക്കി പഠിച്ചോന് സമയം രാത്രി എവിടെയോ എത്തി 11 മണി. ഞാൻ അവിടെ ഓഫീസിൽ ഇരിക്കുക, ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞിട്ട് ദുബായിലുള്ള സമയത്ത് ഞാൻ എന്തൊക്കെയോ പറഞ്ഞ് എന്തൊക്കെയോ വട്ടത്തിലൊക്കെ വിളിച്ചറിഞ്ഞു. പിന്നെ അതിലാണ് ഞാൻ തുടങ്ങിയത്. പിന്നെ ഇങ്ങനെ ഇപ്പൊ 2-3 വർഷമായി ലെവലിൽ ഇങ്ങനെ പഠിച്ച് ഇപ്പം ഓരോ ദിവസവും പഠനങ്ങൾ നടന്നുകൊടുക്കുകയാണ്. ഇൻഷാ അല്ലാ. അത് കഴിഞ്ഞ വിധത്തിലേക്ക് എത്താൻ പറ്റട്ടെ. ഇൻഷാ അല്ലാ. എല്ലാരും ഒരു വിധത്തിലെത്തട്ടെ ഇൻഷാ അല്ലാ. വേറെ പിന്നെ താങ്ക് യു മാം. അത്താണിന്റെ കാര്യം മെൻഷൻ ചെയ്യാൻ ഞാൻ വിചാരിച്ചിരുന്നു. ഞാൻ പറയാൻ വിട്ടതായിരുന്നു. അത്താണി ശരിയാ. ഇന്ന് നമ്മളൊരു വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു നോമ്പൊക്കെ ആണല്ലോ, അപ്പൊ എല്ലാരും സക്കാത്തും കാര്യങ്ങളൊക്കെ കൊടുക്കാനൊക്കെ റെഡി നിൽക്കുന്നുണ്ടാവല്ലോ. അപ്പൊ അവർക്ക് നമുക്ക് കുറെ മനുഷ്യരിലേക്ക് എത്തിച്ചേരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ഇതാണ്. അതെ നമ്മുടെ നാട്ടിലുള്ള ഒരു ടീമാണ് നരിക്കുനി എന്ന് പറയുന്നത്. അത്താണി എന്ന് അതിന്റെ ഫുൾ ഫോം ഞാൻ പറഞ്ഞുതരാം. അത്താണി എന്ന് പറഞ്ഞാല് ഫുൾ ഫോം അല്ലല്ലോ ഇപ്പോൾ ആവശ്യമല്ലേ. അവിടെ എന്തൊക്കെ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. ആ സ്ഥാപനത്തില് 70 ആളുകൾക്ക് ഫ്രീ ആയിട്ട് അവര് ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മീൻസ് കിഡ്നി പേഷ്യൻസിന് 70 ആൾക്കാർക്ക് ഫ്രീ ആയിട്ട് അവർ ഡയാലിസിസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 43 വയോജനങ്ങൾ, ദാറ്റ് മീൻസ് വയോധിക, ഇപ്പം അച്ഛനമ്മ അല്ലെങ്കിൽ ഭാര്യ മക്കളും കാര്യങ്ങളൊന്നും ഇല്ലാതെ നോക്കാൻ ആരും ഇല്ലാത്ത 43 ആളുകൾ അവരവിടെ വെച്ച് നോക്കും. ഞാൻ ഇന്നും അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് 43 എണ്ണ ഞാൻ അങ്ങനെ പറയുന്നത്. അപ്പോ ആ മനുഷ്യന്മാരുടെ ഭക്ഷണവും അതേപോലെ പാർപ്പിടവും ശുശ്രൂഷയും അവിടുന്ന് നോക്കാൻ പറ്റാത്തതാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും അവരെ ഡ്രസ്സ് മാറ്റി കൊടുക്കുന്നതും കുളിപ്പിക്കുന്നതും ഒക്കെ അവിടെയുള്ള ആൾക്കാർ. 24 സ്റ്റാഫ് ഉണ്ട് അവിടെ 43 ആൾക്കാരെ നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ ഒരു ദിവസത്തെ ഭക്ഷണം അവിടെ നോർമൽ ഭക്ഷണം കൊടുക്കണമെങ്കിൽ ഒക്കെ 9,000 രൂപ വേണം. നോർമൽ ഭക്ഷണം ഒരു ദിവസത്തേക്ക് കിട്ടും. കുറച്ചൊരു നല്ല വൃത്തിയുള്ള ഭക്ഷണമാണെങ്കിൽ 16,000. നമ്മുടെ നാട്ടിലൊക്കെ ഒരു കല്യാണ പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ ഒരു 16,000 രൂപ അവിടെ കൊടുക്കും ആൾക്കാരൊക്കെ നമ്മുടെ നാട്ടില്. അപ്പൊ ഒരു ദിവസം അവർക്ക് നല്ല ഭക്ഷണം കഴിക്കാമെന്നുള്ള രീതിയില് അപ്പൊ അത്രയും. അപ്പൊ ഞാൻ അങ്ങനെ 10,000 കൊടുക്കാനൊന്നും ഞാൻ പറയല്ല. ഒരു മാസം ഒരു 20 രൂപ ആ ഒരു അത്താണിയിലേക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ വലിയ സഹായമായിരുന്നു. അപ്പൊ ആ മനുഷ്യന്മാർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഒരുപാട് 20 കൂടുമ്പം അതൊരു വലിയ എമൗണ്ട് ആയി മാറല്ലോ. അപ്പൊ നിങ്ങൾ അറിയുന്ന ആൾക്കാരോടൊന്ന് പറയാം, മാസത്തില് 2-ാം തീയതി ഏതെങ്കിലും ദിവസം ഒരു 20 രൂപ ആ കമ്പനിയിലേക്ക് ആ ഒരു ടീമിനൊന്ന് അയച്ചു കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് ഇവിടെ ആ ഗൂഗിൾ പേ നമ്പർ ഒക്കെ ഇവിടെ അയച്ചു തരാം. നമ്മളെ മെയിൻ ഗ്രൂപ്പിലുള്ള വീഡിയോ ഒക്കെ അതിന്റെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ടല്ലോ അല്ലേ? ഓക്കെ. എന്നാ പിന്നെ കുഴപ്പമില്ല. ഇതാണ് ഗൂഗിൾ പേ നമ്പർ കേട്ടോ. ഇവിടെ താഴെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് വിചാരിക്കേണ്ട പിന്നെ ഞാനിനി വേറെ അക്കൗണ്ടിലേക്ക് അയക്കാം. നിങ്ങൾ ഓപ്പൺ ആക്കിയാൽ തന്നെ കാണാം, അത്താണിന്ന് പേര് കാണിക്കും. അത് കണ്ടാലേ അയക്കാം കേട്ടോ. ശരിക്കും ഖദീജ മാമിനോടാണ് താങ്ക്സ് പറയേണ്ടത് നമ്മള്. കാരണം നമ്മള് വൈൻഡപ്പ് ചെയ്തിരുന്നു സാർ സലാമും ഗുഡ് നൈറ്റും ഒക്കെ പറഞ്ഞിട്ട്.
പിന്നെ ഖദീജ ഫീഡ്ബാക്ക് പറഞ്ഞ സമയത്താണ് എനിക്ക് ഓർമ്മ വന്നത്. ഒരു കാര്യം കൂടെ ഉണ്ട്. ഇതിപ്പം പിന്നീട് ആരെങ്കിലും ഇത്രത്തോളൊക്കെ സെഷൻ നീണ്ട് കാണുകയാണെങ്കിലേ ഈ നമ്പർ അടിച്ചത് കാണുമല്ലേ, നമ്പർ ഞാൻ പറഞ്ഞുതരാം. ഗൂഗിൾ പേ നമ്പർ 9611009103. ഇത് ആരെങ്കിലും ഫ്യൂച്ചറിൽ ഇതിപ്പോ ഈ ദിവസങ്ങളിൽ മാത്രമല്ലല്ലോ, ഭാവിയിലും കുറെ ആൾക്കാർ ഇങ്ങനെ അതിൽ കിടക്കല്ലേ യൂട്യൂബില്. ആരെങ്കിലും കണ്ടിട്ട് അയച്ചാലോ, നമുക്ക് കൂലി കിട്ടൂല, വെറുതെ എന്തിനാ പുറത്ത് ഒഴിവാക്കണത്. 9610091003. ഈ സ്ഥാപനത്തിന്റെ പേര് നരിക്കുനി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ സെന്റർ, അത്താണി എന്ന് പറയും. അത്താണി എന്ന് പറഞ്ഞാല് അസിസ്റ്റൻസ് ട്രീറ്റ്മെന്റ് ഹെൽത്ത് കെയർ ആൻഡ് ഹെൽത്ത് കെയർ ടു ഓൾ നീഡി ഇൻഡിവിജ്വൽസ്. അതാണ് അതിന്റെ ഫുൾ ഫോം. അത്താണി, ATHANI, അസിസ്റ്റൻസ് ട്രീറ്റ്മെന്റ് ആൻഡ് ഹെൽത്ത് കെയർ ടു ഓൾ നീഡി ഇൻഡിവിജ്വൽസ്. ഓക്കെ, നരിക്കുനിയാണ് സ്ഥാപനം. ആർക്കെങ്കിലും വിസിറ്റ് ചെയ്യാനൊക്കെ താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോവുക. അവിടുത്തെ ആളുകളൊന്നും ജസ്റ്റ് ഒന്നും വലിയ സഹായങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്താൽ തന്നെ ഓൾക്ക് ആരെങ്കിലും ഒക്കെ ഉണ്ടെന്നൊരു ഫീലൊക്കെ വരും. നമ്മളിങ്ങനെ നോക്കി ചിരിച്ചൊക്കെ ചെയ്യും. അപ്പം അവരെ മക്കളെ പോലെ അവർ കാണുക. ഒരാൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവരെ നോക്കാൻ ഒരാളെ പോലെ കാണും അവര്. അപ്പൊ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക. ഭയങ്കര ഒരു ഇതാണ്. കാരണം നമ്മളും അതേപോലെ ഒരു സാഹചര്യത്തിലൂടെ നമ്മുടെ ലൈഫിൽ പോകില്ല എന്ന് ഉറപ്പൊന്നും നമുക്ക് പറയാൻ പറ്റൂല. നമ്മളെ എത്ര നല്ല രീതിയിൽ നമ്മളെ മക്കളെ നോക്കിയാലും നമ്മുടെ സാഹചര്യങ്ങൾ ഇപ്പം എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ ഒരു പ്രതീക്ഷയും നമുക്ക് പറയാൻ പറ്റില്ല. നമ്മുടെ പരീക്ഷണങ്ങൾ ഏത് രീതിയിലൊക്കെ വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പൊ അതുകൊണ്ട് ഇപ്പോഴേ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൊടുത്തേക്ക് ഇവിടേക്കും അവിടേക്കും എന്നുള്ള രീതിയിൽ ചെറിയ 20 രൂപ പറഞ്ഞാൽ നമ്മളൊരു നേരത്തെ ഒരു കുപ്പി വെള്ളം വാങ്ങുന്ന പൈസ ഉള്ളൂ. നമുക്കത് ചെറുതായിട്ട് തോന്നിയേക്കാം, പക്ഷെ അവർക്കത് വലിയ പൈസ ആണ്. ഒരുപാട് ആളുകളിൽ നിന്ന് കിട്ടുമ്പോ ഇതിന്റെ പേരാണ് ക്രൗഡ് ഫണ്ടിങ് എന്ന് പറയും. ഒരുപാട് മനുഷ്യന്മാരിൽ നിന്ന് ചെറിയ പൈസ വാങ്ങും. നമ്മൾ ഈ ബിരിയാണി ചലഞ്ച് ഒക്കെ ഉണ്ടാക്കാറില്ലേ, അവിടെ ഒരു ബിരിയാണി, അതന്നെ പലതുള്ളി പെരുവെള്ളം. ഡ്രോപ്സ് ഓഫ് വാട്ടർ മേക്സ് ആൻ ഓഷ്യൻ ആണ് ഇതിന്റെ ഇംഗ്ലീഷ്. ഏതായാലും താങ്ക് യു സോ മച്ച്. എല്ലാവരും ഉപയോഗപ്പെടുത്തുക. നോമ്പൊക്കെ ആണ്. 20 കൊടുത്താൽ 140, അല്ല 1400 കേട്ടോ. 20 കൊടുത്താൽ 1400. എന്നിട്ട് ഓൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഇൻറ്റു 2800. ഏതായാലും ഓക്കെ, എന്നാല് ബൈ ബൈ. റെക്കോർഡിംഗ് ഓഫ് ആയിക്കോളി.